السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലുള്ള ജില്ലാ ഭാരവാഹികളെ, നേതാക്കന്മാരെ, സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, കാരണവന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ദീൻ വളച്ചുകെട്ടുകളോ ദുർവ്യാഖ്യാനങ്ങളോ ഇല്ലാതെ നമ്മുടെ മുൻഗാമികളായ ആളുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുവാനും തെറ്റിദ്ധാരണകൾ നീക്കുവാനും വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരു സമ്മേളനത്തിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനം ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇസ്ലാമിൻ്റെ അടിത്തറ തൗഹീദാണ്. ആ തൗഹീദ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവവായുവാണ്. ആ തൗഹീദിൽ നിന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട മഹാഭൂരിപക്ഷം ആളുകൾ വ്യതിചലിച്ചു പോയതിൻ്റെ ചില ഉദാഹരണങ്ങൾ ബഹുമാന്യനായ ശിഹാബ് അടക്കര ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. സലഫികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏതൊരു സ്ഥലത്ത് പ്രബോധന പ്രവർത്തനം നടത്തുകയാണെങ്കിലും മഹാന്മാരായ പ്രവാചകന്മാർ നടത്തിയിട്ടുള്ള പ്രബോധനത്തിൻ്റെ മാതൃകയാണ് അവർ പിൻപറ്റാറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കണം, അവനെ വിളിച്ച് മാത്രം പ്രാർത്ഥിക്കണം, അവനോട് മാത്രം സഹായം ചോദിക്കണം. അതാണ് ആദ്യമായും അവസാനമായും മുജാഹിദുകൾക്ക് ഏത് കാലഘട്ടത്തിലും എവിടെയും എപ്പോഴും പറയാനുള്ളത്. കാരണം നമ്മളെല്ലാം ഈ ദിവസം മഗ്രിബും ഇശാവും ഒക്കെ നമസ്കരിച്ചപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചത് എന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പടച്ച റബ്ബേ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം ചോദിക്കുന്നുള്ളൂ. ഈ കൃത്യമായ തൗഹീദ് ജനങ്ങൾക്കിടയിൽ രാവും പകലും വ്യത്യാസമില്ലാതെ ഒരു നൂറ്റാണ്ട് കാലമായി മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അത് മലക്കുകളാണെങ്കിലും ജിന്നുകളാണെങ്കിലും അതുപോലെ തന്നെ മനുഷ്യന്മാരാണെങ്കിലും ഔലിയാക്കന്മാരാണെങ്കിലും സ്വാലിഹീങ്ങളാണെങ്കിലും ഇനി പേരുള്ളവരാണെങ്കിലും പേരില്ലാത്തവരാണെങ്കിലും എല്ലാ തേട്ടങ്ങളും പ്രാർത്ഥനകളും എല്ലാം പടച്ച റബ്ബിനോട് മാത്രമേ പാടുള്ളൂ. ഇത് പറയാത്ത ഒരു തൗഹീദ് പ്രഭാഷണം മുജാഹിദുകൾക്കുണ്ടാവുകയില്ല. കാരണം മുജാഹിദുകൾ പ്രവാചകന്മാരുടെ അനന്തര ആ പ്രബോധന വിഷയത്തിൽ ആ പ്രവാചകന്മാരുടെ പ്രബോധനത്തെ മാതൃകയാക്കിയവരാണ്. വിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അവരത് സ്ഥാപിക്കാറുള്ളത്. എത്ര ആയത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ പ്രാർത്ഥിക്കാവൂ. വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുർ റഅദിൽ കാണാൻ ലഹു ദഅവത്തുൽ ഹഖ്, പടച്ച റബ്ബിനോട് മാത്രമാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയുള്ളത്. പ്രാർത്ഥനയ്ക്ക് അവകാശം പടച്ച റബ്ബിന് മാത്രമേ ഉള്ളൂ. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ. നിങ്ങൾ അല്ലാഹു അല്ലാത്ത ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അത് മനുഷ്യനാണെങ്കിലും മലക്കുകളാണെങ്കിലും ജിന്നുകളാണെങ്കിലും ഔലിയാക്കന്മാരാണെങ്കിലും അത് വിഗ്രഹങ്ങളാണെങ്കിലും ആരാണെങ്കിലും ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, ഒന്നിലും നിങ്ങൾക്കവർ ഉത്തരം നൽകുകയില്ല. ഇത് വളരെ വ്യക്തമായി കൊണ്ട് സൂറത്തുൽ റഅദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്.
ഇത് വീണ്ടും പറയുന്നു സൂറത്ത് ഫാത്തിൽ, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആക്കും, നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, ഇനി കേട്ടു എന്ന് സങ്കല്പിച്ചാലും തന്നെ നിങ്ങൾക്കവർ ഉത്തരം നൽകുകയില്ല. വയൗമിൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങളുടെ ശിർക്കിനെ ഖിയാമത്ത് നാളിൽ അവർ നിഷേധിക്കും. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, ഈ കാര്യങ്ങൾ പടച്ച റബ്ബിനെ പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ മറ്റാരുമില്ല തന്നെ. ഈ ആയത്തുകൾ കേൾക്കാത്ത മുജാഹിദ് പ്രഭാഷണങ്ങളുണ്ടോ? ഈ ആയത്തുകൾ ഓതിയിട്ട് വിശദീകരിക്കാത്ത സലഫി ദഅവത്തുണ്ടോ? ഒരിക്കലുമില്ല. ഈ പ്രബോധനം നടത്തുന്ന മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് ഊണിലും ഉറക്കിലും പറയുന്ന, അത് രാവിലും പകലിലും പ്രബോധനം ചെയ്യുന്ന മുജാഹിദുകൾ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ശരാശരി ബുദ്ധിയുള്ള ഒരു മനുഷ്യന് വിശ്വസിക്കാൻ സാധിക്കുമോ സഹോദരന്മാരെ? ഒരു മുജാഹിദാണെങ്കിൽ അവന്റെ നാവ് കൊണ്ട് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നോ ജിന്നുകളെ വിളിക്കാമെന്നോ, ഏതെങ്കിലും കുടുങ്ങിയ സമയത്ത് കൊണ്ട് പ്രയാസത്തിന്റെ ഘട്ടത്തിൽ ജിന്നുകളെ വിളിക്കാമെന്നൊരു മുജാഹിദാണെങ്കിൽ അവന്റെ നാവ് കൊണ്ട് പറയുമെന്ന് ഒരു ശരാശരി ബോധമുള്ള മുജാഹിദിന് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഒരിക്കലും പറയില്ല, പറയാൻ പാടില്ല. ജിന്നെ കാക്കണെന്ന് വിളിച്ചാൽ, മൊയ്‌ദി ശേഖെ കാക്കണെന്ന് വിളിച്ചാൽ അതെല്ലാം ശിർക്കാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇവിടെയില്ല. എന്തിനാണ് പിന്നെ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്? നോക്കൂ, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട്, സൂറത്ത് ഫാത്തിൽ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആക്കും, പറഞ്ഞ ഐ ഇൻ തസ്തഗീതു ബിഹിം ഫിൻ നവാഇബി ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ പ്രയാസത്തിന്റെ ഘട്ടങ്ങളിൽ നിങ്ങൾ അവരെ വിളിച്ചുകൊണ്ട് സഹായം ചോദിച്ചാൽ, പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല, അവർ ഉത്തരം നൽകുകയില്ല. എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയുന്നു, സുമ്മ യജൂസു അൻ യർജിഅ ഹാദാ ഇലൽ മഅബൂദീന മിമ്മാ യഅഖിലു കൽ മലായികതി വൽ ജിന്നി വൽ അംബിയാഇ വശയാത്തീൻ, അത് ശൈത്താന്മാരാണെങ്കിലും ജിന്നുകളാണെങ്കിലും അതുപോലെ തന്നെ അമ്പിയാക്കന്മാരാണെങ്കിലും മലക്കുകളാണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവർ ഉത്തരം നൽകുകയില്ല, അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിക്കൊണ്ട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ഇതിൽ മുജാഹിദുകൾക്ക് തർക്കമുണ്ടോ? ഒരു നൂറ്റാണ്ട് കാലമായി മുജാഹിദുകൾ ഇത് പ്രബോധനം ചെയ്തു. ഏറും കുത്തും സഹിച്ചുകൊണ്ട് ഈ മുജാഹിദ് പണ്ഡിതന്മാർ പ്രബോധനം ചെയ്തതിന്റെ ഫലമായി കേരളത്തിൽ മുജാഹിദ് പള്ളികൾ ഉയർന്നു വന്നു. ഒരുപാട് ആളുകൾ ഈ ആശയം സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടായി. മുജാഹിദ് പ്രസ്ഥാനത്തിന് വളർച്ചയുണ്ടായി. നിങ്ങൾ ഈ സദസ്സിലിരിക്കുന്ന ആളുകൾക്ക് ഓർക്കുന്നുണ്ടാകും പിലാത്തറയിലെ മുജാഹിദ് സമ്മേളനം. ആ സമ്മേളനം നടക്കുമ്പോൾ പലരും അടക്കം പറഞ്ഞിരുന്നു, അതിന്റെ ജനബാഹുല്യം കണ്ടുകൊണ്ട് ഈ മുജാഹിദുകളെ ഉൾക്കൊള്ളാൻ ഇനി കേരളത്തിൽ സ്ഥലമുണ്ടാകുമോ? ഇനി മുജാഹിദുകൾക്ക് സമ്മേളനം നടത്താൻ സ്ഥലം മതിയാകുമോ? ഇന്ന് പറഞ്ഞിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത്? ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിലേക്ക് ഇഖ്വാനിസത്തിന്റെ വിഷവത്തുകൾ കയറ്റിക്കൂട്ടാൻ വേണ്ടി ചില ആളുകൾ ബോധപൂർവം പരിശ്രമിച്ചു. ഹുസൈൻ മടവൂർ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അന്നത്തെ ISMന്റെ തലപ്പത്തുണ്ടായിരുന്ന പല ആളുകളും ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ മൂത്താപ്പയായ ഇഖ്വാനുൽ മുസ്ലിമൂനിന്റെ ഈ തെറ്റായ ആദർശം തൗഹീദ് മയപ്പെടുത്തണം, അങ്ങനെ സ്ട്രോങ് ആയിട്ടൊന്നും പറയണ്ട, ഖണ്ഡനമണ്ഡനങ്ങൾ ഒഴിവാക്കണം, പൊതു താല്പര്യ മേഖലകൾ കണ്ടെത്തണം, ഡയറക്റ്റ് നമുക്ക് തൗഹീദ് പറയണ്ട, കുറെ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ട് ആളുകളെ മനസ്സിണക്കിയിട്ട് നമുക്ക് തൗഹീദ് പറഞ്ഞാൽ മതി. ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദിനെ തുരങ്കം വെക്കാൻ വേണ്ടി ഗൂഢമായ രീതിയിൽ പ്രവർത്തനം നടത്തിയ മുജാഹിദ് പണ്ഡിതന്മാർ തിരിച്ചറിഞ്ഞു. മഹാനായ ഉമർ മൗലവി അത് ആദ്യം സൂചിപ്പിച്ചു. നമ്മുടെ പണ്ഡിതന്മാർ അത് തിരിച്ചറിഞ്ഞു, അവരെ പിടിച്ചു പുറത്താക്കി. ISMനെ താൽക്കാലികമായി കൊണ്ട് മരവിപ്പിക്കുകയും അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്തു. ആ സ്വീകരിച്ചപ്പോൾ ഹുസൈൻ മടവൂർ അടക്കമുള്ള ചില ആളുകൾ അവരന്ന് KNMലാണ്. അവർ പുറത്തേക്ക് പോവുകയും എന്നിട്ട് KNMനെതിരെ ഒരു പത്രസമ്മേളനം നടത്തുകയും ചെയ്തു.
എന്താണ് ആ പത്രസമ്മേളനത്തിൽ ആദ്യമായി കൊണ്ട് ഹുസൈൻ മടവൂർ അടക്കമുള്ള ആളുകൾ പറഞ്ഞത്? 2 കാര്യമാണ്. ഇതാ KNM ജിന്ന് സേവയിലേക്ക് ആളെ കൂട്ടാൻ പോവുകയാണ്, അന്ധവിശ്വാസത്തിലേക്ക് ആളുകളെ നയിക്കാൻ പോവുകയാണ് എന്ന് പറയുക മാത്രമല്ല, ഹുസൈൻ മടവൂർ ഒരു പുസ്തകം പുറത്തിറക്കി, ആദർശ വ്യതിയാനം ഒരു പുകമറ. ഹുസൈൻ മടവൂർ ഈ പുസ്തകം ഒന്നും അയാൾ പിൻവലിച്ചിട്ടില്ല കേട്ടോ. എന്നാൽ KNMന്റെ വൈസ് പ്രസിഡന്റാണ്. ഈ എഴുതിയിരിക്കുന്ന ഒരു കാര്യവും അയാൾ തിരുത്തുകയോ അതല്ലെങ്കിൽ അതിൽ പിൻവലിക്കുകയോ ചെയ്തിട്ടില്ല. ഇന്നും ആ KNMനെതിരെയുള്ള ആരോപണങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ഇതിൻ്റെ 105-ാമത്തെ പേജിൽ എന്താണ് ഹുസൈൻ മടവൂർ സാഹിബ് പറഞ്ഞത്? ഇതാ KNMനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ജിന്ന് ശൈത്താനുമാണ് ഒട്ടുമിക്ക രോഗങ്ങൾക്കും കാരണമെന്ന് പഠിപ്പിക്കുന്ന ഡോക്ടറെയും നാടുനീളെ എഴുന്നള്ളിച്ച് വീണ്ടും കുട്ടിച്ചാത്തൻ വിശ്വാസം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാണ് നവയാഥാസ്ഥികരെന്ന് നാം അറിയണം. ആരാണ് ഇവിടെ നവയാഥാസ്ഥികർ? ഹുസൈൻ മടവൂർ പേരിട്ടിരിക്കുന്നു KNMന് നവയാഥാസ്ഥിതികർ അഥവാ നവഖുറാഫികൾ. ആ KNMകാർ എന്താണ് ഇവിടെ സമസ്തക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആദർശം? ആ ആദർശത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചു. ഇനിയും ഈ പുസ്തകം പിൻവലിച്ചിട്ടില്ല. അതുപോലെ തന്നെ സലഫി മൻഹജിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, 2002 മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രശ്നമുണ്ടാകാൻ അടിസ്ഥാനപരമായ കാരണം എന്തായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, തൗഹീദിൽ നിന്ന് ആളുകളെ വ്യതിചലിപ്പിച്ച് ഇഖ്വാനിസത്തിലേക്ക് കൊണ്ടുപോകുക. വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും സ്വന്തം ബുദ്ധിക്കനുസരിച്ചുകൊണ്ട്, സ്വന്തം വ്യാഖ്യാനങ്ങൾക്കനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കാം. നമുക്ക് മുൻഗാമികൾ ആവശ്യമില്ല. അന്ന് തുടങ്ങിയ വാദമാണ് സലഫി മൻഹജിനെതിരെ. അത് 5-ാം മദ്ഹബാണെന്ന് പറഞ്ഞു, 6-ാം വിരലാണെന്ന് പറഞ്ഞു. സലഫി മൻഹജ് നമുക്ക് ആവശ്യമില്ല. എന്താ സലഫി മൻഹജ് എന്ന് പറഞ്ഞാൽ? ഖുർആനും സുന്നത്ത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ എന്താ അപകടം? എന്ത് കാര്യത്തിനും ഖുർആൻ തെളിവ് ധരിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അല്ലാഹ് വിളിച്ച് പ്രാർത്ഥിക്കാൻ എന്താ മുസ്ലിയാക്കന്മാരെ തെളിവ്? അള്ളാഹിന്റെ ഖുർആൻ തന്നെ. എന്താ അള്ളാഹിന്റെ ഖുർആനിൽ പറഞ്ഞത്? അല്ലാഹ് വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് തെളിവില്ല. ആ ആയത്ത് ഖുർആനിലുണ്ട്. എന്നാൽ അതേ ആയത്തുള്ള ഖുർആൻ തന്നെ അല്ലാഹ് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവ് ധരിക്കുന്നു. ഇതെങ്ങനെ രണ്ടുണ്ടാകുക? അവർ തെളിവായി ധരിക്കുന്ന ആയത്തുകൾ അത് നമ്മുടെ മുൻഗാമികളായ സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. അതിനാണ് സലഫി മൻഹജ്. എന്നാൽ ഹുസൈൻ മടവൂരിന്റെ സലഫി മൻഹജ് ഉണ്ട്. എന്താ ഹുസൈൻ മടവൂർ പഠിച്ച് മനസ്സിലാക്കിയ സലഫി മൻഹജ്? ഇതിന്റെ 20-ാമത്തെ പേജിൽ കാണാം. ഈ പ്രമാണങ്ങൾ അംഗീകരിക്കുക എന്നതാണ് സച്ചരിതരായ മുൻഗാമികളുടെ അഥവാ സലഫു സാലിഹിന്റെ യഥാർത്ഥ മാർഗം. ഇതാണ് മൻഹജ് സലഫ്. ഖുർആനും സുന്നത്തും പ്രമാണമായി സ്വീകരിക്കുക. അതാണ് സലഫി മൻഹജ്. അതല്ല സലഫി മൻഹജ്. ഞാൻ ചോദിക്കുന്നു, ഹുസൈൻ മടവൂർ ഈ സലഫി മൻഹജ് ഇന്ന് അംഗീകരിച്ചിട്ടുണ്ടോ? ഇന്ന് KNMന്റെ വൈസ് പ്രസിഡന്റായി നിൽക്കുന്ന ഹുസൈൻ മടവൂരിന്റെ സലഫി മൻഹജായി പറഞ്ഞത് എന്ത്? ഖുർആനും സുന്നത്തും പ്രമാണമായി സ്വീകരിക്കുക. അതന്നെ സലഫി മൻഹജ്, അതല്ല സലഫി മൻഹജ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഖാദിയാനികളടക്കം സലഫി മൻഹജിലല്ലേ? തബ്ലീഗ് ജമാഅത്തും അതുപോലെ തന്നെ ഖുബൂരികളും ഇഖ്വാനികളും ലോകത്ത് പിന്നെ ആരാ സലഫി മൻഹജിൽ അല്ലാത്തുള്ള? ഹുസൈൻ മടവൂരിന്റെ സലഫി മൻഹജിൽ ലോകത്തുള്ള വിശാലമായ ഐക്യമുള്ള സലഫി മൻഹജാണ്. ഇത് മുജാഹിദുകൾ പിടികൂടി. ഇത് ആ സലഫി മൻഹജ് നിഷേധിച്ചപ്പോൾ എന്തുണ്ടായി? തൗഹീദിൽ വ്യതിയാനം വന്നു. എന്താണോ സമസ്തക്കാരി ഈ കേരളത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന തൗഹീദ്, ആ തൗഹീദിലേക്ക് മടവൂർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോകാൻ തുടങ്ങി. കാരണം മൻഹജൊന്നുമില്ലല്ലോ. എന്തായിരുന്നു ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞ തൗഹീദ്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി കൊണ്ട് സഹായിക്കാൻ പടച്ചറബിന് മാത്രമേ കഴിയുള്ളൂ. എന്താ ഈ കാര്യകാരൻ എന്നൊക്കെ പറഞ്ഞാൽ? ഒന്നും മനസ്സിലാക്കാനില്ല, വളരെ സിമ്പിളായി മനസ്സിലാക്കിയാൽ മതി. ഇസ്ലാമിൻ്റെ തൗഹീദ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്. ശരിക്കും മനസ്സിലാക്കിക്കോളി. ഇസ്ലാമിൻ്റെ തൗഹീദ് അള്ളാഹു വളരെ ലളിതമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കെല്ലാം അറിയുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ അറിയാത്തവർ ആരും സദസ്സിൽ ഉണ്ടാവില്ല. സൂറത്തുൽ ഇഖ്ലാസ് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആയത്തുൽ കുർസി അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അറിയാം. ഇതിലുള്ളതാണ് തൗഹീദ്. സൂറത്തുൽ ഇഖ്ലാസിലുള്ളതും ആയത്തുൽ കുർസിയിലുള്ളതും സൂറത്തുൽ ഫാത്തിഹയിലുള്ളതുമാണ് തൗഹീദ്. ലോകത്ത് എല്ലാ മുസ്ലിമിനും മനസ്സിലാക്കാൻ പറ്റിയ
എല്ലാ മുസ്ലിമീങ്ങൾക്കും മനപ്പാടമുള്ള സൂറത്തിലാണ് തൗഹീദ് അല്ലാഹ് പഠിപ്പിച്ച്. ഇന്ന് തൊലാഖിൻ്റെ മസ്അലുണ്ട് ഖുർആനിൽ, അതിൻ്റെ ആയത്ത് നമുക്ക് ആർക്കും കാണാതെ അറിയില്ല. അനന്തരാവകാശത്തിൻ്റെ മസ്അലുണ്ട് ഖുർആനിൽ, നിക്കാഹുമായി ബന്ധപ്പെട്ടതുണ്ട്, അതിലധികം ആൾക്കാർക്കും കാണാതെ അറിയില്ല. കാരണം അതങ്ങനെ കാണാൻ പഠിക്കേണ്ടതില്ല. ഹാഫിലായ ആളുകൾക്ക് അതറിയണം, അല്ലാത്തവർക്ക് തൗഹീദ് മറ്റുള്ളവർക്ക് പഠിക്കേണ്ടതല്ല പറഞ്ഞത്. പക്ഷെ നമ്മളാരും അത് അങ്ങനെ മനപ്പാടമാക്കി വെച്ചിട്ടില്ല. പക്ഷെ തൗഹീദ് നമുക്കെല്ലാം അറിയാം. എന്താ തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ളത് അള്ളാഹ്ക്ക് മാത്രം കൊടുക്കുക, അള്ളാഹുവിന് മാത്രമുള്ളത് അള്ളാഹ്ക്ക് മാത്രം കൊടുക്കുക, അതാണ് തൗഹീദ്. അള്ളാഹുവിനുള്ളത് അള്ളാഹ് അല്ലാത്തവർക്ക് കൊടുക്കുക, അതാണ് ശിർക്ക്. ഇത്രേ ഉള്ളൂ. അപ്പൊ അള്ളാഹു ഒരു കാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിനൊരു കാര്യം ചെയ്യാൻ ഒരു സബബിന്റെ ആവശ്യമില്ല. കുൻ എന്ന് പറഞ്ഞാൽ മതി, ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മതി. അത് പടച്ചോന്റെ മാത്രം കഴിവാണ്. ഞാനിപ്പോൾ ഈ പ്രഭാഷണം കഴിഞ്ഞിട്ട് എൻ്റെ നാട് മൊറയൂരിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ വിചാരിച്ചാൽ എത്തൂല. ഞാൻ വണ്ടി കയറി വണ്ടി സ്റ്റാർട്ടാക്കി 3 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് പോകണം, എന്നാലേ എത്തുള്ളൂ. അത് ഏത് പടപ്പം അങ്ങനെ തന്നെയാണ്. നമ്മളിവിടെ കുത്തുന്ന കസേര കുത്തി ഞാൻ വീട്ടിൽ എത്തട്ടെ വിചാരിച്ചാൽ എത്തൂല. നമ്മൾക്ക് അള്ളാഹു നിശ്ചയിച്ച സബബുകളിലേക്ക് നമ്മൾ ചെല്ലണം. എന്നാൽ അള്ളാഹിന് അത് ആവശ്യമില്ല. അതാണ് പടച്ചറബിന്റെ പ്രവർത്തനവും നമ്മുടെ പ്രവർത്തനവും നമ്മളെ വ്യത്യാസം. അത് അള്ളാഹുവിന് മാത്രമുള്ള കഴിവാണ്. എന്നാൽ സമസ്തക്കാർ പറഞ്ഞത് അള്ളാഹ്ക്ക് മാത്രമല്ല, മലക്കുകൾക്കും ജിന്നുകൾക്കും അങ്ങനെ കഴിയും, ഔലിയാക്കന്മാർക്ക് കഴിയും. മുജാഹിദുകൾ പറഞ്ഞു അത് തെറ്റാണ്. മലക്കുകൾക്ക് കഴിയൂല, ജിന്നുകൾക്ക് കഴിയൂല, ഔലിയാക്കന്മാർക്ക് കഴിയൂല, അമ്പിയാക്കന്മാർക്ക് കഴിയില്ല, അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഖുറാഫി നേതാവിന്റെ പ്രസംഗം നിങ്ങളൊന്ന് കേട്ടോളൂ, ചെറിയ ശബ്ദം. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്, അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരു ആയത്തും തെളിയിക്കാൻ കഴിയൂല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്, സാധാരണമല്ല, അസാധാരണമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. അള്ളാഹു സഹായിക്കുന്ന പോലെ തന്നെയാണ് മലക്കുകൾ സഹായിക്കുന്നു, ജിന്നുകൾ സഹായിക്കുന്നു, ഔലിയാക്കന്മാർ സഹായിക്കുന്നു. ഇതൊക്കെ പടച്ചോന്റെ സഹായം പോലെ തന്നെ. പടച്ചോന്റെ സഹായം അബോധികമാണ് എന്ന് പറഞ്ഞാൽ കാര്യകാരണങ്ങളൊന്നും ആവശ്യമില്ല. അള്ളാഹ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതുണ്ടാകും. ഇതേപോലെ തന്നെയാണ് കാര്യകാരണങ്ങൾക്കൊന്നും ആവശ്യമില്ലാത്ത രീതിയിൽ തന്നെ മലക്കുകൾ സഹായിക്കും, അമ്പിയാക്കന്മാർ സഹായിക്കും, ഔലിയാക്കന്മാർ സഹായിക്കും. ഇതേ തൗഹീദിലേക്കാണ് സലഫി മൻഹജിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ചപ്പോൾ കേരളത്തിലെ മർക്കസ് ദഅവ വിഭാഗം എത്തിച്ചേർന്നത്. ഇത് ആരോപണം പറയല്ല, ഇതാ എൻ്റെ കയ്യിൽ ശബാബ് വാരിക. ശബാബ് വാരികയിൽ 2013 ജൂലൈ മാസത്തിൽ വന്ന ലേഖനം എന്താ? അബൗദിക ശക്തി അള്ളാഹു മാത്രമോ, അബൗദിക ശക്തി അള്ളാഹു മാത്രമോ. ഇത് സമസ്തന്റെ പ്രസിദ്ധീകരണമല്ല, സമസ്തയുടെ പ്രസിദ്ധീകരണമല്ല. സമസ്തയുടെ പ്രസിദ്ധീകരണത്തിലാണ് ഇങ്ങനെ വരേണ്ടത്. കാരണം അവരെ വാദം എന്താ? അള്ളല്ലാത്ത അബൗദിക ശക്തികളുണ്ട് എന്നാ. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് തൗഹീദ് വ്യതിചലിച്ച് സലഫി മൻഹജിൽ നിന്ന് പോയപ്പോൾ സമസ്തയുടെ വാദത്തിലേക്ക് എത്തി മർക്കസ് ദഅവക്കാർ. അവർ പറഞ്ഞു അബൗദിക ശക്തി അള്ളാഹു മാത്രമല്ല. അള്ളാഹു മാത്രം അബൗദിക ശക്തി എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നവൻ അള്ളാഹു മാത്രമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? സമസ്തക്കാർ പറയും, എല്ലാ മുജാഹിദുകൾ പറയും അള്ളാഹ് മാത്രമേ കേൾക്കുള്ളൂ. എല്ലാത്തിനും കഴിവുള്ളവൻ അള്ളാഹു മാത്രമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം മുജാഹിദുകൾ പറയും അതെ, എന്ന സമസ്തക്കാർ പറയും അല്ല. അപ്പൊ അബൗദിക ശക്തി അള്ളാഹു മാത്രമോ എന്ന് പറഞ്ഞ് ലേഖനത്തിൽ സ്ഥാപിക്കണം എന്താണ്? അള്ളാഹ് അബൗദിക ശക്തിയാണ്, ജിന്നും മലക്കും അബൗദിക ശക്തിയാണ്. ഈ പുസ്തകം തൗഹീദും നവയാഥാസ്ഥികയുടെ വ്യതിയാനം എന്ന് പറയുന്ന പുസ്തകം, ഇത് അബ്ദുസ്സലാം സുല്ലമി എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായം അദൃശ്യം, അബൗദികം, വ്യതിയാനം. ഈ പുസ്തകത്തിൽ ഇവർ എഴുതുകയാണ്, അദൃശ്യവും അബൗദികമായ മാർഗത്തിലുള്ള അള്ളാഹുവിന് മാത്രമേ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വിശ്വാസം പ്രബോധനം ചെയ്യുന്ന ഏകദൈവ വിശ്വാസത്തിന്റെ പ്രധാന ഭാഗമാണ്. മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ അവന്റെ വിശ്വാസത്തിൽ ശിർക്കും കുഫറും സംഭവിക്കുന്നു. അപ്പൊ മലക്കിന്റെ സഹായം അബോധികമാണ്. അപ്പൊ മലക്ക് സഹായിക്കാൻ പാടില്ല.
കാരണം എന്താ, മലക്ക് സഹായിക്കുന്നു വിശ്വസിച്ച ശിർക്കായി. അള്ള സഹായിക്കും പോലെ തന്നെ ഇന്ന് അതേ രൂപത്തിലാണ് വിശ്വസിക്കുന്നത്. ജിന്ന് സഹായിക്കും ഏതുപോലെ അള്ള സഹായിക്കുന്ന പോലെ. അപ്പോൾ ജിന്ന് സഹായിക്കുന്നു വിശ്വസിക്കാൻ പാടില്ല, മലക്ക് സഹായിക്കുന്നു വിശ്വസിക്കാൻ പാടില്ല. അതെല്ലാം ശിർക്കായി. മുജാഹിദുകളുടെ പേരിൽ ശിർക്ക് ആരോപിക്കുന്ന അവസ്ഥ ഉണ്ടായി. തൗഹീദ് തെറ്റിയപ്പോൾ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിക്കോളി, എപ്പോഴാണ് മർക്കസ് ദഅവക്കാർക്ക് KNM പേരിൽ ശിർക്ക് ആരോപിക്കേണ്ടി വന്നത്? മർക്കസ് ദഅവയുടെ തൗഹീദ് സമസ്തയുടെ തൗഹീദായപ്പോൾ. പോയിന്റുകൾ ശരിക്കും മനസ്സിലാക്കണം. 2002 പിളരുമ്പോൾ KNM ശിർക്കിലാണെന്ന് മർക്കസ് ദഅവക്കാർ പറഞ്ഞിട്ടില്ല. അപ്പൊ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അബ്ദുസ്സലാം സുല്ലമി സമസ്തന്റെ തൗഹീദ് കടമെടുത്തു. ആ തൗഹീദ് കടമെടുത്തപ്പോൾ KNM മുശ്രിക്കായി. അപ്പോ സമസ്തയുടെ തൗഹീദാണ് മർക്കസ് ദഅവക്കാർ കടമെടുത്തത് കൊണ്ട് തന്നെ അബ്ദുസ്സലാം സുല്ലമി സെൻസിംഗ് മാസിക്ക് കൊടുത്ത അഭിമുഖത്തിൽ കാണാം, മൗലവി വിഭാഗം മുശ്രിക്കുകൾ. പണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ശിർക്ക് ആരോപിച്ചിരുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാരായിരുന്നു, അല്ലെങ്കിൽ തബ്ലീഗ് ജമാഅത്തിന്റെ ആൾക്കാരായിരുന്നു. തബ്ലീഗ് ജമാഅത്തിനക്കാർക്ക് ഒരു തൗഹീദ് ഉണ്ട്. എന്താണെന്നറിയോ? ഭക്ഷണം കഴിച്ചിട്ട് വയറ് നിറഞ്ഞു എന്നാണ് ശിർക്കായി. ഓല് പിന്നെ ദർഗന്റെ ശിർക്കൊന്നും കാണൂല, വലിയ കണ്ണു കുത്തുന്ന ശിർക്കൊന്നും കാണൂല, അതൊക്കെ നിസ്സാരാണ്. ഭക്ഷണം കഴിച്ചിട്ട് വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞ ശിർക്ക്. മുജാഹിദുകൾ ആ പള്ള ശിർക്കിലാണ്. കാരണം എന്താ? കാരണം ഭക്ഷണം കഴിച്ചിട്ട് വയറ് നിറഞ്ഞു പറയാൻ പാടില്ല. കാരണം വയറ് നിറച്ചത് ഭക്ഷണമല്ല, അള്ളയാണ്. അപ്പൊ അള്ള വയറ് നിറച്ചു എന്ന് പറയണം, ഭക്ഷണം വയറ് നിറച്ചു എന്ന് പറയാൻ പാടില്ല. ഇല്ലാത്ത തൗഹീദാ. അതേ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു തൗഹീദ് ഉണ്ടായിരുന്നു. മുജാഹിദുകൾ രാഷ്ട്രീയ ശിർക്കിലാണ്. കാരണം വോട്ട് ചെയ്യൽ ശിർക്കാണ്. ഇസ്ലാമികമല്ലാത്ത രാജ്യത്ത് ജീവിക്കുന്ന, അനിസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾ ഇവിടുത്തെ ഭരണകൂടത്തെ അനുസരിക്കാൻ പാടില്ല, അനുസരിച്ച ശിർക്ക്. അപ്പോൾ മുജാഹിദുകൾക്കെതിരെ ശിർക്ക് ആരോപിച്ചിരുന്ന 2 കൂട്ടരുന്നു. ഒന്ന് തബ്ലീഗ് ജമാഅത്തുകാരും മറ്റൊന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരും. ഇപ്പം 2 കൂട്ടർക്കും മൗനാണ്. പക്ഷെ പിന്നെ ശിർക്ക് ആരോപിച്ചത് മർക്കസ് ദഅവക്കാർ. ഒരു ശിർക്ക് ആരോപിക്കാൻ കാരണം എന്താണ്? പിന്നെ സമസ്തന്റെ തൗഹീദ് കടമെടുത്തു, ജിന്നും മലക്കും അമോദികമാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ തൗഹീദുള്ള ഒരു ശിർക്കിലായി. എങ്ങനെയുണ്ട് ഈ ശിർക്ക് വാദം? ഈ ശിർക്ക് ആരോപണം പോയി എവിടേക്കെത്തി? തൗഹീദ് തെറ്റിയാൽ സുന്നത്തും തെറ്റും, ഒരു സംശയം വേണ്ട. തൗഹീദ് തെറ്റിയവർക്കൊക്കെ സുന്നത്ത് തെറ്റിയിട്ടുണ്ട്. മടവൂർ വിഭാഗത്തിന് തൗഹീദ് തെറ്റി, അതുകൊണ്ട് ഒരുപാട് ഹദീസുകൾ നിഷേധിക്കേണ്ടി വന്നു. നിഷേധിച്ചു എന്ന് മാത്രം നിഷേധിച്ച് അവസാനം ഇനി ഒന്നും ബാക്കിയില്ല. സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസുകൾ സ്വീകരിച്ചാൽ അന്ധവിശ്വാസമാണ് പോലും. അള്ളാഹുവിന്റെ നുസൂലിനെ നിഷേധിച്ചു, മിഅ്റാജ്, സിറാത്ത്, ഖബർ ശിക്ഷ, ചന്ദ്രൻ പെടുന്നത്, ദജ്ജാല്, അതുപോലെ തന്നെ സംസം, ഹജറുൽ അസ്വദ്, സിഹ്ർ, പിശാച് ബാധ, കണ്ണീർ, റുഖിയ ശർഇയ്യ, മൂസാ നബിയുടെ സംഭവം, അതുപോലെ തന്നെ ഖുർആനിലെ നസ്ഖ്, അജ്വാകാരക്ക, എറിഞ്ഞുകൊല്ലിൽ, ഇങ്ങനെ 100 കണക്കിന് ഹദീസുകൾ, അല്ല 3000 നമ്മൾ പരപ്പനങ്ങാടി പറഞ്ഞു. 3000-ലധികം ഹദീസുകൾ ഇതുവരെ കരിമ്പിലാക്കിന് തൊടാൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ അവിടെ വായിക്കുന്ന പറഞ്ഞു. 3000-ലധികം ഹദീസുകൾ, സഹീഹുൽ ബുഖാരിയിൽ അടക്കമുള്ള ഹദീസുകൾ നിഷേധിക്കുന്ന അവസ്ഥയുണ്ടായി. കാരണം തൗഹീദ് തെറ്റിപ്പോയി. സഹീഹുൽ ബുഖാരിയും മുസ്ലിമും മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. നമ്മുടെ ബഹുമാനനായ അബ്ദുൽ ഹസീബ് മദനി, അത് ഈ അടുത്തുള്ള ആളാണല്ലോ. അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, നിങ്ങൾ കേട്ടോളൂ. കൂടോത്രം, മാരണം, ആഭിചാരം, അത് മാജിക്, ഇന്ദ്രജാലം എന്ന് പറയുന്ന വകുപ്പിൽപ്പെട്ടതല്ല. മാരണം, കൂടോത്രം, ആഭിചാരം എന്ന വകുപ്പിൽപ്പെട്ടതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഫലിച്ചു എന്നൊരാൾ വിശ്വസിച്ചാൽ, അയാൾ അതേസമയം തന്നെ ഖുർആൻ ഫലിച്ചാൽ പിന്നെ എന്തായി? എനിക്ക് സിഹ്ർ ഫലിച്ചാൽ, അബ്ദുൽ ഹസീബ് എന്ന് പറയുന്ന എനിക്ക് സിഹ്ർ ഫലിച്ചാൽ ഞാൻ മസ്ഹൂറാണ്. മുഹമ്മദ് നബിക്ക് സിഹ്ർ ഫലിച്ചാലും മുഹമ്മദ് നബി മസ്ഹൂറാണ്. സിഹ്ർ ഫലിച്ചു എന്നാണ് അത് അങ്ങനെ വാദിക്കുന്നവർ വിശ്വസിക്കുന്നത്. അപ്പൊ മുഹമ്മദ് നബി മസ്ഹൂറാണ് എന്ന് പറഞ്ഞാൽ സിഹിർ ബാധിച്ചവൻ, സിഹിർ ഫലിച്ചവൻ, ആഭിചാരം ഫലിച്ചയാളായി. ഖുർആൻ എന്താ പറഞ്ഞത്? വഖാലല്ലാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ. സിഹിർ ബാധിച്ച ഒരാളെ അല്ലാതെ നിങ്ങൾ ആരും പിൻപറ്റുക തന്നെ ചെയ്യുന്നില്ലല്ലോ എന്ന് പ്രവാചകന്റെ അനുയായികളായ സ്വഹാബികളുടെ മുഖത്ത് നോക്കി പരിഹസിച്ച ആളുകളുടെ വാദം ശരിയാണെന്ന് വരും. ഖുർആൻ പറഞ്ഞത് അത് ശരിയല്ല എന്നാണ്. അത് പറഞ്ഞവർ അക്രമികളാണ് എന്നാണ്. എന്താ പറഞ്ഞത്? ബുഖാരിയും മുസ്ലിമും ലോകത്തുള്ള അഹ്ലുസുന്നയുടെ ഹദീസ് ഗ്രന്ഥങ്ങളായ ഗ്രന്ഥങ്ങൾ മുഴുവനും ഉദ്ധരിച്ച,
ആയിഷ റളിയല്ലാഹു അൻഹയും ഇബ്നു അബ്ബാസും അതുപോലെ തന്നെ സെയ്ദ് ഇബ്നു അർഖം മുതൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുസ്ലിം ലോകത്തുള്ള അഗ്രേസരന്മാരായ പണ്ഡിതന്മാർ ഏകകണ്ഠമായി ഉദ്ധരിച്ച ഹദീസ് നമ്മുടെ അബ്ദുൽ ഹസീബ് മദനിക്കും അതുപോലെ തന്നെ കരിമ്പിലാക്കൽ മൗലവിക്കൊന്നും സ്വീകാര്യമില്ല. കാരണം തൗഹീദ് പോയിട്ടുണ്ട്. കാരണം ഈ ഹദീസ് സ്വീകരിച്ചാൽ ഖുർആനിനെതിരാണ് പോലും. ഏത് ഖുർആനിന്? അള്ളാന്റെ ഖുർആനെതിരല്ല. കാരണം അള്ളാന്റെ ഖുർആൻ ഏറ്റവും കൂടുതൽ പഠിച്ച ആളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അത് നിങ്ങൾ തന്നെ അറിഞ്ഞിരിക്കുന്ന ആളാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു എന്ന് ലോകത്ത് ആദ്യമായി കൊണ്ട് പറഞ്ഞത് ആരാ? അബ്ദുൽ ഹസീം മദനി. നിങ്ങൾ ബുഖാരിന്റെ കിതാബ് എടുത്തു നോക്കി. സഹീഹുൽ ബുഖാരിയിൽ കിതാബ് തിബ്ബെടുക്കി, അതിൽ മറക്കി പിന്നെ സിഹിറിന്റെ ബാബ് എടുക്കി. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിക്ക് ഖുർആൻ കൊണ്ടുവന്ന് കൊടുത്ത ആളാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ആ ജിബ്രീലാണ് റസൂലുള്ളാഹിനെ സംബന്ധിച്ച് മത്ബൂബ് മസ്ഹൂർ എന്ന് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ താൻ കൊണ്ട് കോപി കൊടുത്ത ഖുർആൻ ജിബ്രീൽ തന്നെ അറിയില്ലേ? ആ ജിബ്രീലിനേക്കാളും വലിയ ഖുർആൻ പണ്ഡിതന്മാരായിട്ട് നിങ്ങളാരും സമയമുണ്ട. അപ്പൊ ഇതെന്തുകൊണ്ട് സംഭവിച്ചു ചോദിച്ചാൽ, ഇതിനാരാണ് ഇവർക്ക് മുൻഗാമികളുള്ളത്? സഹാബത്തുണ്ടോ? താബീങ്ങളുണ്ടോ? തബഅ താബീങ്ങളുണ്ടോ? ഇല്ല. എവിടെത്തി? ഉണ്ട്, മുൻഗാമികളുണ്ട്. മുഅ്തസിലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഖുർആൻ സൃഷ്ടി എന്ന് പറഞ്ഞ ആള്, പരലോകത്ത് സ്വർഗത്ത് പോയ അള്ളാഹിനെ കാണൂല എന്ന് പറഞ്ഞാള്, വൻപാപം ചെയ്ത് ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന പറഞ്ഞാള്, അവര് പറഞ്ഞ പിഴച്ചവാദാണിത്. ആ മുഅ്തസിലിയത്തിന്റെ വാദം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ പറയുന്ന അവസ്ഥ ഉണ്ടായി. എന്താ കാരണം? തൗഹീദ് പോയി, ഹദീസ് നിഷേധം വന്നു. എന്നാൽ എൻ്റെ കയ്യിലുള്ളത് 950 അൽമനാറാണ്. 950 മെയ് 5 ഇറങ്ങിയ 3-ാമത്തെ ലക്കം. ഇതിനു മുമ്പ് 2 അൽമനാറ പുറത്തിറങ്ങിയിട്ടുള്ളൂ. ശരിക്കും മനസ്സിലാക്കിക്കൊള്ളു മുജാഹിദ്. ഇതിനു മുമ്പ് 2 അൽമനാറും. ഈ അൽമനാറിൽ ബഹുമാന NV അബ്ദുസ്സലാം ഇവിടെ ലേഖനമുണ്ട്. നബിചര്യകൾ മനഃപ്പാടമാക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിരുന്ന മഹാന്മാരിൽ അഗ്രഗണ്യൻ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരിയാകുന്നു. ഇദ്ദേഹം ഹദീസിൽ ഏറ്റവും അധികം പ്രാവീണ്യം നേടിയ മനുഷ്യനും വിശ്വസ്തന്മാരും സൂക്ഷ്മതയുള്ളവരുമായ നിവേദകന്മാരെ തിരിച്ചറിയുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യമുള്ള ചരിത്രകാരനുമായിരുന്നു. മുസ്ലിം ലോകത്ത് മുഴുവൻ സ്തുതിപ്പെട്ടിരിക്കുന്ന സ്വഹീഹുൽ ബുഖാരി ഇദ്ദേഹം രചിച്ചതത്രേ. ഈ കിതാബിൽ സനദോടുകൂടി നിവേദനം ചെയ്യപ്പെട്ട ഹദീസുകൾ മുസ്ലിം പണ്ഡിതന്മാർ ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചു വരാറുണ്ട്. ഞാൻ ചോദിക്കുന്ന ഹസീം മദനി, ഈ വാചകം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക ജിഹയിൽ വന്ന ഈ വാചകം ഇന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? ഞാൻ പറയുന്നു, ഇന്ന് ഈ വാചകം എന്നല്ല, ഈ അൽമനാറിലുള്ള ലേഖനങ്ങളും ആദ്യ കാലഘട്ടത്തിൽ അൽമനാർ ലേഖനങ്ങളുമെല്ലാം അത് പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയുന്ന ഏക മുജാഹിദ് സംഘടന ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്നുള്ളത്. ഇത് ഗേനമിന് പറയാൻ കഴിയോ? ഇൻഷാല്ലാ പറയാൻ കഴിയില്ല. ഞാൻ ഇവിടേക്ക് വരുന്നുണ്ട്. ഇത് പറയാൻ കഴിയൂല. സഹീഹുൽ ബുഖാരിയിൽ സനദ് സഹിതം ഉദ്ധരിക്കപ്പെട്ട ഹദീസുകൾ അത് മുഴുവനും മുസ്ലിം ലോകത്തുള്ള പണ്ഡിതന്മാർ സ്വീകരിച്ചു വരാറുണ്ട്. ഏതാത് KNM സ്വീകരിക്കാൻ കഴിയണില്ല, മർക്കസ് ദഅവക്കാർക്ക് ഏതായാലും കഴിയണില്ല. എന്തുകൊണ്ട് അവിടേക്ക് എത്തി? തൗഹീദ് പോയി, ഇപ്പൊ സുന്നത്തും പോയി. അങ്ങനെ ഒരുപാട് നിഷേധങ്ങൾ വന്നു. അവസാനം പോയി എവിടെ എത്തിയെന്നറിയോ? പച്ചയായ കുഫറിനെ ആശംസ അറിയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മടവൂർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മർക്കസ് ദഅവക്കാരെത്തി. ഇസ്ലാമിലെ മോശ സിദ്ധാന്തം എന്ന് പറയുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന അഭിനവ ചേകനൂരായ CH മുസ്തഫ എന്ന് പറയുന്ന ചേകനൂർ മൗലവി എന്തൊരു തോന്നിവാസമാണോ കേരളത്തിൽ പറഞ്ഞു വച്ചിട്ടുള്ളത്, എന്തൊരു കുഫറൻ വാദമാണ് പറഞ്ഞത്, അത് മുഴുവനും ഇന്ന് മുസ്ലിമീങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഈ CH മുസ്തഫ എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ പച്ചയായ കുഫറിന്റെ പുസ്തകത്തിന് അവതാരിക എഴുതി കൊടുത്തിരിക്കുന്നത് ഏതാ പുസ്തകം എന്നറിയോ? ഇസ്ലാമിലെ മോക്ഷ സിദ്ധാന്തം. ഇസ്ലാമിലെ മോക്ഷ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം അള്ളാഹിന്റെ ദീൻ മാത്രം സ്വീകരിച്ചവർക്ക് മോശം കിട്ടുന്നല്ല. എല്ലാ വേദങ്ങളും സത്യവും നിത്യപ്രസക്തങ്ങളുമാണ്. ഒരു വേദവും കാലഹരണപ്പെട്ടിട്ടില്ല. അവയെല്ലാം ദൈവവചനങ്ങൾ തന്നെ. ഋഗ്വേദം, അതുപോലെ തന്നെ ബൈബിളും സാമവേദം യജുർവേദം എല്ലാം പടച്ചോൻ്റെതാണ്. ഏതനുസരിച്ച് ജീവിച്ചാലും ഓന് സ്വർഗം കിട്ടും. ഇത് പറയുന്ന പച്ചയായ കുഫർ പറയുന്ന പുസ്തകത്തിന് അവതാരിക എഴുതി കൊടുത്തെന്നറിയാലോ? ഇന്നും മർക്കസ് ദഅവ വിഭാഗത്തിന്റെ KJUവിന്റെ സംസ്ഥാന ട്രഷററായ CM മുഹമ്മദ് മൗലവി, CN പിന്നെ മൗലവി ആലുവ എവിടെത്തി? അതുപോലെ തന്നെ ചേകനൂർ മൗലവി നവോത്ഥാന നായകനായി. ഇത് മുജീബ് റഹ്മാൻ കിനാലൂർ എന്ന് പറയുന്ന പണ്ട് ISFന്റെ
പ്രസിഡന്റായിരുന്ന ശബാബ് വാരികയുടെ എഡിറ്റർ ആയിരുന്ന ആളാണ്. നുബുര് തെറിച്ചുപോയി. ഇങ്ങനെ പോവുകയാണ്. ഇതൊക്കെ ഒരു ഉദാഹരണമാണ്. ചേകനൂർ മൗലവി നവോത്ഥാന നായകനായിരുന്നു. ഇങ്ങനെ പോയി അവസാനം ഈ വിഭാഗത്തിനെതിരെ ശക്തമായ രീതിയിൽ മുജാഹിദുകൾ ദഅവത്തുമായി കൊണ്ട് രംഗത്ത് വന്നു. അപ്പോഴാണ് അവർ ജിന്നും അതുപോലെ തന്നെ സീറും ശിർക്കും പറഞ്ഞിട്ട് രംഗത്ത് വരാൻ തുടങ്ങിയത്. അപ്പം ഈ മടവൂർ വിഭാഗം തൗഹീദ് മാറ്റിയപ്പോൾ അവർ ശിർക്കിലേക്ക് പോയി. മുജാഹിദുകൾക്കെതിരെ ശിർക്ക് ആരോപിക്കുന്ന അവസ്ഥ ഉണ്ടായി. അപ്പം നമ്മുടെ സമസ്തക്കാർ ചാടിക്കൊത്തി പറഞ്ഞു, ഇതാ മുജാഹിദുകളുടെ തൗഹീദ് തകർന്നു പോയി, മുജാഹിദുകളുടെ തൗഹീദ് ഇതാ തകർന്നിരിക്കുന്നു, അബൗദിക ശക്തി അല്ലാഹു അല്ലാത്തവരുമുണ്ടെന്ന് ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു, ജിന്നും മലക്കും അബൗദികമാണ് സമ്മതിച്ചതിലൂടെ മുജാഹിദ് പ്രസ്ഥാനത്തെ തൗഹീദ് തകർന്നു പോയി. നമ്മൾ പറഞ്ഞു തകർന്നിട്ടില്ല, അത് ഓല തൗഹീദ് തകർന്നിട്ടുണ്ടാവും, മുജാഹിദുകളുടെ തകർന്നിട്ടില്ല. അപ്പം അമ്പലക്കട വൈസി നേരത്തെ ഇവിടെ അൻവർ ബുക്കർ സൂചിപ്പിച്ചതുപോലെ ആ ചാടിപ്പുറപ്പെട്ട് ലേഖനമെഴുതി. ആ ലേഖനം ശബാബിൽ വന്നു, ചന്ദ്രികയിൽ വന്നു. അത് പിന്നീട് ഇസ്ലാഹിൽ ആ വിഷയവുമായി കൊണ്ട് ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമഹുല്ലാ, അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം ഇന്ന് അദ്ദേഹത്തെ ഈ തൗഹീദിന് വേണ്ടി ജീവിച്ചു മരിച്ച, തങ്ങൾക്ക് വിരൽ വെച്ചുകൊണ്ട് കിതാബ് പറഞ്ഞു കൊടുത്ത ആളുകൾ അയാൾക്കെതിരെ എന്തൊക്കെയാണ് തോന്നിവാസങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്കെല്ലാം അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. അബ്ദുൽ ജബ്ബാർ മൗലവി ലേഖനമെഴുതി അമ്പലക്കടവിൻ്റെ അതിഗംഭീര ചോദ്യങ്ങൾ എന്താണ്. അതിൽ വളരെ കൃത്യമായി കൊണ്ട് ഫൈസിക്ക് മറുപടി എഴുതി. ഈ മറുപടി എഴുതിയപ്പോൾ ഈ മറുപടിയിൽ ഒരു വാചകം പിടിച്ചുകൊണ്ട് സമസ്തക്കാർ വന്നു, പിന്നാര് വന്നു, മർക്കസ് ദഅവക്കാർ വന്നു, മടവൂർ വിഭാഗം വന്നു. അവർ പറഞ്ഞു, അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാണ്, ഇതാ മുജാഹിദുകൾ ശിർക്കിലേക്ക് പോയിരിക്കുന്നു, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ശിർക്കല്ലെന്ന് പറഞ്ഞിരിക്കുന്നു, ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ശിർക്കല്ലെന്ന് പറഞ്ഞിരിക്കുന്നു, ഇസ്ലാഹിലെ ലേഖനം ശിർക്കാണ്. ആരാ പറഞ്ഞത്? മർക്കസ് ദഅവക്കാർ. അന്ന് മുജാഹിദുകൾ KNM-ന്റെ വേദിയിൽ നിന്ന് ആർജവത്തോടുകൂടി മറുപടി കൊടുത്തു. എവിടെ ശിർക്ക്? കാണിക്ക് ശിർക്ക് 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 എന്ന് പറഞ്ഞാൽ പറ്റൂലല്ലോ. ആരാ മറുപടി കൊടുത്തത്? നമ്മളൊക്കെ സുഹൃത്തായ ബഹുമാനൻ അനസ് മൗലവി തന്നെ മറുപടി കൊടുത്ത്. ഇപ്പം മൂപ്പരെ ക്ലിപ്പിടുന്നത് ഭയങ്കര പേടിയാണ്. എന്തോന്നറിയില്ല. ഞമ്മക്കൊന്നിപ്പോൾ ആദർശങ്ങനെ ദിവസം മാറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഇല്ലല്ലോ. അള്ളാഹു അതിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇപ്പോൾ ഖബർക്ക് പോകുമ്പോഴും വിശുദ്ധക്കാർക്ക് ക്ലിപ്പ് എന്നൊക്കെയാണ് പറഞ്ഞത്. വല്ലാത്ത അവസ്ഥയാണ് സഹോദര. അത് നമ്മൾക്ക് സുഹൃത്താണ്. നിങ്ങളെ ക്ലിപ്പിടുന്നത് അത് നിങ്ങളെ പവർ കൊണ്ടോ അല്ലെ നിങ്ങളെ കാണിക്കാനോ അല്ല, നിങ്ങളെ മൂന്ന് കാണിക്കാനൊന്നുമല്ല. നിങ്ങൾ പ്രസംഗിച്ച വേദി അത് KNM-ന്റെ വേദിയിൽ നിന്നാണ് നിങ്ങൾ ആദർശം പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ വീട്ടിൽ നിന്നുകൊണ്ടുള്ള ആദർശമല്ല. നിങ്ങൾ പ്രസംഗിച്ചത് KNM-ന്റെ ഔദ്യോഗിക വേദിയിൽ നിന്ന് ഔദ്യോഗിക വക്താവായിക്കൊണ്ട് പ്രസംഗിച്ച് ആ ക്ലിപ്പാണ് ഞങ്ങൾ ഇടുന്നത്. അതല്ലാതെ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് നിക്കാഹുത്തി നടത്തിയതോ അതിൽ ഏതെങ്കിലും വീട്ടിലെ മറ്റു കാര്യങ്ങളല്ലല്ലോ. നിങ്ങൾ ഔദ്യോഗികമായി കൊണ്ട് സംസാരിച്ച ക്ലിപ്പാണ് ഇടുന്നത്. ഈ ഇസ്ലാഹ് പൊക്കി പിടിച്ചുകൊണ്ട് തന്നെ അതിൽ ശിർക്കില്ല എന്ന് KNM പറഞ്ഞിരിക്കുന്നു. അനസ് മൗലവി അല്ല പറഞ്ഞു, ശരിക്കും ശ്രദ്ധിച്ചോളി. അനസ് മൗലവി അല്ല പറഞ്ഞത്, KNM പറഞ്ഞിരിക്കുന്നു. എന്താ KNM പറയട്ടെ? എന്നാൽ എന്താണ് ആ വാദ്യം കൊണ്ട് ഉദ്ദേശിച്ചത്? ഇതേ ഇസ്ലാഹിൽ തന്നെ ഇവിടെ കുറെ പത്രാധിപ സമിതിയൊക്കെ വായിച്ചല്ലോ. അപ്പോൾ ആളുകൾക്ക് മനസ്സിലായി വിവരമുള്ളവരാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പോഴന്മാരല്ല, വിവരമുള്ളവരാണ്. ഹുസൈൻ സലഫി, ഡോക്ടർ സക്കരിയ സലഫി, അബ്ദുൽ ജബ്ബാർ മൗലവി, ഇങ്ങനെ എണ്ണി മൂപ്പര് വായിച്ചു എന്നാ. മൂപ്പര് ഇവരൊക്കെ ഉള്ള ടീമാണ്, ആ ഗണത്തിലാന്ന് വരുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ കേട്ടവർക്ക് മനസ്സിലായി അവരൊക്കെ മുജാഹിദുകൾ തന്നെയാണ് എന്ന് മനസ്സിലായി. എന്നാൽ ഇയാൾ ഇത് വെച്ചിട്ട് പറയുന്നത് 22 ക്യാരറ്റ് ശിർക്കാണ്, 22 ക്യാരറ്റ് ശിർക്കാണ് എന്നാ. മലക്കുകളെ വിളിച്ചിടാൻ ഇയാളിത് വെച്ചിട്ട് പറയുന്നത് 22 ക്യാരറ്റ് ശിർക്കാൻ. ആര്? അലിമദനി, കരിമ്പിലാക്കൽ. അവർക്ക് മറുപടിയാണ്. അപ്പൊ അലിമദനിയും കരിമ്പിലാക്കലും ഈ ലേഖനം വെച്ചിട്ട് പറയുന്നു 22 ക്യാരറ്റ് ശിർക്കാൻ. 22 ആണ്, 18 ക്യാരറ്റ് ഉള്ളൂ എന്നല്ല അനസ് മൗലവിന്റെ മറുപടി. 28 ക്യാരറ്റ് ഒന്നുമില്ല, അതൊരു 12 ക്യാരറ്റ് ശിർക്കുള്ളൂ എന്നാണ് മറുപടി. അല്ല, കേട്ടോളൂ. 22 ക്യാരറ്റ് ശിർക്കാണ് എന്നാ. മലക്കുകളെ വിളിച്ചിടാൻ പറഞ്ഞു അത്രേ. ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല.
ആ വാചകം കൊണ്ടങ്ങനെ ഗവേഷണം നടത്തേണ്ടതുമില്ല. അത് വിശദീകരിച്ചിട്ടുണ്ട്, അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ വിഷയം അത് വിശദീകരിക്കുന്നതിനപ്പുറം മടവൂരികളോട് നമുക്ക് ചോദിക്കാനുള്ളത്, ദാ ഇപ്പോഴും യുവത പ്രസിദ്ധീകരിക്കുന്ന ബുക്കായത്. നിങ്ങളുണ്ടല്ലോ 2007 ഏപ്രിൽ ഇസ്ലാഹ് എന്ന് പറഞ്ഞ് വായിക്കണ്ട. യുവത എഴുതിയത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി. പറ്റാത്ത ആളാണെങ്കിൽ പറയണം. പറ്റാത്ത ആളാണെങ്കിൽ പറയണം. ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി. കേട്ടോളൂ. അതുപോലെ മുമ്പൊരു കാര്യം പറഞ്ഞിട്ട്, അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള, വിജനപ്രദേശം വെച്ചാൽ ആളില്ലാത്ത പ്രദേശത്തുണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവതല്ല. ഒന്നുകൂടി കേട്ടോ, എഴുതി വെച്ചോ, പഠിച്ചോ. 2007 ഏപ്രിൽ മാസത്തെ ഇസ്ലാഹ് വായിച്ചില്ലേ? തത്തുല്യമായ വാചകമാണ് പറയുന്നത്. എന്താ പറയുന്നത്? വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. എത്ര ക്യാരറ്റായത്? എത്ര ക്യാരറ്റ് ശിർക്കാ? ഇസ്ലാമിൽ എഴുതുമ്പോൾ 22 ക്യാരറ്റ് കൂടും, മടവൂരി എഴുതിയ ക്യാരറ്റ് കുറയും. അതെങ്ങനെയാണ്? കാര്യം ക്യാരറ്റ് ഇല്ല ഇതിന്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഞാൻ ചോദിക്കുന്നു, അനസ് മൗലവി ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ചുകൊണ്ട് നടന്ന മുഖാമുഖത്തിൽ പറഞ്ഞു ഇത് തൗഹീദുൽ ഉലൂഹിയത്തിലെ ശിർക്കാണ്. ഞാൻ അവിടേക്ക് വരുന്നുണ്ട്. തൗഹീദുൽ ഉലൂഹിയത്തിലെ ശിർക്കാണ്. പക്ഷെ അന്ന് തന്നെ തൗഹീദുൽ ഉലൂഹിയത്തിലെ 22 ക്യാരറ്റ് ശിർക്കാണെന്ന് മടവൂരികൾ പറഞ്ഞിരുന്നു, മർക്കസ് ദാവക്കാർ പറഞ്ഞിരുന്നു. അന്ന് അനസ് മൗലവി ഈ ഇസ്ലാഹിൽ ലേഖനം വരുന്നതിൻ്റെയും എത്രയോ മുമ്പ് ബഹുമാനനായ ചെറിയ മുണ്ടം മുജാഹിദ് പ്രസ്ഥാനത്തിന് നിലപാടായിക്കൊണ്ട് കൊടുത്ത ഈ പുസ്തകത്തിലും അതുപോലെയുണ്ട്. അതുകൊണ്ട് ഇതും ശിർക്കല്ല അതും ശിർക്കല്ല എന്നാ പറഞ്ഞു. രണ്ടും ശിർക്കാന്നല്ല, ഇത് ശിർക്കല്ലെങ്കിൽ അത് ശിർക്കല്ല. രണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്നുകൊണ്ട് ഈ അനസ് മൗലവി സംസാരിക്കുന്ന ആ ഒറ്റ മിനിറ്റ് അതിന് വേദികളൊന്നും കാണണം. ഞാൻ പറഞ്ഞ അനസ് മൗലവിന്റെ ക്ലിപ്പുണ്ട് ഇതിനാ, ഒന്നുകൂടി ഒന്ന് പോസ് ചെയ്ത. അനസ് മൗലവി സംസാരിക്കുന്ന വേദികൾ നോക്കുക. അനസ് മൗലവി സംസാരിക്കുന്ന വേദി. എന്നാൽ എന്താണ് ആ വാദ്യം കൊണ്ട് ഉദ്ദേശിച്ചത്? കേട്ടോ, KNM എന്ന ബാക്കിലുള്ളത് എന്ത്? അനസ് മൗലവിന്റെ വീട്ടിലത്തെ സംസാരമുള്ളത് KNM. അപ്പൊ അനസ് മൗലവി അവിടെ പറയുന്ന ആദർശം അനസ് മൗലവിയുടെ ആദർശമല്ല, അത് KNMന്റെ ആദർശമാണ്. പിന്നെയോ ആദർശ സമ്മേളനം KNM ആദർശ സമ്മേളനമാണ്, തസ്കിയത്ത് സമ്മേളനമൊന്നുമല്ല, ആദർശ സമ്മേളനം. അപ്പൊ KNMന്റെ ആദർശം എന്താണ്? മടവൂരികൾ അന്ന് ശിർക്ക് പറഞ്ഞപ്പോൾ അത് ശിർക്കല്ല എന്നാണ് KNMന്റെ അന്നത്തെ ആദർശം. ശരി, അപ്പൊ പിന്നെ അത് മറ്റുള്ള ആളുകൾ വിവാദമാക്കിയപ്പോൾ എന്തുണ്ടായി? അതിനൊരു വിശദീകരണം ആവശ്യമാണെന്ന് വന്നു. കാരണം ഇത് ആളുകൾക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ വകുപ്പുള്ളൊരു വാചകമാണ്. ചില ആളുകൾ മനസ്സിലാക്കുകയും സമസ്തക്കാരും അതുപോലെ തന്നെ മർക്കസ് ദവക്കാരും അത് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിന് വിശദീകരണം വേണം. അങ്ങനെ വിശദീകരണം അൽ ഇസ്ലാഹ് മാസികയിൽ തന്നെ കൊടുത്തു. എന്താണ് അൽ ഇസ്ലാഹ് മാസികയിൽ 2008 ഏപ്രിൽ 2008 പിന്നെ അതിൽ തന്നെ വിശദീകരണം കൊടുത്തു. അപ്പോൾ കൊച്ചിയിൽ വെച്ചുകൊണ്ട് അനസ് മുസ്ലിയാർ വളരെ സുദീർഘമായി മുഖാമുഖം എന്ന് പറഞ്ഞാൽ ആകെ 4-5 ചോദ്യമുള്ളൂ, ഒരു ചോദ്യത്തിന് 1 മണിക്കൂർ മറുപടിയാണ്. ആ മറുപടിയിൽ അനസ് മുസ്ലിയാർ പറഞ്ഞു, ഈ വിശദീകരണം എഴുതി കൊടുത്തിട്ടും ഇസ്ലാഹ് പ്രസിദ്ധീകരിച്ചില്ല. ബഹുമാനനായ ഹുസൈൻ സലഫി ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് ഈ വിശദീകരണം ഇസ്ലാഹ് പ്രസിദ്ധീകരിച്ചത് കൊച്ചിന്ന്. എന്നാൽ ഇതേ ബഹുമാനനായ അനസ് മൗലവി ബഹ്റൈനിൽ ചെന്നുകൊണ്ട് അവിടുത്തെ ഔദ്യോഗികമായ വേദിയിൽ വെച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ബഹുമാന അനസ് മൗലവി, നിങ്ങളൊരു കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ പഴയതൊന്നും മറക്കാൻ പാടില്ല, മനസ്സിലായി? അത് നിങ്ങൾക്ക് വലിയൊരു പ്രശ്നമാണ്. പറഞ്ഞതൊക്കെ മറന്നു പോകാൻ പാടില്ല. മറന്നു കഴിഞ്ഞാൽ പക്ഷെ മുജാഹിദീങ്ങളൊന്നും അങ്ങനെ അൽഷിമേഴ്സ് രോഗം ബാധിച്ചതൊന്നുമല്ല. മുജാഹിദീങ്ങൾക്ക് അങ്ങനെ മറക്കാനൊന്നും കഴിയില്ല. നിങ്ങൾ അന്നൊരു സമസ്തയുടെ നേതാവ്
ഒരു സമസ്തയുടെ നേതാവ് വന്നിട്ട് ഇസ്ലാഹിൽ ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? 2007 ഏപ്രിൽ എഴുതിയ ലേഖനം വിശദീകരണം കൊടുക്കുന്നത് 2008 ജനുവരിയിലാണ്. എന്താണ് നിങ്ങൾക്ക് ശിർക്കാണെന്ന് മനസ്സിലാക്കാൻ ഏകദേശം അരക്കൊല്ലത്തിലേറെ വേണ്ടി വന്നോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് കൊച്ചിയിൽ കൊടുത്ത മറുപടി എന്താ അറിയോ? അത് ഞങ്ങൾ അന്ന് തന്നെ എഴുതി കൊടുത്തിരുന്നു, പക്ഷെ ഇസ്ലാഹിൽ കൊടുക്കാൻ വൈകി. അത് ഹുസൈൻ സലഫി ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് കൊടുത്തത്. അത് പച്ചക്കളവാണെന്ന് നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ പടച്ചോൻ പറയിപ്പിക്കാൻ. കേട്ടോളി. അത് ഞാൻ ചോദിക്കണത്, 2007 എഴുതിയിട്ട് 2008 തിരുത്തുക, അല്ലാതെ 2006 തിരുത്താൻ പറ്റുമോ? ഇതൊന്ന് എഴുതി കിട്ടണ്ടേ? ഇനി അങ്ങനെ തിരുത്തുകയാണെങ്കിലുള്ള അവസ്ഥയാണ്. തിരുത്തുകയാണെങ്കിലുള്ള അവസ്ഥ 2008 2007 എഴുതി 2008 2006 തിരുത്താൻ പറ്റും തിരുത്താണെങ്കിൽ. പക്ഷെ ഇത് തിരുത്തല്ല. ഇത് അവിടെ നിൽക്ക്. തിരുത്താൻ ആരാ പറഞ്ഞത്? ഇവിടെ ഒരു തിരുത്തും വന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ 2007 നിന്ന് കൊണ്ടുവന്ന ആ ഉദ്ധരണി അത് നിങ്ങളെപ്പോലുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങി. അതാണ് ചോദ്യത്തിൽ തന്നെ ഉണ്ട്. ചില കുബൂരി. അപ്പൊ നിങ്ങളെപ്പോലുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങി. ഏത് ഇസ്ലാഹിലെ ലേഖനം? അദ്ദേഹം സമസ്തക്കാരനുണ്ടോ? ഒരു ചോദ്യം ചോദിക്കാൻ, ചോദ്യം ഒഴിവാക്കിയാണ്. സമസ്തക്കാരൻ ചോദ്യം ചോദിക്കുമ്പോഴാണ് അനസ് മൗലവിന്റെ മറുപടി. അപ്പൊ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങി. ബഹുമാന അനസ് മൗലവി, ആ സമസ്തന്റെ പണി ഇപ്പാരെടുക്കണത്? നിങ്ങൾ തന്നെ. നിങ്ങളെ മറുപടി നിങ്ങൾക്ക് തന്നെ കേട്ടോളി. അതുപോലെ തന്നെ മടവൂരി ആളുകൾ ഈ വാചകത്തെ ദുർവ്യാഖ്യാനിച്ച് മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോ ഇത് ആദ്യം എഴുതണം, എന്നിട്ട് ഈ മാസിക പുറത്തിറങ്ങണം, എന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങണം. അങ്ങനെ തുടങ്ങുമ്പോൾ ഒരാൾക്ക് കത്തെഴുതാൻ തോന്നണം. കത്തെഴുതി കഴിയുമ്പോൾ മറുപടി പറയണം. അപ്പൊ അത്രയും സമയം എടുത്തു. ആ സമയം എത്ര? അത് 2008 ജനുവരിയാണ്. 2007 ഏപ്രിലാണ് ലേഖനം വന്നത്. അത് ചില ആളുകൾ വളച്ചൊടിക്കാൻ തുടങ്ങി, പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അത് ചോദ്യമായി വന്നപ്പോൾ തന്നെ 2008 ജനുവരിയിൽ മറുപടി പറയുകയും ചെയ്തു. ഇത്രയും വ്യക്തമായ ഒരു കാര്യം, ആ കാര്യം ഇനിയും റഷീദ് കബീരിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? അള്ളാഹു മനുഷ്യന് ബുദ്ധി നൽകിയത് എന്തിനാ? ബോധം നൽകിയത് എന്തിനാ? അല്ല നൽകിയതല്ലേ ഇത്? അദ്ദേഹം ഇവിടെ വന്ന് വാദിച്ചു തുടങ്ങിയത് സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമുണ്ട് എന്നാണ്. ഇപ്പൊ ബഹുമാന്യനായ അനസ് മൗലവി സമസ്തക്കാരൻ ചോദിക്കാണ്, ഈ 2007 എഴുതിയ ലേഖനം 2008 അല്ലാതെ 2006 തിരുത്താൻ പറ്റുമോ? ആ സഹോദരന്റെ ചോദ്യം എന്താ? നിങ്ങളിപ്പോൾ അത് തിരുത്തി. അപ്പൊ അനസ് മൗലവി പറഞ്ഞത് തിരുത്തല്ല, അത് തിരുത്തേണ്ട ആവശ്യമില്ല. അപ്പൊ ജബ്ബാർ മൗലവി എഴുതിയതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തണ്ടേ? പക്ഷെ അത് തെറ്റില്ലാത്തത് കൊണ്ട് തിരുത്തല്ല, വിശദീകരണമാണ് കൊടുത്തത്. നിങ്ങൾ കൊച്ചിയിൽ പറഞ്ഞത് എന്താണ്? അത് തിരുത്താൻ വേണ്ടി പോയി എന്നാണ്. മാത്രവുമല്ല, ആ തിരുത്ത് കൊടുത്തപ്പോൾ അത് ഇസ്ലാഹിന്റെ പത്രാധിപർ അത് വൈകിപ്പിച്ചു. പിന്നീട് കൃത്രിമമായി പേരുണ്ടാക്കി ഒരു ചോദ്യം നിങ്ങൾ തന്നെ എഴുതിയുണ്ടാക്കി, നിങ്ങൾ തന്നെ അതിന് മറുപടി എഴുതി. നിങ്ങൾ മുമ്പ് പറഞ്ഞത് എന്താ? അത് 2000 പ്രസിദ്ധീകരിക്കണം, അത് ആളുകളിലേക്ക് എത്തണം, എന്നിട്ട് ചർച്ചയാവണം, അത് ചോദ്യമായി വരണം, എന്നിട്ട് മറുപടിയായി വരണം. ഇത്ര സമയം വേണ്ടേ എന്നാണ്. നിങ്ങൾ മുമ്പ് പറഞ്ഞതൊക്കെ മറന്നു പോകരുത് അനസ് മൗലവി. അതുകൊണ്ട് ഈ ലേഖനത്തിൽ ശിർക്കില്ല എന്ന് KNM ഔദ്യോഗികമായി കൊണ്ട് പറഞ്ഞിരുന്നു. ഞങ്ങൾ വീണ്ടും പറയുന്നു, ഈ കൊപ്രക്കടത്ത് വെച്ചുകൊണ്ടും അതുപോലെ തന്നെ എവിടെ ഞങ്ങൾ കോഴിക്കോട് ചോദിച്ചിട്ടുണ്ട്, എവിടെ ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ബഹുമാന്യരായ KNM-ന്റെ പ്രവർത്തകന്മാർ, അവർ നമ്മുടെ സഹോദരന്മാരാണ്. ഒരു കാലഘട്ടത്തിൽ തോളോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന തൗഹീദി ആദർശത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നവരാണ്. നമ്മളൊക്കെ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് തെറ്റിദ്ധരിച്ചവരാണ് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില പുരോഹിതന്മാർ വാഴ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാധാരണക്കാരെ കുറ്റം പറയില്ല. ഇത് രൂപത്തിലുള്ള ആളുകൾ, വാക്കുകൾ മാറ്റി പറയുന്ന ആളുകൾ, അവരാണ് അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ ചോദിക്കുന്നു, ബഹുമാനായ KNM-കാരെ നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിച്ചോ? ബഹുമാനന അനസ് മൗലവി ഈ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞത് ഈ ഇസ്ലാഹിലെ ലേഖനം തൗഹീദുൽ ഉലൂഹിയത്തിലെ ശിർക്കാണ് എന്ന് പറഞ്ഞാൽ പടച്ചറബല്ലാത്ത ഇലാഹുണ്ട് എന്ന്, ജിന്ന് ഇലാഹാണെന്ന് മഹാനായ ജബ്ബാർ മൗലവി എഴുതിയിരിക്കുന്നു ഇസ്ലാഹിൽ എന്നാണ് ഈ കൊച്ചിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നു, ജിന്ന് ഇലാഹാണെന്ന്, അള്ളാഹു അല്ലാത്ത ഇലാഹുണ്ടെന്നും ആ ഇലാഹിനെ വിളിച്ച് സഹായം ചോദിച്ചാൽ അത് പ്രാർത്ഥനയിൽ നിന്നും ശിർക്കില്ലെന്നും ജബ്ബാർ മൗലവി 2007 എഴുതിയിട്ട് നിങ്ങൾ കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി
KNMന്റെ ഔദ്യോഗിക വാരികകളിൽ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ലേഖനം എഴുതാൻ അവസരം കൊടുത്തു. അദ്ദേഹത്തെ എത്രയോ മുഖാമുഖങ്ങൾ പങ്കെടുപ്പിച്ചു, അദ്ദേഹത്തെ എത്രയോ വാദപ്രതിവാദങ്ങൾ പങ്കെടുപ്പിച്ചു. തൗഹീദിൽ ഉലൂഹിയത്തിൽ ശിർക്ക് സംഭവിച്ച ഒരു മൗലവിയെ നിങ്ങൾ എന്തുകൊണ്ട് തിരുത്തിയില്ല? ഈ ഇസ്ലാഹിലെ ലേഖനം 2011 5/6/11 വരേക്കും ശിർക്കാണെന്ന് ഔദ്യോഗികമായി കൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും എഴുതുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടോ? ഇത് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറയണ്ട, നിങ്ങൾ ചിന്തിച്ചോളി. തൗഹീദുൽ ഉലൂഹിയത്തിലെ ശിർക്കാണ് അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയതെങ്കിൽ ഈ 5/6/11 വരെ, ഈ 2007 ഏപ്രിൽ മുതൽ 5/6/11 വരെ ഇത് തൗഹീദുൽ ഉലൂഹിയത്തിൽ ശിർക്കല്ല എന്ന് പറയുകയും 2011 5/6/11 അത് ശിർക്കാണെന്ന് പറയുകയും ചെയ്തു. എന്തുകൊണ്ട്? ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജീവനാണ് തൗഹീദ്. അത് തൗഹീദുൽ ഉലൂഹിയത്ത്. ആ ഉലൂഹിയത്തിൽ പച്ചയായിക്കൊണ്ട് ശിർക്ക് സംഭവിച്ചിട്ട് അത് തിരിച്ചറിയാൻ KNM എന്ന മഹാപ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർക്കും KJവിന് സാധിച്ചില്ലെന്ന് പറഞ്ഞാൽ അത് പിരിച്ചുവിട്ട് വേറെ വല്ല പണിക്കും പോയിക്കൂടെ? തൗഹീദുൽ ഉലൂഹിയത്ത് ശിർക്ക് വന്നിട്ട് തിരിച്ചറിയാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോഴാ തിരിച്ചറിഞ്ഞറിഞ്ഞോ? 5/6/11 അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. 5/6/11 മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ്. നിങ്ങൾ ശരിക്കും ഡേറ്റ് മനസ്സിലാക്കി വെച്ചോളൂ. 5 കൂട്ടിയ 11. ഞാൻ എപ്പോഴും പറയില്ല, അതാ 5/6/11. ഇതൊരു മുജാഹിദിന് മറക്കാൻ കഴിയാത്ത തീയതിയാണ്. ഈ പാവപ്പെട്ട മുജാഹിദുകളുടെ പേരിൽ, തൗഹീദിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന മുജാഹിദുകളുടെ പേരിൽ ശിർക്കാരോപണം തുടങ്ങുന്ന ഒന്നാമത്തെ തീയതിയാണ് 5/6/11. അബ്ദുറഹ്മാൻ സലഫി എന്ന കുതന്ത്രക്കാരൻ വിളിച്ച മീറ്റിംഗ് ആയിരുന്നത്. അതിൽ അനസ് മൗലവി പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹനീഫ് കായക്കൊടി പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് KNMന്റെ ഉള്ളിൽ മടവൂർ ആശയവുമായി കൊണ്ടു നടക്കുന്ന ചില ആളുകളാണ് മീറ്റിങ്ങിൽ പങ്കെടുത്തത്. അന്ന് ISMന്റെ സെക്രട്ടേറിയറ്റ് CD ടവറിലുണ്ട്. സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് നബീൽ അണ്ടത്താണി മതബോധത്തിന് അവരൊക്കെ ലിസ്റ്റിൽ ഇറങ്ങുമ്പോൾ കേരളത്തിൻ്റെ കുറച്ച് ഭാഗത്തു നിന്ന് കുറച്ച് ആൾക്കാർ ലിഫ്റ്റിക്ക് മുകൾക്ക് കയറുന്നുണ്ട്. എവിടേക്കാണ്? കുറച്ച് ജിന്നുകളെ പുറത്താക്കാണ്ട്. കുറച്ച് ജിന്നുകളെ പുറത്താക്കാനുണ്ട്. നിഷേധിക്കൂ നിങ്ങൾ. അപ്പൊ ജിന്നുകളെ പുറത്താക്കാണ്ട് അവനെന്താ വഴി? ഇത് ശിർക്കാന്ന് പറയാം. ഇത് ശിർക്കാന്ന് പറഞ്ഞാൽ തൗഹീദുള്ള ആളുകൾ പറയും ശിർക്കല്ല. അപ്പൊ ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കല്ല നിങ്ങൾ പറഞ്ഞില്ലേ, ഔട്ട്. ഇതാണ് കുതന്ത്രം. മനസ്സിലായില്ലേ? 5/6/11 അബ്ദുറഹ്മാൻ സലഫി എന്ന് പറയുന്ന ഇന്ന് KNMന്റെ പരിസരത്തൊക്കെ ഉള്ള ആള്, ഒരു പുള്ളി കയറിക്കണോ എനിക്കറിയില്ല. ഏതായാലും ജാമ്യ നദിവെന്നും അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന് CD ടവറിന്നൊക്കെ ഔദ്യോഗികമായിട്ട് ഒരു പുറത്താക്കി. ഇപ്പോഴത്തെ ഇലക്ഷനിൽ എവിടെ കയറിയൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ അത് ക്ലിപ്പിടെ നിൽക്കണ്ട. ഏതായിരുന്നാലും അദ്ദേഹം വിളിച്ച ക്ലിപ്പ്, അദ്ദേഹം ആ മീറ്റിങ്ങിൽ സംസാരിക്കുന്ന സംസാരം ചെറിയ ഭാഗം നിങ്ങൾ കേട്ടോ. അദ്ദേഹം പറയാം, ജിന്നിനോട് സഹായം തേടുക എന്നുള്ളത് അവനല്ല. ഇത് സൂക്ഷ്മമായിട്ട് ഞാൻ പറയുന്നത്, ഒരു ജിന്നിന്റെ കഴിവുപെട്ട ഒരു കാര്യം ജിന്ന് ചെയ്യുന്നതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ അവരേക്ക് ഇങ്ങനെ പോയി എന്നിട്ട് ആ കഴിവിൽപ്പെട്ട കാര്യം ജിന്ന് ചെയ്യുകയാണെങ്കിലോ എന്നിങ്ങനെ പറഞ്ഞു പോയി അതിന്റെ വാചകങ്ങൾ ഓരോന്നോടും എടുത്തു നോക്കിയാൽ കുറച്ചൊക്കെ ഒരു പിടിച്ചിരിക്കാൻ പറ്റുന്ന നിലക്ക് ഒരു എഴുതിയതിൽ കാണാം. ഓരോ നമ്മൾ ആവശ്യമില്ലാത്തവർക്ക് നമ്മൾ പോകണ്ട. ഞാൻ ആ ലേഖനങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയിട്ടുണ്ട്. മനുഷ്യന്റെ കഴിവ്, ജിന്നിന്റെ കഴിവ്, ഒരു ആനക്ക് ആണിന്റെ കഴിവ്. ആന നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആണിന്റെ കഴിവിന്, മനുഷ്യന്റെ കഴിവിനല്ല. പക്ഷെ ഇന്നും ആന തമ്മിലുള്ള വ്യത്യാസം. ആന നമ്മൾ കാണും, മലപ്പടിക്ക് ആന പറ്റും. അതുകൊണ്ട് ആന ഉപയോഗിച്ചിട്ട് നമ്മൾ മലപ്പടിക്കുന്നുണ്ട്. ജിന്നിനെ നമ്മൾ കാണാത്ത ഈ സാധനത്തിന്റെ കഴിവും പറഞ്ഞുകൊണ്ട് ആ കഴിവ് പറ്റുമ്പോൾ സാഹചര്യം ഇത്ര വലിയ ബുദ്ധിമുട്ട് പോകാറില്ല. എന്നാലും അതിനപ്പുറം ഈ സഹായം ചോദിക്കൽ തൊട്ട് ചെന്നെത്തിക്കുന്നത് അവസാനം ശ്രദ്ധിക്കാം. ഒരു മുവഹിദ് അതിനപ്പുറം ഈ സഹായം ചോദിക്കൽ തൊട്ട് ചെന്നെത്തിക്കുന്നത് അവസാനം ശ്രദ്ധിക്കാം. അപ്പൊ എന്താ പറഞ്ഞ്? സഹായം ചോദിക്കുന്നത് ഒറ്റയ്ക്ക് ശിർക്കാൻ നന്ന് പറഞ്ഞില്ല. സഹായം ജിന്നിനോട് ഒരാൾ സഹായം ചോദിക്കുമ്പോൾ അവസാനം കൊണ്ടെത്തിക്കൽ ശിർക്കാണ്. എന്നെ വസീലത്ത് ശിർക്ക് എന്ന് പറഞ്ഞത്
അപ്പൊ അവസാനം കൊണ്ടെത്തിക്കൽ ശിർക്കിലേക്കാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? ജിന്നിനോട് സഹായം ചോദിക്കുക ശിർക്കാന്ന് പറയാ, ഈ ലേഖനം ശിർക്കാന്ന് പറയാ, അന്ന് തീരുമാനിച്ചതാണ് ശിർക്കാന്ന് പറയാൻ. അപ്പൊ പിന്നെ ശിർക്കാന്ന് പറയണമെങ്കിൽ എന്ത് വേണം? എന്താ ജബ്ബാർ മൗലവി എഴുതിയത്? പിന്നെ ഈ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാമെന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമെന്ന് വെളിച്ചം തരാമെന്ന് ആവശ്യപ്പെട്ടാൽ അത് അബൗദികമോ കാര്യകാരബന്ധത്തിന് അപ്പുറമുള്ളതോ സൃഷ്ടികളുടെ കൈവിൽ പെടാത്തതോ തേടുകയില്ല. 3 കാര്യമില്ല. ഒന്ന് അബൗദികമല്ല, ജിന്നിൻ്റെ കഴിവ്, ജിന്ന് അബൗദികമല്ല, കാര്യകാര്യത്തിന് പുറത്തല്ല, ചോദിക്കുന്ന കാര്യം സൃഷ്ടിയുടെ കഴിവിന് പുറത്തുമല്ല, അതുകൊണ്ട് ശിർക്കല്ല. അപ്പം ഇനി ഇത് ശിർക്കാക്കണമെങ്കിൽ എന്താ വേണ്ടതെന്നറിയോ? ജിന്ന് അബോധിക എന്ന് പറയണം, ജിന്ന് കാര്യകാരബന്ധത്തിന് പുറത്താന്ന് പറയണം, ഇനി മനുഷ്യ കഴിവിന് അപ്പുറമുള്ള ചോദിച്ചാൽ ശിർക്കാന്ന് പറയണം. ഇതൊക്കെ പണ്ട് മടവൂരികളോട് പറഞ്ഞതാണ്. അപ്പൊ ഇനി ഈ 3 കാര്യങ്ങളും മാറ്റി പറഞ്ഞാലേ ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാന്ന് വരുള്ളൂ. നിങ്ങൾ ശരിക്കും വിഷയം മനസ്സിലാക്കണം. ഇതൊന്നും ഒരു പ്രസ്ഥാനത്തോടെ തർക്കിക്കാൻ വേണ്ടി പറയില്ല. ഇപ്പൊ എന്താ ജബ്ബാർ മൗലവി പറഞ്ഞത്? അബോധികമല്ല, കാര്യകാരബന്ധത്തിന് പുറത്തല്ല, സൃഷ്ടികളുടെ കയ്യിൽ പെടാത്തതല്ല. ഈ 3 അല്ലാത്തത് കൊണ്ട് ശിർക്കല്ല. അപ്പം ശിർക്കാക്കണമെങ്കിൽ എന്ത് വേണം? അബൗദികമാണെന്ന് പറയണം. അതാ വരുന്നു ലേഖനം വിചിന്തനത്തിൽ, ജിന്ന് അബോധികം തന്നെ. പണ്ട് അബ്ദുസ്സലാം സലീം പറഞ്ഞില്ലേ, ജിന്ന് അബോധികം തന്നെ. 1ാമത്തെ ഘട്ടം അതായത് ശബാബിൽ. പിന്നെ വിചിന്തനത്തിൽ ലേഖനം വന്നു, ജിന്ന് അബോധികം തന്നെ. എന്നാൽ ജിന്ന് അബോധികമായത് 2005-6-11 5-6-11 KNM-ന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ജിന്നുകൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. 5-4-6-11 അതേ ജിന്നാണ് 5-6-11 ജിന്ന് അല്ലേ? 4-6-11 ജിന്ന് തന്നെയാണ് 5-6-11 ജിന്ന്. ജിന്നിന് രൂപമാറ്റം സംഭവിച്ചിട്ടില്ലല്ലോ, ഇല്ല. പിന്നെ ആർക്കാ രൂപമാറ്റം സംഭവിച്ചത്? KNM-നാണ്. അതിന് ജിന്നുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓൾക്ക് ഇടയ്ക്കിങ്ങനെ ഈ ഭൗതികത്തിൽ നിന്ന് അബോധികം, ഒരു അദ്രമ സൽഫി വിചാരിക്കുമ്പം ഭൗതികത്തേക്ക് വരിക, അദ്രമ സൽഫി വിചാരിക്കുമ്പോൾ അബോധികത്ത് പുറത്തു പോവുക. അങ്ങനത്തെ ഒരു ജിന്നൊന്നും ലോകത്തില്ലല്ലോ. അദ്രമ സൽഫിൻ്റെ കളിക്കൊടുക്കൊന്നുമില്ലല്ലോ ജിന്നെന്ന് പറഞ്ഞാൽ. അപ്പം 5-6-11 ജിന്ന് അപ്പുറത്തേക്ക് പോയി. എവിടേക്ക് പോയി? അബോധികത്തേക്ക് പോയി. എന്നാൽ 5-6-11 മുജാഹിദ് വേദിയിൽ നിന്നുള്ള ശബ്ദം തരുന്നു ജിന്ന് ഭൗതികോ കേട്ടോ. നമ്മുടെ ബഹുമാനൻ അനസ് മൗലവി തന്നെ പറയട്ടെ, ഒയ്ബിയായതിനൊക്കെ സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യമല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാര ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. അപ്പൊ ജിന്നിൻ ആരെയും സഹായിക്കുന്നുണ്ടെങ്കിൽ അത് കാര്യകാരണ ബന്ധത്തിന് പുറത്തല്ല. 1, ജിന്ന് കാര്യകാര ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഒയ്ബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അപ്പൊ ജിന്ന് സഹായിക്കുന്നുണ്ടോ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ഗൈബിയായതല്ല. കൊച്ചി മുഖാമുഖത്തിൽ പറഞ്ഞത് അത് ഗൈബിയാണ്. 3ാമത്തെ ഭൗതികമായ പ്രവർത്തനങ്ങളാൽ. അതിന് തെളിവാണ് 3 പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ, അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക് എന്താ സാഹിബ്, ആരെങ്കിലും ചപ്ലാച്ചി ചപ്പണമെങ്കിൽ അത് കയറി നിങ്ങൾ ചപ്പാതിക്കണം എന്തിനാ? എന്തെങ്കിലും സ്വന്തമായിട്ട് വായിച്ചു പഠിക്കണ്ടേ? ആരെങ്കിലും കൊണ്ടുനടക്കണ കണ്ടപ്പോ കൊള്ളാലോ അത്, നമുക്കും പറ്റില്ല, നമുക്ക് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഇൻഷാല്ല കുറച്ച് സമയത്തിന് ശേഷം ഇയാൾ തന്നെ പറയുന്നുണ്ട് പെട്ടത് അല്ലേ. ചാത്തൻ പോത്തൻ കുറിഞ്ചാത്തന്മാർ തെക്ക് വടക്കോട്ടോടുകയാണ് എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് കുറെ ചാത്തന്മാരും പോത്തന്മാരും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആ ചളിഞ്ഞതും കൊണ്ട് ഓടി നോക്കി. എന്നിട്ട് ഒന്നും സംഭവിച്ചോ? വല്ലതും സംഭവിച്ചോ? കേരളത്തിൽ വല്ലതും സംഭവിച്ചോ? കുറെ ചാത്തന്മാർ റോഡിലൂടെ ഓടി എന്നല്ലാതെ. അതുകൊണ്ട് ആരെങ്കിലും ചപ്പി തുപ്പിയത് അത് വാരി അണ്ണാക്കിലിടാൻ ശ്രമിക്കരുതേ പൈസി എന്നാണ് ഈ സമയത്ത് വളരെ സ്നേഹത്തോടെ ഉപദേശിക്കാനുള്ളത്. അതിന്റെ ബാനർ വെക്കാം. 7ാം മുജാഹിദ് സംസ്ഥാന സമ്മേളനം. അനസ് മൗലവി വീട്ടിൽ നിന്ന് പ്രസംഗിച്ചതല്ല. മാനവ മോചനത്തിന് സൃഷ്ടാവിന്റെ സന്ദേശം എന്ന് പറയുന്ന ആ സൃഷ്ടാവിന്റെ സന്ദേശത്തിൽപ്പെട്ടതാണെന്ത്? ഇസ്ലാഹി പ്രസ്ഥാനം 3 പുസ്തകം രചിച്ചു. എന്ത്? ജിന്ന് കാര്യകാരമതിന് പുറത്തല്ല, അബോധികമല്ല, ഗൈബല്ല. അതുകൊണ്ട് ജബ്ബാർ മൗലവി എഴുതി ശിർക്കല്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇനി ശിർക്കാകണമെങ്കിൽ ജിന്ന് ഗൈബാകണം, അബോധികമാകണം, അതുപോലെ തന്നെ കാര്യകാരമതിന് പുറത്താകണം. അപ്പൊ ഇനി മനുഷ്യ കൈവ് സൃഷ്ടി കൈവോ? അപ്പൊ നമ്മൾ മനുഷ്യ കൈവ് എന്നുള്ളത്, സൃഷ്ടി കൈവ് എന്നുള്ളത് മനുഷ്യ കൈവ് നാക്കണം.
അപ്പോൾ തൗഹീദിൻ്റെ നിർവചനത്തിൽ മാറ്റം വരുത്തിയിട്ട് മടവൂരികൾ പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ കഴിവാണ്. മനുഷ്യ കഴിവിൻ്റെ അപ്പുറത്തുള്ള ചോദിച്ചാൽ ശിർക്കാണ്. മനുഷ്യരില്ലാത്ത ഏത് പിന്നെ ചോദിച്ചാലും ശിർക്കാണ്. സൃഷ്ടികളുടെ കഴിവ് എന്നുള്ളതൊക്കെ പിന്നെ വിഷ്ണുക്കാരുണ്ടാക്കിയതാണ് എന്ന് പുതിയ കണ്ടെത്തൽ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക സഹോദരന്മാർ, ഇത് പച്ചയായ അട്ടിമറി, 5, 6, 11 അട്ടിമറി. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമല്ലേ. പിന്നെ അപ്പം ഇനി അനസ് മൗലവി പറഞ്ഞു ജിന്ന് അബൗദികമല്ല, ഗൈബല്ല, അതുപോലെ തന്നെ കാര്യകാരബന്ധത്തിന് പുറത്തല്ല. അത് അനസ് മൗലവി അല്ല, KNM പറഞ്ഞു. അനസ് മൗലവി അല്ല, KNM പറഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ എന്താ ഉള്ളത്? മനുഷ്യ കഴിവ്, സൃഷ്ടി കഴിവ്. അപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരു മൂലവുണ്ട്, അയാളുടെ സംസാരങ്ങൾ കേട്ടോളി. വിശുദ്ധത്തിൻ്റെ ആൾക്കാർ ഈ കാര്യകാരണ ബന്ധങ്ങളെ സൃഷ്ടിയുടെ കാര്യകാരണ ബന്ധം എന്നാക്കിയിട്ട് നമ്മുടെ മുമ്പുള്ള പണ്ഡിതന്മാരെ പാവങ്ങൾ നേരെ വാ ഇങ്ങനെ ജിന്നുവാദം വരുന്നൊന്നും അവർക്കറിയില്ല. അവർ മനുഷ്യൻ്റെ കാര്യകാരണം എന്നതിന് പകരം ആരെങ്കിലും പണ്ഡിതന്മാർ സൃഷ്ടിയുടെ എന്ന് എഴുതി പോയിട്ടുണ്ടാവാം, പറഞ്ഞു പോയിട്ടുണ്ടാവാം. ഖുറാഫികൾ കാണിക്കാറില്ലേ അൽ മുർഷിദിൽ നബിദിനെ ആഘോഷിക്കണം മുജാഹിദ് നേതാവ് പറഞ്ഞു എന്ന്. ഞെട്ടേണ്ട കാര്യമില്ല. അൽ മുർഷിദിലുണ്ടാവും, പഴയ അൽമനാറിലും വന്നിട്ടുണ്ടാവും. ഞെട്ടണെന്തിന്? അവരൊക്കെ മുസ്ലിയാക്കന്മാരല്ലായിരുന്നു. അനസ് മൗലവി മുസ്ലിയാരല്ലായിരുന്നു. അനസ് മുസ്ലിയാരെ പോലെ തന്നെ ഒരു മുസ്ലിയാരായിരുന്നു ആര്? KM മൗലവി, വക്കം മൗലവി ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ സൃഷ്ടികളുടെ കഴിവെന്നൊക്കെ എഴുതി പോയിട്ടുണ്ടാവും. എന്താണ് ഇവർക്കൊക്കെ എന്ത് മുജാഹിദ് പാരമ്പര്യം? എന്നിട്ട് ഇവരാണല്ലോ മുജാഹിദ് പാരമ്പര്യം. അല്ലയോ മൗലവി സാഹിബേ, നിങ്ങളെ CD ടവർന്ന് പ്രസിദ്ധീകരിക്കുന്നതല്ലേ അമാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷ അല്ലേ? അത് വിറ്റിട്ടല്ലേ KNM കാര്യമായിട്ട് കാശുണ്ടാക്കണത്? ആ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ തഫ്സീർ എടുത്ത് വായിച്ചു നോക്കും മൗലവി. അതിലുണ്ട് സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളതാണ്, അതാണ് ഇബാദത്ത്, അതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞത് അമാനി മൗലവി എഴുതി വെച്ചിട്ടുണ്ട്. അമാനി മൗലവി മുസ്ലിയാരാണോ? അവകൾ ഒരു മുസ്ലിയാരെ പരിഭാഷ ഇപ്പോൾ വിറ്റ് കാശാക്കണ് തന്നെ. ഇനിയോ എൻ്റെ കയ്യിലുള്ളത് KM മൗലവിയുടെ ഫത്വകൾ. KM മൗലവിയുടെ ഫത്വകൾ. ഇത് KM മൗലവി മുസ്ലിയാരായ കാലത്തല്ല, കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരിക്കുന്ന അതിന്റെ അമരത്തിരിക്കുന്ന കാലഘട്ടത്തിലാണ് മൗലവി എഴുതിയത്. നിങ്ങളുടെ തൗഹീദ് പൊളിഞ്ഞിട്ടുണ്ടെങ്കിലേ അതിന് KM മൗലവിനെ മുസ്ലിയാരാക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ മുസ്ലിയാരായിട്ടുണ്ടാവും, KM മൗലവി മുസ്ലിയാരല്ല. ഈ മുജാഹിദുകളുടെ ആദർശ പ്രസ്ഥാനത്തിന്റെ തൗഹീദുള്ളവരുടെ ഉജ്ജ്വലനായ നേതാവാണ് KM മൗലവി. ഇന്നും അന്നും എന്നും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ തൗഹീദ് മാറിയപ്പോൾ നിങ്ങൾക്ക് KM മൗലവിനെ പറ്റില്ല. മുസ്ലിയാരല്ലയോ? അനസ് മൗലവി മുസ്ലിയാരല്ലയോ? അനസ് മൗലവി മുസ്ലിയാരായിരിക്കും. ചിലപ്പോൾ ഇനിയും മുസ്ലിയാരത്തിൽ ചിലപ്പോൾ തിരിച്ചു പോയിക്കൂടായൊന്നില്ല ഈ വാദങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത് നിങ്ങൾ KM മൗലവിന് കുറ്റം പറയരുത്. KM മൗലവി വളരെ ശക്തമായി എഴുതിയിട്ടുണ്ട്. KM മൗലവിയുടെ ഫത്വകൾ ഇതിൻ്റെ 130ാമത്തെ പേജിൽ വളരെ കൃത്യമായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. ഔലിയ അതിനെ വിളിച്ചു തേടൽ. ഇതെന്ന് എഴുതിയതാരോ? ഇത് കൃത്യമായിക്കൊണ്ട് കാണാം. അൽ മുർഷിദ് 935 അൽ മുർഷിദിൽ ഉണ്ടാവും. ഞെട്ടണ്ടെന്ന് പറഞ്ഞ് അൽ മുർഷിദിലുള്ള മുജാഹിദുകൾ ഞെട്ടില്ല. നിങ്ങൾക്ക് ഞെട്ടേണ്ടി വരും, കാരണം നിങ്ങളുടെ തൗഹീദ് പോയില്ലേ. അൽ മുർഷിദിലുള്ളത് കണ്ടാൽ ഞങ്ങൾക്ക് ഞെട്ടേണ്ടി വരില്ല. നബിദിനാഘോഷത്തെ സംബന്ധിച്ച് കൃത്യമായി സമസ്തക്കാർക്ക് മുജാഹിദുകൾക്ക് മറുപടി കൊടുക്കാൻ കഴിയും. നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ മുണ്ടാതെ കുത്തിരുന്നോളി. മനസ്സിലായില്ലേ? മുണ്ടാതെ കുത്തിരുന്നോളി. മനസ്സിലായില്ലേ? അപ്പോ എന്താണ് ഔലിയാനെ വിളിച്ചു തേടാന്ന് പറഞ്ഞത്? ഇത് കൃത്യമായി കൊണ്ട് മഹാനായ KM മൗലവി പറയുന്നു, ഇவ்விதം കാര്യങ്ങൾക്ക് പുറമെയുള്ള വിഷയങ്ങളിൽ പാപങ്ങൾ പൊറുക്കുക, ചൊവ്വായ വഴിയിലേക്ക് ചേർത്ത് തരിക, മഴയിറക്കുക, ദീനങ്ങൾ ശിഫിയാക്കുക, ആപത്തുകളെയും ബലാകളെയും തട്ടിക്കളയുക, അവയെ നീക്കി രക്ഷപ്പെടുത്തുക, ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ച് സഹായിക്കുക, ആദിയായി അള്ളാഹുവിന് മാത്രം ശക്തിയുള്ള അവന്റെ ഖജനാകളിൽ മാത്രമുള്ള വിഷയങ്ങളിൽ സാധാരണ സൃഷ്ടികളുടെ കയ്യാൽ നടന്നു വരാറില്ലാത്ത വഴികളാൽ, സൃഷ്ടികളുടെ കയ്യാൽ നടന്നു വരാറാത്ത മനുഷ്യന്മാരുടെ കയ്യിലെല്ലാം സൃഷ്ടികളുടെ കയ്യാൽ നടന്നു വരാത്ത കാര്യങ്ങൾ, അതിനാണ് ഗൈബിയായ മറഞ്ഞ മാർഗങ്ങൾ കൂടി രക്ഷപ്പെടുത്താൻ അപേക്ഷിക്കുക. ഇவ்விதം ഇസ്തിഗാസ അള്ളാഹുവോടല്ലാതെ ചെയ്യാൻ പാടില്ല. അപ്പോൾ സൃഷ്ടികളുടെ കഴിവ് എന്നുള്ളത് KM മൗലവി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദാണ്. ഇനിയോ ഇനി ഇങ്ങനെ പറഞ്ഞു പോയി.
ജിന്നുകളോട് തേടാമെന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായി. ആ ക്ലിപ്പ് ഞാനിടില്ല. അനീഫ് കായക്കൊടി പറയാണ് ജിന്നുകളോട് തേടാമെന്നാണ് ഇവരുടെ വാദം. അതുപോലെ തന്നെ മൂവാറ്റുപുഴയിൽ വെച്ചുകൊണ്ട് യാ ഇബാദല്ലാഹ് അയ്നുനി എന്ന ഹദീസ് അത് പച്ചയായിക്കൊണ്ട് ശിർക്കാണെന്ന് പ്രഖ്യാപിച്ചു. അതോടുകൂടി എന്തായി, ഈ മർക്കസുകാരും അതേപോലെ തന്നെ KNMകാരും ഇപ്പോൾ ഏകദേശം ഒന്നായി. തൗഹീദ് നേരത്തെ സലാം പറഞ്ഞില്ലേ, എന്താ ഞാൻ പോകുന്നൂടെ എന്ന്. അങ്ങനെ പോരാൻ വേണ്ടി തീരുമാനിക്കുകയും ഐക്യം ഉണ്ടാകുകയും ചെയ്തു. ആ ഐക്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ആൾക്കാർ ജിന്നുകളെ പുറത്താക്കുന്ന. നേരത്തെ പറഞ്ഞല്ലോ, ഈ ജിന്നുകളെ ഐക്യത്തിന് തടസ്സം നിൽക്കും. കാരണം മടവൂരിസത്തിൻ്റെ ആശയം അത് മുജാഹിദ് പ്രസ്ഥാനത്തെ അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവരാദ്യം പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെന്തായി, നമുക്ക് ഐക്യപ്പെടാം. അങ്ങനെ ഐക്യപ്പെട്ടു. ഐക്യത്തെ പറ്റിയൊക്കെ വളരെ മഹത്വപ്പെടുത്തിയിട്ടാണ് നമ്മുടെ അനസുമിലേക്ക് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ നടന്ന ഐക്യം ഒരു കൊടും ചതിയായിരുന്നു. ആദർശ ഐക്യമുണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മൾ പറയുന്നു, ബഹുമാനരായ KNMന്റെ പ്രവർത്തകരെ, നിങ്ങളുടെ നേതൃത്വം വഞ്ചിച്ചിട്ടുണ്ട്, നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ട്. ആദർശ ഐക്യം നടന്നിട്ടില്ല. സംഘടന ഐക്യമാണ് നടന്നത്. എന്നിട്ട് ഇതിൽ അബ്ദുറഹ്മാൻ സലഫിയുടെ ലേഖനുണ്ട്, ആദർശ പെരുന്നാൾ എന്ന് പറഞ്ഞ ശബാബിൽ. ഇതാ എന്താണ്, ഒരുപാട് കാലം ആദർശം ചർച്ച ചെയ്തു, അതിനുശേഷം പിന്നീട് സംഘടന ചർച്ച ചെയ്തു. കുറച്ച് ദിവസം മാത്രമേ സംഘടന ഉണ്ടായിട്ടുള്ളൂ. ഐക്യ പെരുന്നാൾ എന്നൊക്കെ ശബാബിൽ ഒക്കെ ലേഖനം എഴുതിയിട്ടുണ്ട്. മാത്രമല്ല അത് കുറേ കാലം ഇരുണ്ട കാലമായിരുന്നു എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് കിടക്കണില്ല. യഥാർത്ഥത്തിൽ എന്താണ് ഐക്യത്തിൻ്റെ കരാർ? മടവൂർ വിഭാഗം പറയുന്നു KNM ശിർക്കിലാണ്. KNM പറയുന്നു മടവൂർ വിഭാഗം ഹദീസ് നിഷേധത്തിലാണ്. പ്രധാനമായിക്കൊണ്ടും സിഹിറായിരുന്നു വിഷയം. ആ സിഹിറിന് ഹഖീഖത്തുണ്ടെന്ന് അംഗീകരിച്ചാൽ ശിർക്കാണെന്ന് മടവൂർ വിഭാഗം പറഞ്ഞു. KNM പറയുന്നു സിഹിറിന് ഹഖീഖത്തുണ്ട്, അത് ശിർക്കല്ല. അപ്പൊ ശിർക്കും തൗഹീദും ഇങ്ങനെ ഐക്യപ്പെടുമോ? ശിർക്കും തൗഹീദും ഐക്യപ്പെടില്ല. അനസ് മൗലവി പറയുന്നുണ്ട്, ഒരുപാട് ചർച്ചകൾ നടന്നു. അവസാനം നേരത്തെ ഇവിടെ ക്ലിപ്പുകൾ കേട്ടല്ലോ, നമ്മൾ ചർച്ചകൾ നടത്തി തീരുമാനമെടുത്തു എന്നാ. എന്താ തീരുമാനം എന്നറിയോ? സിഹിറിന്റെ വിഷയം ഹഖീഖത്തുണ്ട്, തഅ്സീറുണ്ട്, അതുകൊണ്ട് KNMന്റെ വാദം ശരിയാണ് എന്ന് മർക്കസ് ദഅവക്കാർ അംഗീകരിച്ചു എന്നാണോ? അല്ല, അങ്ങനെ എല്ലാ മർക്കസ് ദഅവക്കാർ പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞത്? ഇതാ എൻ്റെ കയ്യിലുള്ളത് 26/10/2016 മലപ്പുറം MCT ട്രെയിനിങ് കോളേജിൽ ചേർന്ന ചർച്ചായോഗത്തിൽ പങ്കെടുത്തവർ ഐക്യത്തിൻ്റെ ചർച്ചയാണിത്. ഒന്ന് അസ്ഗർ അലി, അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ, അലിമദനി, KP സക്കരിയ, സലീം സുല്ലമി പുറത്ത് മടവൂർ വിഭാഗത്തിൽ, അപ്പുറത്ത് അബ്ദുറഹ്മാൻ സലഫി, നാസർ സുല്ലമി, ഹനീഫ് കായക്കൊടി, അബ്ദുസമദ് സുല്ലമി, ആദിൽ ലത്തീഫ്. ഇതിൽ ഹനീഫ് ഇയാളില്ലട്ടോ, അനസ് മൗലവില്ല. ജിന്ന് സിഹിർ വിഷയങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം നേരത്തെ ചർച്ചകൾ നടത്തുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. വ്യക്തമായ നസ് ഇല്ലാത്ത ഗവേഷണാത്മകമായ വിഷയങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാമെങ്കിലും പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതും സാധാരണക്കാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതുമായ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും എഴുതിയും പ്രസംഗിച്ചും പ്രചരിപ്പിക്കാൻ പാടുള്ളതല്ല. ഇതാണ് തീരുമാനം. എന്ത് സിഹിറിന് ഹഖീഖത്തുണ്ടോ അല്ലേ, അത് ഇജ്തിഹാദിയ വിഷയം, ഗവേഷണാത്മക വിഷയമാണ്. അത് നമുക്ക് തർക്കിക്കണ്ട. അതുകൊണ്ട് ജിന്നു സിഹിറും മിണ്ടാൻ പാടില്ല. ഇതാണ് ഐക്യക്കരാറ്. അതല്ലാതെ KNMന്റെ വാദം മടവൂർ വിഭാഗം അംഗീകരിച്ചിട്ടില്ല. KNMന്റെ പ്രവർത്തകന്മാരെ, നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു. ആദർശ ഐക്യം നടന്നിട്ടില്ല. അതുകൊണ്ടാണ് പിന്നീട് വിചിന്തനത്തിൽ അസ്ഗർ അലിയുടെയും അബ്ദുറഹ്മാൻ സലഫിന്റെ ലേഖനം വന്നപ്പോൾ മടവൂർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഐക്യം പൊട്ടി എന്ന് പറഞ്ഞിട്ട് പുറത്തു പോയത്. ആദർശത്തിൽ അവർ ഒന്നിച്ചിട്ടില്ല, ഇന്നും ഒന്നിച്ചിട്ടില്ല. സാധാരണ നമ്മൾ ഉപ്പ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് കാണൂല, അതാണ് ലയനം എന്ന് പറഞ്ഞത്. ഉപ്പ് വെള്ളത്തിൽ ലയിക്കുക എന്ന് പറഞ്ഞാൽ ഉപ്പ് പിന്നെ വെള്ളത്തിൽ കാണൂല, പിന്നെ വെള്ളം മാത്രമേ കാണൂ. ആ ഉപ്പിന് വേർതിരിക്കാൻ കഴിയില്ല. എന്നാൽ KNM മടവൂരും ലയിച്ചപ്പോഴോ അത് കല്ല് വെള്ളത്തിലിട്ട മോഡല. കല്ല് നമുക്ക് വേറെ തന്നെ എടുക്കാം. ഇതേപോലെ തന്നെയാണ് ഏത് കമ്മിറ്റി ഉണ്ടാക്കുകയാണെങ്കിലും 2 KNM 2 മടവൂർ. ഇതെന്തിനാ ഇത് രണ്ടും ഒന്നായി? പിന്നെ ഇത് 2 തന്നെ ഈ തൂക്കൊപ്പിക്കണം എന്തിനാ? KNM സ്റ്റേറ്റ് കമ്മിറ്റി വന്നു, ഇത് തൂക്കൊപ്പിച്ചുള്ള കമ്മിറ്റിയാണ്. എന്നിട്ട് തൂക്കൊപ്പിക്കണ വെള്ളം ഉപ്പ് ലയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒക്കെ ഒന്നായില്ലേ? ഒന്നായിട്ടില്ല. ഹുസൈൻ മടവൂർ ആദർശം തിരുത്തിയിട്ടുണ്ടോ?
ഈ ബുസ്താനിൽ വെച്ചുകൊണ്ടല്ലേ അനസ് മൗലവിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഹുസൈൻ മടവൂർ പ്രസംഗിച്ചത്? എന്താ പ്രസംഗിച്ചത്? ജിന്ന് വസ്വാസ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. ധാരവാദ മടവൂരിന്റെ 2012 മുമ്പുള്ള വാദാണ്. ആ വാദം തന്നെ ഹുസൈൻ മടവൂർ ഇപ്പോഴുള്ളത്. അയാൾ ഇപ്പോൾ ഗവൺമെന്റ് വൈസ് പ്രസിഡന്റാണ്. ഹുസൈൻ മടവൂർ പറയട്ടെ. ഖുർആനിൽ പരലോകത്ത് പലിശ ഭുജിക്കുന്ന ആളുകൾ അവര് ജിന്നുബാധയേറ്റ് അവർ മറിഞ്ഞു വീണ ആളുകളെ പോലെ ആയിരിക്കും എന്നൊരു പ്രയോഗമുണ്ട്. ഒരു ഹദീസിൽ മനുഷ്യന്റെ രക്തം ഒഴുകുന്ന സ്ഥലത്തുകൂടെ ഷെയ്ത്താൻ ഒഴുകും എന്ന ഒരു ഹദീസുമുണ്ട്. ആ പറഞ്ഞത് അത്രമാത്രമേ നമുക്കറിയൂ. തന്നെ വിശ്വസിച്ചാലും മതി. അത് വലിച്ചു നീട്ടി അതിന് വ്യാഖ്യാനം നൽകിയിട്ട് എല്ലാ മനുഷ്യനിലും ജിന്ന് പ്രവേശിക്കും എന്നൊക്കെ പറഞ്ഞു പരത്തിയപ്പോൾ അതിന്റെ ദുരന്തം നാം കണ്ടു. മനുഷ്യരുടെ രക്തത്തിലൂടെ ഷെയ്ത്താൻ ഒഴുകുമെന്ന് പറഞ്ഞെടുത്ത് തന്നെ പറയുന്നുണ്ട്, മനുഷ്യന്റെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കും എന്ന്. ഇതിന്റെ അപ്പുറത്തെ ഗൈബിയായ കാര്യങ്ങൾക്ക് അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ ഖുർആനിലും സുന്നത്തിലും പഠിപ്പിച്ചതിന്റെ അപ്പുറത്തേക്ക് പറയാൻ നമുക്കാർക്കും യാതൊരു അധികാരവുമില്ല. അധികാരമല്ല, ശരി, അവസാനം പറഞ്ഞ ശരി. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഖുർആനും സുന്നത്തുമല്ല. ബഹുമാന അനസ് മൗലവി, എന്റെ സുഹൃത്ത അനസ് മൗലവി, നിങ്ങൾ ആ ബുസ്താനിൽ ഉണ്ടായിരുന്നില്ലേ? എന്തെങ്കിലും മറുപടി അറിയാൻ നിങ്ങൾ പറഞ്ഞല്ലോ 18 or 19 വിഷയങ്ങൾ സിഹിറുമായി പിന്നെ ജിന്നുമായി ബന്ധപ്പെട്ടതുണ്ട്. അതൊക്കെ ഖുർആനിലുള്ളതാണ്. വസ്വാസ് മാത്രം എന്ന് പറഞ്ഞ ഖുർആനിനെതിരാണ്. നിങ്ങൾ പ്രസംഗിച്ചില്ലേ വടുതലയിൽ? ഈ ഹുസൈൻ മടവൂർ നിങ്ങളുടെ മൂക്കിന്റെ താഴെ വന്നിട്ട് ഖുർആനിനെതിരായി പ്രസംഗിച്ചിട്ട് മിണ്ടാൻ കഴിഞ്ഞു നോക്ക്. മിണ്ടൂല. അതാണ് ഐക്യം. മിണ്ടാൻ പാടില്ല. മൂക്കിന്റെ താഴെ വന്ന് പ്രസംഗിച്ചിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ പച്ചയായി ദുർവ്യാഖ്യാനിച്ചു മടവൂർ സാഹിബേ. നിങ്ങൾ എന്താ പറഞ്ഞത്? പിശാച് രക്തമോടുന്നിടത്തൊക്കെ സഞ്ചരിക്കുന്ന ഹദീസിലുണ്ട്. ഞാൻ ചോദിക്കുന്നു, മടവൂരിന്റെ രക്തം ശരീരത്തിന്റെ ഉള്ളുകൂടെ പോണത് പുറത്തുകൂടെ പോണത്? മടവൂർ സാഹിബിന്റെയും കേനും മറ്റേ പോലൊക്കെ രക്തം ശരീരത്തിന്റെ ഉള്ളുകൂടെ പോണ പുറത്തുകൂടെ പോണ്? ആ ഹദീസിന്റെ തെളിവല്ലേ പിശാച് മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നുള്ളതിന്? അമാനിമൊഴി വായിക്കൂ, നിങ്ങൾ തഫ്സീർ വായിക്കൂ. എന്താണ് മനുഷ്യന് ജിന്നുബാധ ഉണ്ടാകുമോ ഇല്ലേ? എന്താണ് അഹ്ലുസുന്നന്റെ വിശ്വാസം? കേന്നമോടെ നിൽക്കട്ടെ, കേന്നമോടെ നിൽക്കട്ടെ. അഹ്ലുസുന്നന്റെ വിശ്വാസം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ശരിക്ക് കേട്ടോ. അനസ് മൗലവി നിങ്ങൾ പഠിപ്പിച്ചെടുക്കണം. അൻസാറൻ നമ്മുടെ വേഗം പഠിപ്പിച്ചെടുത്തല്ലോ. ഒറ്റ ദിവസം കൊണ്ട് വേഗം പഠിപ്പിച്ചു കൊടുത്ത്. അൽഹംദുലില്ലാഹ്, നല്ല കാര്യം. എന്താ നിങ്ങളുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് പഠിപ്പിക്കാത്തത്? പഠിപ്പിച്ചു കൊടുക്കുക. ആയത്ത് നിങ്ങൾ പറഞ്ഞല്ലോ 18 കാര്യങ്ങൾ ഖുർആനിലുണ്ട്, പഠിപ്പിച്ചു കൊടുക്കുക. 1, 2, 3, 4. ധൈര്യം ഉണ്ടോ നമുക്ക്? എന്താ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞത്? വജൂദുൽ ജിന്നി സാബിത്തുൻ ബികിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി വത്തിഫാഖി സലഫിൽ ഉമ്മ വഅയിമ്മത്തിഹാ. ജിന്നുണ്ട്, ഉമ്മത്തിന്റെ ഇജ്മാ. ഇനി കേട്ടോ, വകദാലിക ദുഖൂലുൽ ജിന്നി ഫീ ബദനിൽ ഇൻസാനി. മനുഷ്യന്റെ ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കും. സാബിത്തുൻ ബിത്തിഫാഖി അയിമ്മത്തി അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇത്തിഫാഖ് വിഷയത്തിലുണ്ട്. ഈ ലോകത്തുള്ള അഹ്ലുസ് സുന്ന എന്ന് പറഞ്ഞാൽ അതാണ് സലഫികളുടെ രീതി. അഹ്ലുസ് സുന്ന എന്ന് പറഞ്ഞാൽ സലഫികളാണ്. ലോകത്ത് അഹ്ലുസ് സുന്നയുടെ ഇത്തിഫാഖുള്ള കാര്യമാണ് മനുഷ്യന്റെ ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കും. അതിനെ പച്ചയായിക്കൊണ്ട് ബുസ്താനിന്റെ മണ്ണിൽ വെച്ചുകൊണ്ട് ഹുസൈൻ മടവൂർ നിഷേധിച്ചു. മിണ്ടാൻ കഴിഞ്ഞോ? അതാണ് ഐക്യം കൊണ്ടുണ്ടായ കോട്ടം. അതാണ് മുജാഹിദീങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത്, ഐക്യം ആദർശമല്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങും. കുടുങ്ങിയില്ലേ? മിണ്ടാൻ കഴിഞ്ഞോ? നിങ്ങൾ ഇവിടെ പറഞ്ഞു, നിങ്ങൾ അവിടെ പോയി മറുപടി പറയാം. എന്താ ഇവിടെ പറയാത്തത്? എന്താ ഇവിടെ പറയാത്തത്? എന്തിനാ നിങ്ങൾക്ക് വടതിലേക്ക് അങ്ങോട്ട് പോണ്ടിയെന്ന്? ഇനിയോ ഈ നിങ്ങളുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമ്മേളനം, ഇനി ഒരു വാചകം കൂടി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഞങ്ങൾക്ക് വായിച്ചു തരാം. അദ്ദേഹം പറയാണ്, വലൈസ ഫീ അയിമ്മത്തിൽ മുസ്ലിമീന മൻ യുൻകിറു ദുഖൂൽ ജിന്നി ഫീ ബദൻ മസ്റൂഇ വഗൈരി. മനുഷ്യന്റെ ശരീരത്തിൽ ജിന്ന് കയറുമെന്നത് നിഷേധിച്ചത് ഒരൊറ്റ മുസ്ലിം പണ്ഡിതനുമില്ല. ഒരൊറ്റ മുസ്ലിം പണ്ഡിതനുമില്ല. മനുഷ്യ ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കുന്നുള്ളത് നിഷേധിക്കുന്നത് മുസ്ലിം പണ്ഡിതന്മാരല്ല. വമൻ അൻകറ ദാലിക വദ്ദഅ അന്ന ശറഅ യുകദ്ദിബു ദാലിക ഫഖദ് കദബ അല ശർഇ. ആരെങ്കിലും ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞാൽ അതിനെ കളവാക്കുകയും മതത്തിൽ അങ്ങനെ ഇല്ലെന്ന് പറയുകയും ചെയ്താൽ അവൻ മതത്തെ കളവാക്കിയവനാണ്. അനസ് മൗലവി നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കൂ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ഉദ്ധരണി. നിങ്ങളുടെ വൈസ് പ്രസിഡന്റ് മതത്തെ കളവാക്കിയവനാണെന്ന് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ ധൈര്യം ഉണ്ടായോ? ഉണ്ടായില്ല. അത് ഐക്യം ആദർശമല്ല. ഇനിയോ കോഴിക്കോട് നടന്ന സമ്മേളനത്തിൽ ഹദീസ് നിഷേധം പച്ചയായിക്കൊണ്ട് പറഞ്ഞില്ലേ?
മിണ്ടാൻ കഴിഞ്ഞു നിങ്ങൾക്ക്? അവിടെ NV സക്കരിയ അദ്ദേഹത്തിന്റെ ഈമാളിൽ ഒരു മറുപടി പറഞ്ഞു. പക്ഷെ ഔദ്യോഗികമായി പിന്നെ മറുപടി പറയാനും അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിക്കാൻ നിങ്ങൾ കഴിഞ്ഞോ? എന്താ കുട്ടിശ്ശേരി മൗലവി സമ്മേളനത്തിൽ വെച്ച് പ്രസംഗിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിന്റെ ചരിത്രത്തിലുണ്ടോ പച്ചയായിക്കൊണ്ട് ഹദീസ് നിഷേധം? എല്ലാ ദിവസവും രാവിലെ 7 കാരക്ക തിന്നാൽ ആ ദിവസം വിഷബാധയുണ്ടാവുകയില്ല എന്ന ഹദീസും ഇതുപോലെ പഠനത്തിനും നിരീക്ഷണത്തിനും വിധേയമാക്കി തീർക്കേണ്ടതാണ്. ഏതായാലും ഇത്തരത്തിലുള്ള ചില ഹദീസുകളെ പൊക്കിപ്പിടിച്ച് ഹദീസുകളുടെ വിശ്വാസ്യത തന്നെ തകർക്കുവാനുള്ള ശ്രമം പരാജയപ്പെടുത്തുക തന്നെ വേണം. അതേ അവസരം ഏതൊരു ഹദീസും സൂക്ഷ്മമായ പഠനത്തിനും പരിശോധനയ്ക്കും ശേഷം മാത്രമേ തള്ളാനോ കൊള്ളാനോ പാടുള്ളൂ. എന്താ പറഞ്ഞ? അജുവാക്കാരക്ക് റസൂൽ പറഞ്ഞ ഹദീസാണ്. 7 അജുവാക്കാരക്ക് വെറും വയറ്റിൽ രാവിലെ ഒരാൾ തിന്നാൽ അയാൾക്ക് സുമ്മു സിഹറും ബാധിക്കൂലെന്ന് ലോകത്തുള്ള ഹദീസ് കിതാബുകളൊക്കെ സ്ഥാപിതായി വന്നത് അമാനി മൗലവി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ പരപ്പനങ്ങളിൽ ശരിക്ക് മറ്റവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പുസ്തകം പ്രസിദ്ധീകരിക്കാന്ന് ജാബിർ റഹ്മാനി നമ്മളെ വെല്ലുവിളിച്ചപ്പോൾ നമ്മൾ വെല്ലുവിളി സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ഉപര വൈക്കന്നെ കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത ഞായറാഴ്ച പരപ്പനങ്ങാടിയിൽ വീണ്ടുമുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആ കാര്യമൊക്കെ ശ്രദ്ധിക്കാം. അപ്പൊ എന്താ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ നടന്ന ഔദ്യോഗിക സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ് അജ്വാക്കാരക്കന്റെ ഹദീസ് അത് പരിശോധിക്കണം. കുട്ടിശ്ശേരി മൗലവി ആര് പരിശോധിക്കണം എന്ന്? പരിശോധിക്കണമല്ലൊക്കെ പരിശോധിച്ച് മുസ്ലിം ഉമ്മത്തിൽ വിധി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിച്ചോളി. ആരെ പരിശോധിക്കണം? ലാബിലിട്ട് പരിശോധിക്കണം പോലും. അതും പരിശോധിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം എന്തുകൊണ്ട് ഈ ഹദീസ് നിശ്ചയത്തിൽ നിങ്ങൾക്ക് തടുക്കാൻ കഴിയണില്ല? അപ്പൊ ഉള്ളിലിങ്ങനെ പോകുകയാണ്. അപ്പൊ പിന്നെ എന്തായാലേ പറ്റുക? ജബ്ബാർ മൗലവി എഴുതിയതിലൂടെ വിസ്തമിഭാഗം ശിർക്കിലേക്ക് പോകുന്നു. ഇതാ ജിന്ന് 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 എന്നറിഞ്ഞിട്ട് ഒച്ച ഉണ്ടാക്കുക. എന്നാൽ അതിൻ്റെ ഉള്ളിൽ നടക്കണ ഒച്ചമ്പുളി കേൾക്കൂലല്ലോ. പുറത്ത് ഭയങ്കര സൗണ്ട് ഉണ്ടെങ്കിൽ വലിയ പടക്കം പടത്ത് പൊട്ടിച്ചാൽ പിന്നെ ഉള്ളിലത്തെ സൗണ്ട് കേൾക്കൂലല്ലോ. ആ കുതന്ത്രമാണ് KNM പയറ്റേണ്ടത്. മനസ്സിലായില്ലേ? ഉള്ളിൽ എന്താ നടക്കണതൊക്കെ എനിക്ക് ശരിക്കറിയാം. ഒന്നും ഇപ്പം ഇവിടെ പറയണില്ല. എന്തിനാണ് എക്സിക്യൂട്ടീവ് എന്ന് സെക്രട്ടറി തിരഞ്ഞെടുക്കണമൊക്കെ എല്ലാവർക്കും അറിയാം. മനസ്സിലായോ? അപ്പം ആ ഒച്ച ഇവിടെ പുറത്ത് കേൾക്കാതിരിക്കാൻ, ആ ഹദീസ് നിഷേധം പുറത്തേക്ക് വരാതിരിക്കാൻ ഇസ്ലാഹ് പൊക്കി പിടിച്ച് ജിന്ന്. ഇവിടെ ആരും ജിന്നോട് തേടണമില്ല, ജിന്നോട് തേടാമെന്നും പറയുന്നില്ല. ജിന്നെ കാക്കണേന്ന് മുത്തലക്ക പിടിച്ച പച്ചയായ ശിർക്കാണ്. ആർക്കൊരു തർക്കല്ല. പിന്നെ എന്തിനാ ഒച്ചമുടിനാക്കണത്? അത് ഈ KNM-ന്റെ മിമ്പറിൽ എന്താണെന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്? പച്ചയായ ഹദീസ് നിഷേധല്ലേ? KNM-ന്റെ ഉള്ളിൽ നിന്ന് ഇതാ ഗൾഫിൽ നിന്ന് മുനീർ സലഫി എന്ന് പറയുന്ന ആള് KNM-ന്റെ ഔദ്യോഗിക വക്താവല്ലേ? KNM-ന്റെ ഉള്ളിലല്ലേ നിൽക്കുന്നത്? ആള് പറഞ്ഞു ജിന്ന് ബാധല്ല. തിരുത്തി കൊടുത്തോ? ഹുസൈൻ മടൂരിന് തിരുത്തിയോ? അതുപോലെ തന്നെ ഈ കുട്ടശ്ശേരി മൗലവിക്ക് തിരുത്തിയോ? എത്ര ആളുകൾക്ക് തിരുത്താണ്ട്? അൻസാറിന്റെ വേഗം തിരുത്തി കൊടുത്തു. കാരണം മുപ്പര് KNM-ന്റെ കൂടെ ഉള്ള ആളാണല്ലോ. എന്താ ബാക്കിയുള്ളത് തിരുത്താൻ? നിങ്ങൾക്ക് എന്താ ആയത്ത് കിട്ടണില്ലേ? ഞങ്ങളോട് പറഞ്ഞോളി. ആയത്ത് ഞങ്ങൾ പഠിപ്പിച്ചു തരാം, ഹദീസ് ഞങ്ങൾ തരാം, ശൈഖുൽ ഇസ്ലാം പറ്റി ഉദ്ധരണി ഞങ്ങൾ തരാം, പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കഴിയൂല. അപ്പൊ അതുകൊണ്ടാണ് ജിന്ന് 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 എന്ന് പറഞ്ഞ്. പിന്നെ ഈ ഇസ്ലാഹിന്റെ ലേഖനം, ആ ഇസ്ലാഹിന്റെ ലേഖനം അത് ശിർക്കാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹുമാനനായ ഹുസൈൻ സലഫി തിരുത്താൻ വേണ്ടി പോയത് എന്നാണ്. അല്ല സഹോദരന്മാരെ, അത് തെറ്റിദ്ധാരണയുണ്ടാകുന്നുണ്ട്. ആ തെറ്റിദ്ധാരണ നിങ്ങൾ തിരുത്തി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ വീട്ടിലേക്ക് പോയത്. കഴിഞ്ഞ കൊച്ചി മുഖാമുഖത്തിൽ അനസ് മൗലവി എത്രയോ സമയമെടുത്തുകൊണ്ടാണ് ബഹുമാന്യനായ ഹുസൈൻ സലഫിയെ സംബന്ധിച്ച് അധിക്ഷേപിച്ചുകൊണ്ട് ഞാൻ ഹുസൈൻ സലഫിന്റെ പടക്കാണ്, ഹുസൈൻ സലഫി മറുപടി പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പടച്ചോളി. അത്രയും കൂലി ഹുസൈൻ സലഫി കിട്ടുന്നില്ല. എന്താ നിങ്ങൾ പറഞ്ഞ ഓരോ വാക്കിനും മുമ്പ് നിരപരാധിയാണെങ്കിൽ അതിന് കൂലി അള്ളാന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നല്ല. ഹുസൈൻ സലഫി ഇത് ശിർക്കാണ്, അല്ലെങ്കിൽ അനസ് മൗലവിയും അബ്ദുറഹ്മാൻ സലഫിയും ഈ എഴുതിയത് പച്ചയായ തൗഹീദുൽ ഉലൂഹിയത്തിൽ ശിർക്കാണ്, അതുകൊണ്ട് നിങ്ങൾ തിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അബ്ദുൽ ജബ്ബാർ മൗലവിയെ തിരുത്താൻ പോയതെങ്കിൽ ഈ കൊപ്രക്കടത്ത് വെച്ചുകൊണ്ട് ഞാൻ 10 കാര്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ എണ്ണമിട്ട് മറുപടി പറയണം. ഒന്ന്, പിന്നെ എങ്കിൽ 5 വർഷക്കാലം ഈ അൽ ഇസ്ലാഹിനെ നിങ്ങൾ KNM ന്യായീകരിച്ചത് എന്തുകൊണ്ട്? ഈ ഉലൂഹിയത്തിലെ ശിർക്ക്
പച്ചയായ ശിർക്ക് നിങ്ങൾ ന്യായീകരിച്ചത് എന്തുകൊണ്ട്? ഒന്ന്. രണ്ടാമത്തത്, 2007 ശേഷം നടന്ന പല വാദപ്രതിവാദങ്ങളിലും ഖണ്ഡന പ്രസംഗങ്ങളിലും ഈ ഉലൂഹിയത്തിൽ ശിർക്ക് വന്ന അബ്ദുൽ ജബ്ബാർ മൗലവി നിങ്ങൾ KNM ഔദ്യോഗികമായി കൊണ്ട് പങ്കെടുപ്പിച്ചത് എന്തുകൊണ്ട്? 2. മൂന്നാമത്തത്, 2009 ഇതേ അബ്ദുറഹ്മാൻ സലഫി ജാമിയ നദ്വിയയിൽ വെച്ചുകൊണ്ട് ഇസ്ലാഹുമായി കൊണ്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നപ്പോൾ ഇതേ ഇസ്ലാഹിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ചത് എന്തുകൊണ്ട്? 3. നാലാമത്തത്, ഇതേ അബ്ദുറഹ്മാൻ സലഫി തന്നെ 2009 ജിദ്ദയിൽ വെച്ചുകൊണ്ട് ഇതേ ഇസ്ലാഹിനെ ന്യായീകരിച്ചതുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? 5. 2011 അനസ് മൗലവിയുടെ നേതൃത്വത്തിൽ ഇസ്തിഖാമ പരിപാടിയിൽ കൊണ്ടോട്ടിയിൽ നിന്നും അബ്ദുൽ ജബ്ബാർ മൗലവിയെ കാറെടുത്തുകൊണ്ട് നിങ്ങൾ തെക്കൻ ജില്ലയിലേക്ക് കൊണ്ടുപോയി സ്റ്റേജിൽ ആനയിച്ചിരുത്തി ഇതേ ഇസ്ലാഹ് പൊക്കി പിടിച്ചുകൊണ്ട് ഇതിൽ തൗഹീദുൽ ഉലൂഹിയത്തിൽ ശിർക്കുണ്ടെങ്കിൽ ആ ശിർക്ക് പറയാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല അനസ് മൗലവി? നിങ്ങൾ മറുപടി പറയണം. 6. അദ്ദേഹത്തെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ടാണ് ഈ വിവാദ ലേഖനം നിങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിൽ ശിർക്കില്ലെന്നും അതുപോലെ തന്നെ അല്ലാഹു അല്ലാത്തുള്ള പ്രാർത്ഥനയില്ലെന്നും നിങ്ങൾ പറഞ്ഞത്. എങ്കിൽ അതെന്ത്? 7ാമത്തെ കാര്യം, ഇന്നത്തെ KGന്റെ സെക്രട്ടറിയാണ് പിന്നെ മുഖാമുഖത്തിൽ മറ്റൊന്ന് സംസാരിച്ചത്. ആ ഇസ്ലാഹ് ലേഖനത്തെ അയാളും ശിർക്കെന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? 7. 8ാമത്തെ കാര്യം, സംഘടനാ പിളർപ്പിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ വിഷയം അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയ ഇതേ വിഷയം ബഹുമാനനായ ചെറിയ മുണ്ടം എഴുതിയിട്ട് അത് ശിർക്കാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല? 8. 9ാമത്തെ കാര്യം, മടവൂർ വിഭാഗവുമായി കൊണ്ട് പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു കച്ചിത്തുറുമ്പ് പോലും വിവാദമാക്കിക്കൊണ്ട് അന്ന് നടന്നിരുന്ന KNMന്റെ ആളുകൾ, അത് ആദർശ വ്യതിയാനമായി കൊണ്ട് പറഞ്ഞ ആളുകൾ ഇത്രയും വലിയ തൗഹീദുൽ ഉലൂഹിയത്തിൽ ശിർക്ക് സംഭവിച്ചിട്ട് എന്തുകൊണ്ടാണ് 2002 മടവൂർ വിഭാഗത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ ഈ ചെറിയ മുണ്ടമീതി ലേഖനം നിങ്ങൾ ഉൾപ്പെടുത്താതിരുന്നത്? മറുപടി പറയണം നിങ്ങള്. ഇപ്പാണ്ട് തൗഹീദുൽ ഉലൂഹിയത്തിൽ ശിർക്കാകെ. ഇനിയോ ഈ 10ാമത്തെ കാര്യം, മടവൂരിന്റെ നേതാവായ സലാഹുദ്ദീൻ മദനി ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചതുപോലും ബഹുമാനന അനസ് മൗലവി നിങ്ങൾ പിന്നെ അവർ ശിർക്കിലേക്ക് പോയി എന്ന് പറയാൻ വേണ്ടി തെളിവായി ഉദ്ധരിച്ചിട്ടുണ്ട്. വിശദിക്കാൻ കഴിയാക്ക്? സലാഹുദ്ദീൻ മദനി ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചത് ഇതാ മടവൂരികൾ ശിർക്കിലേക്ക് പോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച നിങ്ങൾ എന്തുകൊണ്ട് ഈ 2 കാര്യങ്ങളും പച്ചയായ തൗഹീദുൽ ഉലൂഹിയത്തിൽ ശിർക്കാണെന്ന് 5, 6, 11 വരെ പറഞ്ഞില്ല? മറുപടി പറയണം. 10 കാര്യങ്ങൾ നിങ്ങളവിടെ 3/4 മണിക്കൂർ പ്രസംഗിച്ചല്ലോ. അതുകൊണ്ട് എണ്ണമിട്ടുകൊണ്ട് ഇത് തൗഹീദുൽ ഉലൂഹിയത്തിൽ ശിർക്കാണെങ്കിൽ ഈ 10 കാര്യങ്ങൾ നിങ്ങൾ മറുപടി പറയണം. മുജാഹിദ് പ്രസ്ഥാനത്തോട് നിങ്ങൾ മറുപടി പറഞ്ഞെടുക്കണം. നിങ്ങൾക്ക് തോന്നുമ്പോൾ ഒരു കാര്യം ശിർക്കാക്കുക, അതുപോലെ തന്നെ ശിർക്കല്ലാതെ തന്നെ ശിർക്കാക്കുക. എന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ തൗബ ചെയ്തിരിക്കുന്നു. ഇവിടെ കൊച്ചിയിലും പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ തൗബ ചെയ്തിരിക്കുന്നത്. ബഹുമാനന എൻ്റെ സുഹൃത്ത് അനസ് മൗലവി, നിങ്ങൾ തൗബ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ അള്ളാഹിനോട് തൗബ ചെയ്തോളൂ, ഇത് വേറെ വിഷയം. ഈ ആദർശത്തിൽ തൗബ ചെയ്യാൻ നിങ്ങൾ ആരാണ്? നിങ്ങളാരെ? KNM സെക്രട്ടറിയോ? KNM പ്രസിഡന്റോ? നിങ്ങൾ പ്രസംഗിച്ചത് KNMന്റെ ആദർശമായിരുന്നു. ആ KNM ആണ് തൗബ ചെയ്യേണ്ടത്, നിങ്ങളല്ല. KNMന്റെ പ്രസിഡന്റ് പറയട്ടെ, KNMന്റെ സെക്രട്ടറി പറയട്ടെ, 5 വർഷക്കാലം KNM തൗഹീദുൽ ഉലൂഹിയത്തിൽ ശിർക്കിലായിരുന്നു, അതുകൊണ്ട് KNM ഇതാ തൗബ ചെയ്യുന്നു എന്ന് KNM ആണ് പറയേണ്ടത്, അനസ് മൗലവിയല്ല. നിങ്ങളാരാ തൗബ ചെയ്യാൻ? നിങ്ങളല്ല തൗബ ചെയ്യേണ്ടത്, KNM തൗബ ചെയ്യട്ടെ. ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? ഔദ്യോഗികമായി കൊണ്ട് സർക്കുലർ ഇറക്കട്ടെ. ഇതാ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ലേഖനം അത് തൗഹീദുൽ ഉലൂഹിയത്തിൽ ശിർക്കാണെന്ന് 5, 6, 11 CD ടവറിന്റെ മുകളിൽ വെച്ചുകൊണ്ട് ബഹുമാനൻ അബ്ദുറഹ്മാൻ സലഫി ലാ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഓതിക്കൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ആ തൗഹീദ് സ്വീകരിക്കുന്നു. അബ്ദുൽ ജബ്ബാർ മൗലവി ഇത് പച്ചയായ ശിർക്കാണ് എന്ന് KNM ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു. സർക്കുലർ കൊടുക്ക്. നിങ്ങൾ തൗബ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ പ്രസംഗിച്ചത് നിങ്ങളുടെ ആദർശമല്ല, നിങ്ങൾ പ്രസംഗിച്ചത് KNMന്റെ ആദർശമാണ്. KNM തൗബ ചെയ്യട്ടെ. തൗബ ചെയ്തിട്ടുണ്ടോ? ഇല്ല, തൗബ ചെയ്തിട്ടില്ല. അപ്പൊ KNM ആണ് തൗബ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ക്ലിയർ ആണ് സഹോദരന്മാരെ. ഇനിയോ ഇതേ പിന്നെ ഇസ്ലാഹിനെ അബ്ദുൽ ഖാദർ കരുവമ്പലിൽ ന്യായീകരിച്ചിട്ടില്ലേ? കരുവമ്പലി തൗബ ചെയ്തിട്ടുണ്ടോ?
ഹനീഫ് കായ്ക്കോട് ന്യായീകരിച്ചിട്ടില്ലേ? ഹനീഫ് കായ്ക്കോട് തൗബ ചെയ്തോ? അബ്ദുറഹ്മാൻ സലഫി ന്യായീകരിച്ചിട്ടില്ലേ? എന്താ അബ്ദുറഹ്മാൻ സലഫി തൗബ ചെയ്യാത്തത്? ഒരു കൂട്ടത്തൗബ നടക്കട്ടെ, CD ടവറിൽ വെച്ചുകൊണ്ട് മറ്റൊരു നടത്തുന്ന പോലെ. നിങ്ങൾ മാത്രം തൗബ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളൊരു സാധു ഇരയാകണ്ട, നിങ്ങൾ തൗബ ചെയ്യണ്ട. നിങ്ങൾ അള്ളാഹിനോട് ഇതൊക്കെ മാറ്റി പറഞ്ഞതിന് തൗബ ചെയ്തോളി, അള്ളാഹ് സ്വീകരിക്കട്ടെ. കാരണം നമ്മളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വേദിയിൽ നിന്ന് തൗഹീദിനെതിരെയും ശിർക്കിനെതിരെയും ഒക്കെ ഘോരഘോരം പ്രസംഗിച്ച നാവിൽ നിന്ന് ഇപ്പോൾ മുജാഹിദുകളെ സംബന്ധിച്ച് കേട്ടാൽ ഇറക്കുന്ന വാക്കുകൾ പുറത്തു വന്നൊരുക്കുന്ന നഊദുബില്ലാ. അള്ളാഹ് നിങ്ങൾക്ക് ഹിദായത്ത് തരട്ടെ, അള്ളാഹു നമുക്കെല്ലാം ഹിദായത്ത് തരട്ടെ, അള്ളാഹു നമുക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാവുള്ളൂ. ബഹുമാനെ അനസ് മൗലവിക്കും എല്ലാവർക്കും വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഹക്ക് പറഞ്ഞിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇനിയും അതിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീക്ക് കൊടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കണം. നമുക്ക് ആരോടും വ്യക്തിവിരോധമില്ല, നമ്മളൊക്കെ നല്ല സുഹൃത്തുക്കളാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ വിഷയം നിങ്ങൾ അവിടെ പറഞ്ഞത് ശരിയായില്ല. തൗഹീദുൽ ഉലൂഹിയ്യത്തിൽ ശിർക്കാണ് അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 10 കാര്യങ്ങൾ നിങ്ങൾ മറുപടി പറയണം. ഇനി സഹോദരന്മാരെ, ഇനി അനസ് മൗലവി പറയാണ്, ഇവിടെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള പിളർപ്പ് എന്ന് പറഞ്ഞാൽ അതിന് ആഗോളമായ ബന്ധമുണ്ട്. അത് ഉഗാണ്ടയിൽ പിളർപ്പുണ്ടായിട്ടുണ്ട്, അങ്ങ് ആഫ്രിക്കയിൽ പിളർപ്പുണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ ഉണ്ടായിട്ടുണ്ട്, എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഉണ്ടായത് 5-6-11 മീറ്റിങ്ങിലാണ്. അത് നിങ്ങൾ പറഞ്ഞാൽ മതി. മൂപ്പര് മതിലകത്ത് പോയിട്ട് വളരെ ശാന്തനായി പറയാണ്, മുജാഹിദ് പ്രസ്ഥാനത്തിൽ പിളർപ്പുണ്ടായത് അത് എന്താ പറയുക, ആഫ്രിക്കയിൽ പിളർപ്പുണ്ടായിട്ടുണ്ട്, ഈജിപ്തിലുണ്ടായിട്ടുണ്ട്, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിലുണ്ടായത് 5-6-11 മീറ്റിങ്ങിലാണ്. അതുകൊണ്ട് നിങ്ങൾ കൂട്ടി പറയണം. അനസ് മൗലവി പറയട്ടെ. അപ്പോൾ ഒരു സംഗതി നമ്മൾ ആദ്യമായി മനസ്സിലാക്കണം. എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരം വിവാദങ്ങൾ വരുന്ന സന്ദർഭത്തിൽ അത് പിടിച്ചുകൊണ്ട് വേർതിരിവും അതുപോലെ കക്ഷിത്വവും ഉണ്ടാക്കിയെടുക്കുവാനുള്ള അജണ്ടകൾ നമുക്കിടയിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് ആദ്യം വേണ്ടത് മുജാഹിദുകൾക്കാണ്, സലഫികൾക്കാണ്. എങ്കിലും വിവേകം ഉണ്ടാവും. ഇനി നമ്മൾ ചിന്തിച്ചു നോക്കാം, 2002 മുമ്പ് നമ്മളുണ്ടായിരുന്നു അല്ലേ? മാക്സിമം അങ്ങോട്ട് കയറ്റി പിടിക്കുകയാണ്. 2012 2002 മുമ്പ് നമ്മളുണ്ടായിരുന്നു. അന്ന് ജിന്നുണ്ടായിരുന്നോ? അന്ന് സിഹിർ ഉണ്ടായിരുന്നോ? അന്ന് ഈ തർക്കങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ വിഷയം ചർച്ച ചെയ്തിരുന്നോ? അൻസാർ നന്മണ്ട തിരുത്തി, അവിടെ നിൽക്കട്ടെ. അൻസാർ നന്മണ്ട തിരുത്തിയത് ഇപ്പോൾ വിവാദമാക്കുന്ന ആളുകൾ ചിന്തിക്കണം വെച്ചാൽ, 2002 മുമ്പ് 90കളിലാണ് CM മൗലവി. നമുക്കറിയാം, ഇത് ഇപ്പോൾ നമ്മുടെ ഇടയിൽ രൂപപ്പെട്ടു വന്ന കക്ഷിത്വങ്ങളൊക്കെ വന്ന ആളുകൾ അവർ രൂപപ്പെടുത്തി അവരുടെ ജമിയത്തുൽ ഉലമ അല്ലെങ്കിൽ അവരുടേതായ നിലപാടുകളുമായി പോകുന്ന ആളുകൾ അംഗീകരിക്കുന്ന ആളാണ് CM മൗലവി, അവരുടെ നേതാവുമാണ്. അപ്പോ ഈ പറയുന്ന രൂപത്തിൽ അദ്ദേഹം ഈ 90കളിൽ തന്നെ ശബാബിൽ കൃത്യമായി എഴുതി, വിഭ്രാന്തി ഉണ്ടാക്കും, മറ്റു ഭാഷകൾ സംസാരിക്കും. എങ്ങനെ? ഇതുവരെ ഒരു ഭാഷയും സംസാരിക്കാത്ത ആള് എങ്ങനെ വിഭ്രാന്തി പ്രകടിപ്പിക്കും? എങ്ങനെയാണ്? പൈശാചിക പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ പിശാചിന്റെ സ്വാധീനത്തിലൂടെ ഇയാൾ അന്യഭാഷ സംസാരിക്കുക വരെ ചെയ്യും. കേവലം ഈ പറയുന്ന ഈ മാനസികമായ വസ്വാസ് എന്ന് പറയുന്ന സംഗതി ഖുർആൻ തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 19-ലധികം പ്രവർത്തനങ്ങൾ പിശാച് ചെയ്യുന്നത് ഖുർആൻ പറയുന്നുണ്ട് നേർക്ക് നേരെ. അതിലൊന്നു മാത്രമാണ് എന്ത്? വസ്വാസ്. ഒന്ന് മാത്രമാണ് വസ്വാസ്. ബാക്കി 19 വേറെ ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ പറഞ്ഞാണ് എന്ന് ഖുർആൻ പറയാൻ. അപ്പോ വിശുദ്ധ ഖുർആൻ തന്നെ മനസ്സിലാക്കിയാൽ 19-ലധികം പൈശാചികമായ ഇടപെടലുകളെ കുറിച്ച് ഖുർആന്റെ ആയത്ത് കൊണ്ട് തന്നെ പറയാൻ. അതിലൊന്നു മാത്രം വസ്വാസ്. ആ ഒന്ന് മാത്രമാണെന്ന് ഒരിക്കലും ഹൈലൈറ്റ്. ഏറ്റവും വലുതും ഏറ്റവും ശക്തമായതുമാണ് വസ്വാസ്. പക്ഷെ പൈശാചിക ഉപദ്രവങ്ങൾ അത് മാത്രമല്ല. ഇത് വളരെ കൃത്യമായി CM മൗലവി എഴുതി, യുവത അത് പുസ്തകമാക്കി വിറ്റുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിന്റെ പേരിൽ ഒരു കക്ഷിത്വവും ആരും ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയിട്ടുണ്ടോ? സിഹിറിന്റെ ഹദീസ്, ചെറിയ മുണ്ടമാണ് ശബാബിലൂടെ അതിന് മറുപടി പറഞ്ഞത്. എത്രയോ സ്ഥലങ്ങൾ, ഞാനതൊന്നും ഉദ്ധരിക്കല്ല, നമ്മളൊന്ന് നമ്മുടെ റിയാലിറ്റിയിൽ നിന്നോട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഈ 2002 മുമ്പ് ഉള്ളതും അതിനുശേഷമുള്ളതുമായ ശബാബുകളിലും അതുപോലെ തന്നെ യുവതയുടെ പുസ്തകങ്ങളിലും ഒക്കെ വന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നിലവിൽ ഇപ്പോൾ വിസ്റ്റം വിഭാഗം ഉയർത്തിപ്പിടിക്കുന്ന അവരുടെ വാദം ഉണ്ടല്ലോ, ഏത് ജിന്നിന്റെ പ്രശ്നം, ആ ജിന്നിന്റെ വിഷയം. ഇപ്പൊ ഞാനൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പോൾ ആദ്യമായി വായിച്ച് രേഖപ്പെടുത്തി വായിക്കുന്ന പുസ്തകം തന്നെ ചെറിയ മുണ്ടത്തിന്റെ പുസ്തകമാണ്, യുവത പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. അതിന്റെ പേരിലൊരു കക്ഷിത്വം 2002 മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഡോക്ടർ ഉസ്മാൻ സാഹിബും ഉമർ മൗലവിയും കൂടി സൽസബീലിൽ ജിന്ന് വിഷയം മുഖ്യ ശത്രു എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ ഇറക്കി വലിയ ചർച്ച നടത്തി.
അന്ന് ഒബ്ജക്റ്റ് ചെയ്ത മുജാഹിദുകളുണ്ട്, അതിന് കണ്ണനെഴുതിയ മുജാഹിദുകളുണ്ട്, അതിന് ഉമർ മൗലവി മറുപടി എഴുതി, ഡോക്ടർ ഉസ്മാൻ സാഹിബ് മറുപടി എഴുതി. അതിന്റെ പേരിൽ ഒരു കക്ഷിത്വം മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ടായോ? ഉമർ മൗലവിയെ പോലെ ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ പോലെയുള്ള ആളുകൾ കൈകാര്യം ചെയ്തു ജിന്ന് വിഷയം. 1960കളിൽ അമാനി മൗലവി ഖുർആൻ പരിഭാഷ എഴുതി. അവിടെ ജിന്ന് എന്ന അസ്തിത്വം തന്നെ ചോദിച്ച ആളുകൾക്ക് ഒമാനി മൗലവി പ്രത്യേക മറുപടി പറഞ്ഞു. അതുപോലെ തന്നെ സൂറത്തുൽ ഫലക്കിന്റെയും സൂറത്തുൽ നാസിന്റെയും വിശദീകരണത്തിൽ വളരെ കൃത്യമായി സംഗതികളെ സംബന്ധിച്ച് വിശദീകരിച്ചു. നമുക്കൊരു പ്രശ്നം ഉണ്ടായോ? അന്നൊന്നും ഇല്ലാത്ത പ്രശ്നം ഇപ്പോഴെങ്ങനെ ഉണ്ടാണ്? ഈ അന്നൊന്നും ഇല്ലാത്ത വിഷയം, നമുക്കൊരു വിഷയം ചർച്ച ചെയ്യാനാണെങ്കിൽ സുഹൃത്തുക്കളെ, നമുക്ക് റോഡുമേ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞിട്ട് ചർച്ച ചെയ്യണോ? ഉമർ മൗലവിന്റെ സൽസബിയിൽ യായ്ബാദ വന്നു. ശിർക്കാന്ന് ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. അത് ശിർക്കാണെങ്കിൽ എന്തേ മുജാഹിദുകൾ ശിർക്കാന്ന് പറയുന്നത്? ശിർക്കല്ലാത്തോണ്ടാണ്. അപ്പൊ എന്താണ് അനസ് മൗലവി? നിങ്ങൾ പറഞ്ഞ് വളരെ ക്ലിയർ ആണ്. 2002 മുമ്പ് 2012 മുമ്പ് എന്തൊക്കെ മുജാഹിദ് സ്ഥാനം എഴുതിയിട്ടുണ്ടോ അതിൽ തൗഹീദ് പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് പ്രതികരിക്കും. പിന്നെ തൗഹീദ് പൊളിഞ്ഞോ എന്ന് പറഞ്ഞ് പ്രതികരിക്കുന്നത് അത് തൗഹീദിനുള്ള കൂറുകൊണ്ടല്ല, അത് പ്രസ്ഥാനത്തിൽ ചില ആളുകളെ പുറത്താക്കാനുള്ള തത്രപ്പാടിലാണ്. അത്ര മനസ്സിലാക്കിയത്. അപ്പം ഞാൻ വിഷയം അവസാനിപ്പിക്കാം. അതുകൊണ്ട് സഹോദരന്മാർ, ഇവിടെ ആര് ജിന്നിനോട് തേടാൻ പറയും? ഇനി എന്താണുള്ള വിഷയം എന്ന് വെച്ചാൽ, നിങ്ങൾ വസീലത്ത് ശിർക്ക് എന്ന് പറയണില്ലേ? നിങ്ങൾ ശിർക്ക് എന്ന് പറയാത്ത വസീലത്ത് ശിർക്ക് വിസ്തം ഉണ്ടാക്കിയതല്ലേ? വസീലത്ത് ശിർക്ക് വിസ്തമുണ്ടാക്കിയതല്ലേ? ജിന്നിനോട് ഇവിടെ കൊച്ചി മുഖാമുഖത്തിൽ അനസ് മൗലവിയോട് ചോദ്യം ചോദിച്ച ഒരാൾ, എന്ത് മുത്ലഖൻ ശിർക്കാണോന്ന്? അനസ് മൗലവി പറഞ്ഞു, ജിന്നാണോ ശിർക്ക്? ജിന്നാണോ ശിർക്ക്? മുത്ലഖൻ ശിർക്കാണ്. ആയത്തോ ശരി. എന്നാൽ അനസ് മൗലവി നിങ്ങൾ പറയണ മുത്ലഖൻ ശിർക്കാന്ന് പറയും. മുത്ലഖൻ എന്ന് പറഞ്ഞാൽ നിരുപാധികം. ഒരു മനുഷ്യൻ ജിന്നാണോ ശിർക്ക്? അതിലപ്പുറത്തില്ല. ജിന്നാണോ ശിർക്ക്? ശരി. അതിനർത്ഥം ജിന്നോട് ചോദിക്കാമെന്നോ ജിന്നോട് തേടാമെന്നോ പ്രാർത്ഥിക്കാമെന്നോ ഒന്നുമല്ല. മനുഷ്യന് ജിന്നുമായിക്കൊണ്ട് ബന്ധപ്പെടാൻ ഒരു വകുപ്പും ഇസ്ലാമിലില്ല. ഒരു വകുപ്പും ഇസ്ലാമില്ല. ജിന്ന് ഇങ്ങോട്ട് ഉപദ്രവിക്കാന്നല്ലാതെ, പിശാച് ഉപദ്രവിക്കാന്നല്ലാതെ, നമ്മൾക്ക് ജിന്നിനോട് സഹായം ചോദിക്കാനോ ജിന്നിനെ ജിന്നോട് കൂട്ടുകൂടാനോ ഒരു വകുപ്പ് ഇസ്ലാമില്ല. ഇതൊന്നും വകുപ്പുണ്ടാക്കാൻ വേണ്ടി പറയില്ല. ഇസ്ലാമിനത്തെ അഖീദായിട്ട് പറയണം. അപ്പോൾ ഈ അനസ് മൗലവി പറഞ്ഞു മുത്ലഖൻ ശിർക്കാണ്. എങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഒന്നാമത്തെ ചോദ്യം, ഇത് 26/12/2001 കായക്കൊടി ജംഇയ്യത്തുൽ ഉലമയുടെ ദൗറയിൽ അവതരിപ്പിച്ച പ്രബന്ധം. ആ പ്രബന്ധത്തിൽ കാണാം, ചില പണ്ഡിതന്മാർ അവിടെ ഗ്രന്ഥങ്ങളിലും ഫത്വകളിലും ജിന്നിനോട് സഹായം തരുന്നതിനെക്കുറിച്ച് വസായിലു ശിർക്ക്, ദറായു ശിർക്ക് എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത് കാണാൻ കഴിയും. എന്ത്? അനസ് മൗലവി കൊച്ചിയിൽ പറയുന്നു മുത്ലഖൻ ശിർക്കാണ്, മുഴുവൻ ശിർക്കാണ്. പക്ഷെ കായക്കൊടി 2011 പറഞ്ഞ എന്താ അറിയോ? മുഴുവൻ ശിർക്കല്ല, കുറച്ചൊക്കെ വസീലത്ത് ശിർക്ക്, ദറായു ശിർക്ക് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, ആരാണ് പണ്ഡിതന്മാർ? പല സ്ഥലത്ത് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. കോഴിക്കോട് ചോദിച്ചു, പല സ്ഥലത്തും ചോദിച്ചു, ഇതുവരെ മിണ്ടിയിട്ടില്ല. മുമ്പ് വാന്നില്ല. അനസ് മൗലവി പറഞ്ഞു, നിങ്ങൾ മുമ്പെന്ന് ഞാൻ ചോദിക്കുകയാണ്. കൊപ്രക്കളത്ത് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിക്കുന്നു, നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നു, ഈ വസീലത്ത് ശിർക്ക് ജിന്നിനോടുള്ള സഹായ ചോദ്യത്തെ സംബന്ധിച്ച് വസീലത്ത് ശിർക്ക് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ആരൊക്കെയാണ്? അവർ നിങ്ങളുടെ വാദം അംഗീകരിച്ചിട്ടില്ല. നിങ്ങളെന്താ വിസ്തൃത്തെ സംബന്ധിച്ച് പറഞ്ഞത്? ആഗോള പിഴച്ച കക്ഷികളിൽ നിന്ന് ഫണ്ട് വാങ്ങിയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു ദുരൂഹമായ സംഘടനയാണ് വിസ്തം. ഞാൻ ചോദിക്കുന്നു, ഈ പണ്ഡിതന്മാരൊക്കെ ആ വകുപ്പ് നിങ്ങൾ പെടുത്തോ? അനീഫ് കായക്കൊടി പറഞ്ഞ വസീലത്ത് ശിർക്കുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ആരൊക്കെയാണ്? ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? നമ്മുടെ ഇപ്പം മുത്ലഖൻ ശിർക്ക് എന്ന് പറഞ്ഞ അതേ അനസ് മൗലവി തന്നെ പണ്ട് തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് ഒരു മർക്കസ് ദേവക്കാരൻ അനസ് മൗലവിയോട് ചോദിക്കുന്നുണ്ട്, ജിന്നിനോടുള്ള ചോദ്യത്തിൽ ശിർക്കല്ലാത്ത വല്ലതുമുണ്ടോ? ശിർക്ക് ശ്രദ്ധിച്ചു കേട്ടോ. വിസ്ത വിഭാഗത്തെ ഇപ്പം എന്തിനാ എതിർക്കണത്? എന്തിനാണ് വിസ്തം, മന്ത്രവാദം, കൂടോത്രം എന്നൊക്കെ പറഞ്ഞ് ആഗോള ഗൂഢാലോചന സംഘടന ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ നിന്നൊക്കെ ഫണ്ട് വാങ്ങി ഇവിടെ പ്രവർത്തിക്കുന്നതൊക്കെ പച്ചയായ നുണകൾ പറഞ്ഞ് എന്തിനാറിയോ? ശിർക്കല്ലാത്തതുണ്ട് എന്ന് പറഞ്ഞേനാ, അതിന് തേടാനല്ല. എന്നാൽ ഇതേ ചോദ്യം അനസ് മൗലവിയോട് ചോദിച്ചു തിരുവനന്തപുരത്ത് വെച്ച്. എന്താ അനസ് മൗലവി? മുത്ലഖൻ ശിർക്ക്, ജിന്നാണോ ശിർക്ക്?
ആണോ? എന്താ അനസ് മൗലവി പറഞ്ഞു കേട്ടോളി. ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കാകാത്ത വല്ല തേട്ടവുമുണ്ടോ? നേരത്തെ ഇവിടെ പ്രാർത്ഥനയെന്ന് പറഞ്ഞു, പ്രാർത്ഥനയെന്ന് അവരാരും ആരോപിച്ചിട്ടില്ല. ജിന്നിനോട് സഹായം തേടാമെന്നാണ് നിങ്ങൾ പറഞ്ഞതായിട്ട് പറഞ്ഞത്. ഞാൻ ചോദിച്ചത് ജിന്നിനോട് സഹായം ചോദിച്ചാൽ ശിർക്കാകാത്ത വല്ല തേട്ടവുമുണ്ടോ? നമുക്കൊരു മടവൂരിയോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പൊ എന്താണ് ചോദ്യം? ജിന്നിനോട് സഹായം ചോദിച്ചാൽ ശിർക്കാകാത്തതുണ്ടോന്ന്. കൊച്ചിയിൽ വെച്ചുകൊണ്ട് ഇതേ ചോദ്യം ഇതേ അനസ്മുവിനോട് ചോദിച്ചപ്പോൾ ഷിർക്ക്, ഒക്കെ ഷിർക്കാണ്. എന്നാൽ മുജാഹിദായ കാലഘട്ടത്തിൽ അനസ്മുലി കൊടുത്ത മറുപടി എന്താ കേട്ടോളൂ. അത് ഞങ്ങളല്ലേ തീരുമാനം. നിങ്ങളുടെ ചോദ്യം ഞങ്ങൾ പറഞ്ഞു പോലെ ചോദിച്ചു. നിങ്ങൾ മടവൂരി അല്ല, അത് എനിക്കറിയാം. നിങ്ങൾ മടവൂരി ആയതുകൊണ്ടല്ലല്ലോ അങ്ങനെ പറഞ്ഞത്. മറുപടി ഇപ്പൊ എങ്ങനെ പറഞ്ഞു? ഇപ്പൊ നിങ്ങൾ ഒരു പഠിച്ചിട്ട് വലുതായതുകൊണ്ട് എനിക്ക് പ്രയാസമൊന്നുമില്ലല്ലോ. ആ ഖുർആൻ സുന്നത്ത് പറയാൻ പോണത്, ഖുർആൻ സുന്നത്ത് അല്ലാതെ വേറെ അതിൽ. അപ്പൊ എന്താ ഈ പറയാൻ പോണ മറുപടി ഖുർആൻ സുന്നത്ത് അനുസരിച്ചാട്ടോ. പക്ഷെ ആ ഖുർആൻ കൊച്ചിയിൽ മൻസൂഖായി, അത് വേറെ കാര്യം. ആ ആയത്തിന് അന്ന് തിരുവനന്തപുരത്ത് അനസ് മൗലവിന്റെ ഖുർആൻ ഈ 2 ദിവസം മുമ്പ് കൊച്ചിയിൽ എന്തായി? മൻസൂഖായി. ആ ആയത്തിന് ഇപ്പൊ പ്രസക്തി ഇല്ല. കാരണം എന്താ? അന്ന് ശിർക്കല്ലാത്തപ്പോ ശിർക്കായല്ലോ. പുതിയ ആയത്ത് ഇറങ്ങിയോ? ഖുർആൻ വെച്ചിട്ട് മറുപടി അറിയാൻ പോണു കേട്ടോ. വടവൂരികൾ ഖുർആൻ സുന്നത്തല്ലാതെ പറയുന്നത് അത് വേറെ ചോദ്യം ഉണ്ട്, അവിടെ കേട്ടെ. അപ്പൊ ഏതായിരുന്നാലും അതിന് മറുപടി പല വിധത്തിലുണ്ട്. മറുപടി പല വിധത്തിൽ പറഞ്ഞുതരാ. അതായത് ഏതെങ്കിലും സഹായതേട്ട് അങ്ങനെ ഉണ്ടോന്നാ? ജിന്നുകളോട് സഹായം തേടിയാൽ അങ്ങനെ ഏതെങ്കിലും ഒരു സഹായതേട്ട് ഉണ്ടോന്നാ? ജിന്നിനോട് സഹായം ചോദിച്ചാൽ ശിർക്കാകാത്ത വല്ല സഹായതേട്ടുമുണ്ടോന്ന് കേട്ടെ. അതിനെ വിശദീകരിച്ചുകൊണ്ട് സാക്ഷാൽ മടവൂരികൾ തന്നെ പറയും. നിങ്ങളെന്ന് വെച്ചാൽ വിഷമിക്കണം, ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഇച്ചിരി ബോധപൂർവ്വം അവരെ കവർ ചെയ്ത് പറയണോണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ലല്ലോ, കേട്ടോളൂ. ജിന്നുകൾക്ക് അല്ലാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിന് അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. ആ ഇസ്ലാം എന്ന് ഇപ്പൊ അനസ് മൗലവി പുറത്താണ്. ഇപ്പൊ അന്നത്തെ അനസ് മൗലവി പറഞ്ഞ ഇസ്ലാം എന്ന് ഇപ്പൊ അനസ് മൗലവി പുറത്തായി. കാരണം എന്താ? ഇപ്പൊ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അഭൗതിക കഴിവാണ്. ഞാൻ പറഞ്ഞു ജിന്നിന് മാറ്റം സംഭവിച്ചിട്ടില്ല, KNM-നേറ്റ് മാറ്റം സംഭവിച്ചിട്ടുള്ളൂ. അതിന് ജിന്നുകൾ ഉത്തരവാദിയല്ല. അഭൗതികമായ കഴിവ് എന്ന് നാം ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടികൾക്കാർക്കും നൽകാത്ത കഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നുകൾക്കുള്ള കഴിവിനെ സംബന്ധിച്ച ഒരു വിശദീകരണം. എന്നിട്ട് വീണ്ടും ഇതിൽ കാണാം, അതുപോലെ വിജനപ്രദേശത്തുണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ, വിജനപ്രദേശത്തുണ്ടായേക്കാനിടയുള്ള ജിന്നുകളോടും മലക്കുകളോടും, അപ്പൊ അവിടെ ഉണ്ട് ഹാദിറാണ്, അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയം, അതാണ് ഖാദിർ. പിന്നെ അവിടെ ഉണ്ടാകണമെങ്കിൽ ഹയ്യ ആകണല്ലോ, അതാണ് ഹയ്യ്, ഹാദിർ, ഖാദിർ. അപ്പൊ ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോട് സഹായം ആവശ്യപ്പെട്ടാൽ എന്തല്ല അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അത് പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ പ്രാർത്ഥന അല്ലെങ്കിൽ അത് ശിർക്കുമല്ല. ഇതാണ് മുജാഹിദ്. അപ്പൊ വസീലത്ത് ശിർക്ക് വിഷ്ടം കണ്ടുപിടിച്ചൊന്നുമില്ല. അത് അനസ് മൗലവി ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തെ സലഫി സെന്ററിൽ നടന്ന മുഖാമുഖത്തിൽ പറഞ്ഞതാണ്. ഇനിയോ? അപ്പോൾ 2 തെളിവ് ഞാൻ പറഞ്ഞു. മുത്തലഖൻ ശിർക്ക് എന്നുള്ളതിന് ഒരു തെളിവ് കായക്കുടിന്റെ ബുക്ക്, അതിൽ വസീലത്ത് ശിർക്കുണ്ട്. പിന്നെ വസീലത്ത് ശിർക്ക് അതേ അനസ് മൗലവി തന്നെ മുമ്പ് KNM-ന്റെ വേദിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി 3ാമത്തെ തെളിവ് പിടിച്ചോ. ഇത് ജമിയത്ത് ഇഹ്യാ ഉത്റാസിൽ ഇസ്ലാമിന്റെ കത്താണ്. ജമിയത്ത് ഇഹ്യാ ഉത്റാസ് KNM-ന് മറക്കാൻ കഴിയോ? ഈ കത്ത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതാക്കന്മാർക്ക് അയച്ച കത്തല്ല. എന്റെ പാവപ്പെട്ട KNM-ന് പ്രവർത്തകന്മാർ ചിന്തിച്ചോളി. ഈ ഇഹ്യാ ഉത്റാസിന്റെ കത്ത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പേരിൽ വന്ന കത്തല്ല. ഇത് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പേരിൽ വന്ന കത്താണ്. ആർക്കൊക്കെയാണ് കത്ത്? അബ്ദുള്ള കോയ മദനി, റയീസ് നദ്വത്തുൽ മുജാഹിദീൻ ബി കേരള, അബ്ദുൽ ഖാദിർ സൈനുദ്ദീൻ അൽ ഫാറൂഖി, അമീൻ ആം നദ്വത്തുൽ മുജാഹിദീൻ, മുഹയ്യിദ്ദീൻ മുഹമ്മദ് അൽ ഉമരി, റയീസ് ജംഇയ്യത്തുൽ ഉലമാ ബി കേരള, മുഹമ്മദ് മുഹയ്യിദ്ദീൻ അൽ മദനി, അമീർ ജംഇയ്യത്തുൽ ഉലമാ ബി കേരള ഹഫിളഹുമുല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇഹ്യാ ഉത്റാസിൽ ഇസ്ലാമിന്റെ കത്താണ്. എന്താ കത്ത്? ഇവിടെ ഈ പ്രശ്നമുണ്ടായല്ലോ. ഈ പ്രശ്നമുണ്ടായപ്പോൾ യാ ഇബാദുല്ലാഹി ഇസ്തിആനത്തും ബിൽ ജിന്ന് പ്രശ്നമുണ്ടായപ്പോൾ ഇഹ്യാ ഉത്റാസിന്റെ നേതൃത്വത്തിൽ അവിടെ 2 കൂട്ടരും ചർച്ച നടത്തി. ഇഹ്യാ ഉത്റാസിന്റെ നേതൃത്വത്തിൽ ആ 2 കൂട്ടരും ചർച്ച നടത്തിയിട്ട് ഇഹ്യാ ഉത്റാസ് ഖുർആനും സുന്നത്തും വെച്ച് കൊടുത്ത് KNM-ന് പഠിപ്പിച്ചു കൊടുത്തതാണിത്. കത്ത് കൊടുത്തു KNM-ന്.
മുത്തലഖൻ ശിർക്ക് എന്ന് പറഞ്ഞ് കേട്ടോളി. അമ്മാ മസ്അലത്തുൽ ഇസ്തിആനത്തി ബിൽ ജിന്നി, ജിന്നിനോടുള്ള സഹായ ചോദ്യത്തിന്റെ വിഷയം, ഫതറഫുൻ യറ അന്നൽ ഇസ്തിആനത്തി ബിൽ ജിന്നി ശിർക്കുൻ മുത്തലഖൻ ബിജമീഇ അൻവാഇഹാ, ഒരു വിഭാഗം പറയുന്നത് കേന്നം പറയുന്നു മുത്തലഖൻ ശിർക്കാൻ. വത്തറഫുൽ ആഖർ, എന്നാൽ മറ്റേ വിഭാഗം പറയുന്നു അഥവാ വിസ്തക്കാർ പറയുന്നു യറ അന്നൽ ഇസ്തിആനത്തി ബിൽ ജിന്നി മിൻഹാ മാ ഹുവ ശിർക്കുൻ വ മിൻഹാ മാ ഹുവ ലൈസ ബിശിർക്കിൻ, ശിർക്കായതുണ്ട് ശിർക്കല്ലാത്തതുണ്ട്. ലാക്കിൻ യുഹറമു ജമീഉഹാ മിൻ ബാബി സദ്ദി ദരിഅ ഇല ശിർക്കി, അത് ശിർക്കിലേക്ക് പോകുന്ന വസീലയായതുകൊണ്ട് അത് മുഴുവൻ ഹറാമാകുന്നു. ഇതാണ് രണ്ട് കൂട്ടരുടെയും വാദം. വറാജിഹ്, ഈ രണ്ട് വിഭാഗത്തിൽ ഏതാണ് ഏറ്റവും ശരിയായ വാദം? വല്ലാഹു ആലം അന്നൽ ഇസ്തിആനത ബിൽ ജിന്നി അൻവാഉൻ, ജിന്നിനുള്ള സഹായ ചോദ്യത്തിൽ അൻവാഅകളുണ്ട്, വിവിധങ്ങളായ ഇനങ്ങളുണ്ട്. മിൻഹാ മാ ഹുവ ശിർക്കുൻ വമിൻഹാ മാ ഹുവ വസീലത്തുൻ ഇല ശിർക്കി, അത് ശിർക്കുണ്ട് ശിർക്കല്ലാത്ത വസീലയായതുമുണ്ട്. വയുഹറമു ജമീഉഹാ മിൻ ബാബി സദ്ദി ദറാഇ ഇല ശിർക്കി, അത് മുഴുവൻ ഹറാമാണ്. എന്നിട്ട് കണ്ണതറോ KNMന്റെ ഔദ്യോഗിക KNMന് വെടിയേറ്റിയ കത്തിൽ ജമിയത്ത് റാസുൽ ഇസ്ലാമി പഠിപ്പിക്കാണ്. ഫൽ ഉലമാഉ മുത്തഫിഖൂന അലാ ഹാദൽ ഖൗൽ റാജിഹ്, ഈ വാദം അഥവാ ശിർക്കുമുണ്ട് വസീലത്തു ശിർക്കുമുണ്ട് എന്ന വാദത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസമില്ലാതെ ഏകോപിച്ചിട്ടുണ്ട്. വലാ ഖിലാഫ ഫീഹി ബൈന അഹ്ലിൽ ഇൽമി, അഹ്ലുൽ ഇൽമിന്റെ ഇടയിൽ അതിൽ യാതൊരു തർക്കവും ഇല്ല. ഞാൻ ചോദിക്കുന്നു, അനസ് മൗലവി, ധൈര്യമുണ്ടോ നിങ്ങൾക്ക് KNMന് ഈ ജമിയത്ത് ഹിയാത്ത് റാസുൽ ഇസ്ലാമിയുടെ കത്ത് അത് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഖുർആന്റെയും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മറുപടി അറിവിൽ എഴുതി കൊടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ട്? വിശുദ്ധത്തിന്റെ വാദം എന്താണോ അതേ വാദം തന്നെയാണ് നിങ്ങളുടെ നേതാക്കന്മാരെ പേര് വെച്ചുകൊണ്ട് ഈ ഹിയാത്ത് റാസുൽ ഇസ്ലാമിന്റെ കത്ത് നിങ്ങൾക്ക് വന്നിട്ടില്ലേ? നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ തരാ. നിങ്ങളുടെ നേതാക്കന്മാർക്ക് പേര് വെച്ച് കൊടുത്ത കത്താണിത്. ഈ കത്തിൽ പറയുന്നു വിസ്തം വിഭാഗത്തിന്റെ വാദമാണ് ശരി, നിങ്ങളുടെ വാദം റാജിയായ ഖൗലല്ല. 3 തെളിവ് 3. ഇനിയോ ജമിയത്തു, അതുപോലെ തന്നെ ലജ്നയുടെ സൗദി അറേബ്യയിലെ ലജ്നയിൽ എത്ര ഫത്വകൾ കാണാൻ കാണി, വസീലത്ത് ശിർക്കിന്റെ ഫത്വകൾ. അതുകൊണ്ടല്ലേ അനീഫ് കായ്ക്കടി എടുത്തു കൊടുത്തത്. അപ്പൊ 4 തെളിവുകൾ. നിങ്ങൾ കൊച്ചിയിൽ വെച്ച് എന്താ പറഞ്ഞത്? മുത്തലഖൻ ശിർക്കാൻ. അതിന് ആയത്ത് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ആയത്ത് ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്. ഈ ഇസ്ലാമിക ലോകത്തിന് പരിചയമില്ലാത്ത, മുസ്ലിം പണ്ഡിതന്മാർക്ക് പരിചയമില്ലാത്ത വാദങ്ങൾ പറയാൻ വേണ്ടി നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്. നിങ്ങൾ വെറുതെ പറഞ്ഞല്ല, നിങ്ങൾ ഫാത്തിഹ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. കാരണം അള്ളാഹിന്റെ ഖുർആൻ ദുർവ്യാഖ്യാനിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പൊട്ടൻവാദം സ്ഥാപിക്കാൻ കഴിയില്ല. ഈ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ലാത്ത കാര്യമാണ് വിസ്തം പറയുന്നത്. നിങ്ങളുടെ വാദം ലോകത്ത് അഹ്ലുസ് സുന്നയിൽപ്പെട്ട ആളുകൾ മുത്തലഖ് ശിർക്ക് എന്ന് പറഞ്ഞിട്ടില്ല, റാജി എന്ന് പറഞ്ഞിട്ട് പറയാണ്. ഉലമാ മുത്തഫിഖാണ്. വിസ്തത്തിന്റെ വാദത്തിൽ പണ്ഡിതന്മാർക്ക് തർക്കമല്ല. നിങ്ങൾ വിസ്തത്തെ എന്ത് പേര് വിട്ട് വിളിച്ചാലും ഞങ്ങൾക്കിത് പ്രശ്നമല്ല. പക്ഷെ നിങ്ങളുടെ വാദത്തിന് തെളിവില്ല. നിങ്ങൾ ഇയ്യാക നഅ്ബുദു ദുർവ്യാഖ്യാനിച്ചിട്ടില്ലേ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. അബ്ദുറഹ്മാൻ സലഫി ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. എനിക്ക് ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് പിന്നെ കേൾപ്പിക്കണില്ല. പ്രൂഫ് പോയിന്റിൽ വളരെ വ്യക്തമായി ഞങ്ങളത് വിശദീകരിച്ചിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ വേണ്ടിയിട്ടില്ല. അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞെന്താ അറിയോ? മനുഷ്യനോട് സഹായം ചോദിക്കുന്നതും ശിർക്കാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇറങ്ങിയതിന് ശേഷം പിന്നീട് വതആവനൽ ബിർരി വത്തഖ്വ എന്ന ആയത്തിറങ്ങിയതിന് ശേഷമാണ് അത് ശിർക്കല്ലാതായത്. പക്ഷെ എന്നാൽ ജിന്നോട് ചോദിക്കുക ശിർക്കാണ്. 2012 ഈ ആയത്തിറങ്ങിയത്? 5/6/11 ഈ ആയത്തിറങ്ങിയത്? അല്ല. അതുപോലെ തന്നെ സൂറത്തുൽ ജിന്നിലെ ആയത്ത് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ആയത്ത് കൊച്ചിയിലും നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതേപോലെ ഇബ്നു കസീറിന്റെ തഫ്സീറും നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് പരപ്പനങ്ങാടിയിൽ വെച്ചുകൊണ്ട് ഹനീഫ് കായക്കൊടിക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾ പൊളിച്ച് കൈ തന്നിട്ടുണ്ട്. ഒരുപാട് തഫ്സീറുകൾ ഞാൻ അവിടെ ഉദ്ധരിച്ചു. ഒരൊറ്റ തന്നെ മര്യാദയ്ക്ക് നിങ്ങൾ തൊടാൻ കഴിഞ്ഞിട്ട് എക്കാമ മിണ്ടിട്ടില്ല. ഞാൻ ഇമാം തൊബരി ഉദ്ധരിച്ചിരുന്നു, ഇബ്നു ആശൂറിനെ ഉദ്ധരിച്ചിരുന്നു, ഷെയ്ഖ് ഇബ്നു ഉസൈമിനെ ഉദ്ധരിച്ചിരുന്നു. മഹാരഥന്മാരായ സലഫി പണ്ഡിതന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞ സൂറത്തുൽ ജിന്നിന്റെ ദുർവ്യാഖ്യാനം അത് തകർത്ത് തരിപ്പണമാക്കി നിങ്ങൾ കൈ തന്നിട്ട് എന്താ എനിക്ക് മിണ്ടാഞ്ഞത്? എന്താ മിണ്ടാതിരുന്നത്? കൊച്ചിയിലെ മുഖാമുഖത്തിൽ ഞാൻ ആ ആയത്ത് വിശദീകരിച്ചിരുന്നു. അവിടെ നിങ്ങൾ മിണ്ടിയോ? അതിനൊക്കെ മറുപടി പറയണം. അതല്ലാതെ വിശുദ്ധത്തിന്റെ മേലെ കളവ് പറഞ്ഞിട്ട് കാര്യമില്ല.
എത്ര കളവ് കളഞ്ഞു, 1-2 മാത്രം സാമ്പിൾ കാണിക്കുക. ബഹുമാനെ TP തന്നെ പറയട്ടെ ഒരു കളവ്. ഇനി ആദർശം കൊണ്ട് ആദർശത്തെ നേരിടാൻ കഴിയാത്തപ്പോൾ എന്താ, ഒന്നുകിൽ കളവ് പറയാ, ഒന്നാമത്തെ അടവ് പറയട്ടെ. എന്നാൽ മുജാഹിദിന്റെ ആശയങ്ങൾ മുജാഹിദിന്റെ ശത്രുക്കൾക്കും വളരെ വ്യക്തമായി അറിയാം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ, അള്ളാഹുവിനോട് മാത്രം സഹായം തേടൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഖുർആന്റെ പ്രഖ്യാപനം അത് സമൂഹത്തിൽ വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നാം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂലേ എന്നൊരു വാദം നമ്മിലേക്ക് കടന്നു വന്നാൽ എഴുതില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കും, എങ്ങനെയാണ് ഈ നുണ പറയാൻ ഈ നേതാക്കന്മാർക്ക് കഴിയുന്നത്? അതാണ് നമുക്ക് ആലോചിച്ച് പിടുത്തം കിട്ടാത്തത്. ഒരു കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നാവുകളായിരുന്ന ഈ നാവുകൾ ഈ പച്ചയായ ശിർക്കാരോടെ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ പറയാൻ എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്ക്? ഞങ്ങൾക്ക് ആലോചന പിടുത്തം കിട്ടുന്നില്ല. അടുത്ത ആൾ വരട്ടെ. അല്ലാണ്ട് തേടമാര് ജിന്നോട് തേടും നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കൂല, കപടന്മാരാ നിങ്ങള്. അള്ളാഹുവിനോട് തേടുന്നത് പോലെ ജിന്നുകളോട് തേടുന്ന നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കൂല. ഇവിടെ അള്ളാഹിനോട് തേടാൻ തന്നെ ആളുകൾക്ക് സമയമില്ല, നിസ്കരിക്കാൻ, അതുപോലെ തന്നെ പിന്നെ അധികാറുകൾ ചെല്ലാനൊക്കെ. നിങ്ങൾ ആലോചിച്ച് നോക്കി. അതന്നെ പലപ്പോഴും നമുക്ക് പ്രാർത്ഥനകളൊക്കെ തിരക്കുകൾക്കിടയിൽ നമ്മൾ മറന്നു പോകാറുണ്ട്. അള്ളാഹുവിനോട് തേടുന്നത് പോലെ ജിന്നുകളോട് തേടുന്നവരാണ് വിസ്തക്കാർ, നിങ്ങൾ കപടന്മാരാണ്. അനസ് മൗലവി, KNMന്റെ ബഹുമാനായ നേതാക്കന്മാരെ, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പറയാണോ, അതല്ല ശൈത്താൻ നിങ്ങളുടെ അനസ് മൗലവി പറഞ്ഞില്ലേ, എന്താ വശമില്ലാത്ത ഭാഷ സംസാരിക്കാന്നൊക്കെ പറഞ്ഞില്ലേ, നിങ്ങളാണോ സംസാരിക്കുന്നത്? നിങ്ങളുടെ നാവിലൂടെ ജിന്ന സംസാരിക്കണത് നിങ്ങൾക്ക് മനസ്സിലാണില്ല. എന്തൊരു ശിർക്കാരോപണം കേട്ടോളി. ബഹുദൈവ വിശ്വാസികളാ നിങ്ങള്, അതൊക്കെ മാറ്റിയിട്ട് തൗഹീദിലേക്ക് സന്തോഷത്തോടെ കടന്നു വരൂ. അപ്പൊ ബഹുദൈവ വിശ്വാസികളാണ്. അപ്പൊ നമുക്ക് 2 അള്ളയുണ്ട്. ഒരള്ള ഏതാണ്? അള്ളയും രണ്ടാമത്തെ അള്ള ജിന്നും. വിശ്വക്കാർ 2 അള്ളുണ്ട്, ബഹുദൈവ വിശ്വാസികളാണ്. സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അളീം. ഇതൊക്കെ പരലോകത്തേക്ക് വരും. വിസ്തം വിഭാഗത്തിന്റെ ആദർശം വളരെ വ്യക്തമാണ്. ഇത് ഞങ്ങളുണ്ടാക്കിയ ആദർശമല്ല, അതിന് തെളിവ് അവിടെ തന്നിട്ടുള്ളത് 4 തെളിവുകൾ പ്രധാനമായി ഞങ്ങൾ തന്നു. ഖുർആനും സുന്നത്തും ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞ വിസ്തത്തിന്റെ വാദം. അതല്ലാത്ത നിങ്ങളുടെ വാദത്തിന് ഒരു തെളിവില്ല. നിങ്ങൾ അള്ളാഹിന്റെ ഖുർആൻ പച്ചയായി ദുർവ്യാഖ്യാനിച്ചിട്ടാണ് ഈ ദുർവ്യാഖ്യാനം നടത്തി നിങ്ങളെ വാദം സ്ഥാപിക്കണം. എന്നിട്ട് ഈ തൗഹീദുള്ള ആളുകളെ ബഹുദൈവ വിശ്വാസികളാണ്. പടച്ചോനെ പേടിച്ചോളി. പിന്നെ ഒന്ന് പച്ചക്കളവ് പറയാം. പിന്നെ രണ്ടാമത്തെ അടവന്തരം, നമ്മുടെ വാദം മടവൂരികളുടെ അല്ലെങ്കിൽ മർക്കസ് ദാവക്കാർ എച്ചിലാണ് നമ്മൾ എടുക്കുന്നത് എന്ന് കൊച്ചിയിൽ വെച്ചുകൊണ്ട് അനസ് മൗലവിന്റെ പുതിയൊരു കണ്ടുപിടുത്തം. അതാർക്കൊക്കെ കൊട്ടുന്നത് നമുക്കറിയില്ല, ഏതാനും കേട്ടോളൂ. അർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായ മർക്കസ് ദഅവ രൂപീകരിച്ച ഏതെല്ലാം വാദമുണ്ടോ ആ വാദങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ച് മറ്റൊരു സംഘമായി അഥവാ മർക്കസ് ദഅവ പെറ്റിട്ട ചാപ്പിള്ളയായി പ്രവർത്തിക്കുകയാണ് വിസ്റ്റം ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ വിസ്റ്റംകാർ ഉന്നയിക്കുന്ന അതിവാദങ്ങളെല്ലാം കഷ്ഫൊഴികെയുള്ള സർവാധിവാദങ്ങളും മർക്കസ് ദഅവയുടെ ചിന്താ പ്രസ്ഥാനങ്ങളിൽ അവരുടെ രേഖകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയും. ആ രേഖകളിൽ നിന്ന് കടമെടുത്ത് ഒരു ചാപ്പിള്ളയായി രൂപപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് വിസ്റ്റം എന്ന് പറയുന്ന ആ പ്രസ്ഥാനമെന്ന് തിരിച്ചറിയണം. ഇൻഷാ അല്ലാഹ് ആവശ്യമെങ്കിൽ അതിനാവശ്യമായ സർവ്വ സംവാദങ്ങളും സർവ്വ തെളിവുകളും നിരത്താൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കുമെന്ന് മാത്രമാണ് ചുരുക്കി സൂചിപ്പിക്കാൻ. അപ്പൊ വിസ്റ്റം എന്ന് പറഞ്ഞാൽ മർക്കസ് ദഅവന്റെ ചാപ്പിള്ളയാണ്. പുതിയ കണ്ടുപിടുത്താട്ടോ. അതിനിടയ്ക്ക് മൂപ്പർ ഒരു കളം കൂടി പറയുന്നുണ്ട്. കശ്ഫ് ഒഴികെയുള്ള എല്ലാ വാദങ്ങളും വിസ്തക്കാരെടുത്തത് മർക്കസ് ദഅവക്കാരെന്നാണ്. നമുക്ക് അങ്ങനത്തെ വാദം തന്നെ അല്ല. ആ വാദം പച്ചയായ ശിർക്കാണെന്നാണ് വിസ്തക്കാർ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്, എന്നും പറഞ്ഞിട്ടുള്ളത്. അത് ഞങ്ങളുടെ പേരിൽ വേറൊരു കളവാണ്. അപ്പം ഞാനിപ്പോൾ ഈ അനസ് മൗലവി എന്താ പറഞ്ഞത്, ഈ 2002 മുതൽക്കുള്ള മർക്കസ് ദഅവക്കാർ പെറ്റുകൂട്ടിയ ചാപ്പിള്ളകളാണ് വിസ്തക്കാർ. അപ്പം ഞാൻ പുതിയ വിചിന്തനം എടുത്തു നോക്കി. അപ്പോൾ കുറച്ച് ചാപ്പിള്ളകൾ അതിൽ കണ്ടു. നമ്മുടെ വിസ്തത്തിൽ തിരഞ്ഞിട്ടിപ്പോൾ മർക്കസ് ദഅവയിൽ വന്ന ചാപ്പിള്ളകൾ ഇവിടെ ഒന്ന് തിരഞ്ഞിട്ട് കണ്ടില്ലേ നമ്മൾ. അപ്പം ഞാനിങ്ങനെ ഇന്ന് മിഞ്ഞാന്ന് ഇറങ്ങിയിട്ടുള്ള വിചിന്തനം എടുത്തു നോക്കിയപ്പോൾ അതിലുണ്ട് കുറച്ച് ആൾക്കാരെ ഫോട്ടോ. മർക്കസ് ദഅവന്റെ ചാപ്പിള്ളകൾ അവിടെ ഉണ്ട്. ഏതൊക്കെയാണെന്നറിയാം? KNM സംസ്ഥാന സമിതി ഭാരവാഹികൾ. അതിൽ ഒന്ന് വൈസ് പ്രസിഡന്റുമാർ ഹുസൈൻ മടവൂർ. അപ്പൊ മൂപ്പര് മർക്കസ് ദഅവയിൽ നിന്ന് വന്നതല്ലേ, അതോ വിസ്തത്തിൽ നിന്നതാ?
ഹുസൈൻ മടവൂർ മർക്കസ് ദേവൻ എന്ന് വന്നതാണ് വിസ്തത്വം എന്നാണോ? അപ്പൊ മർക്കസ് ദേവന്റെ അതിവാദങ്ങൾ, കശ്വോയികളുടെ അതിവാദങ്ങളൊക്കെ ഹുസൈൻ മടവൂരിലുണ്ടോ? ഉണ്ടോ? ഇല്ലേ? അപ്പൊ ഒരു ചാപ്പിള്ള വൈസ് പ്രസിഡന്റ്. അടുത്തത് പിന്നെ PK ഇബ്രാഹിം അജയ് എനിക്കറിയില്ല കേട്ടോ, ആരിഫായി ഓലെ ഏത് പിള്ള എനിക്കറിയില്ല. പിന്നെ സെക്രട്ടറിമാർ A അസ്ഗർ അലി. ഇതേതായാലും വിസ്തത്തിന് പോയതല്ല, കാരണം മൂപ്പരെ പറ്റിയിട്ട് ബഹുമാന്യനായ പിന്നെ KP സൂത്രപ്പണിക്കാരെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏതായാലും മർക്കസ് ദേവൻ്റെ ഒരു ചാപ്പിള്ള തന്നെയാണ്. ആ ചാപ്പിളിനെ പിടിച്ചുകൊണ്ട് സെക്രട്ടറി ആക്കിയാണ്. ഇനിയോ അടുത്തത് C മുഹമ്മദ് സലീം സുല്ലമി, അതുപോലെ തന്നെ ഈ നാട്ടുകാരനായിട്ടുള്ള അബ്ദുൽ ഹസീബ് മദനി, സലാഹുദ്ദീൻ മദനി, ഡോക്ടർ PP അബ്ദുൽ ഹക്ക്. ഇവരൊക്കെ എവിടുന്നാണ് മനസ്സുമലവി? ഇവരൊക്കെ വിസ്തത്തിൽ നിന്നാ. അപ്പൊ ഈ വിസ്തത്തിന്റെ ഇന്ന് വാദിക്കുന്ന വിസ്തം വിഭാഗത്തിന്റെ എല്ലാ വാദങ്ങളും, എല്ലാ പിഴച്ചവാദങ്ങളുമുള്ള മർക്കസ് ദേവന്റെ എല്ലാ തലതൊട്ടപ്പന്മാരെയും നിങ്ങളെ നേരെ തലതൊട്ടപ്പന്മാരാക്കി നിങ്ങൾ കയറ്റി വെച്ചിട്ട് നിങ്ങൾ നമ്മളെ ചവിട്ടണമെന്തിനാ? എന്തെങ്കിലുമൊക്കെ പറയുമ്പം ഒരു മാന്യത. നിങ്ങൾക്ക് മർക്കസ് ദേവന്റെ ഉള്ളിലുള്ള ഈ KNM-നുള്ള ഈ പറയപ്പെട്ട ചാപ്പിളുകൾ നിങ്ങൾ പറഞ്ഞല്ലോ, നമ്മൾ നേതാക്കന്മാരായിട്ട് തന്നെ ഒക്കെ ബഹുമാനിക്കുന്നവരാട്ടോ. ആദർശം ഉണ്ടെങ്കിൽ ഇവരൊക്കെ മുമ്പ് വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല നേതാക്കന്മാർ. ആദർശം ഇല്ലാത്തതുകൊണ്ട് നമ്മളെ പോലെ വെക്കാത്ത, മനസ്സിലായില്ലേ? അപ്പൊ ഈ പറയുന്ന ഇവരെ നിങ്ങൾ ഉള്ളിൽ കൂടെ കുത്തിയതാണ്. നിങ്ങൾ കുത്തിക്കോളി, പല കുത്തി നടക്കുന്നുണ്ടല്ലോ. അതിന് നമ്മൾ വിസ്തത്തിനെ ചവിട്ടണ്ട, മനസ്സിലായില്ലേ? പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ മൂപ്പരൊരു ഭീഷണിയുണ്ട്. ഒന്ന് നുണ പറഞ്ഞിട്ട് ആദർശമില്ലെങ്കിൽ പിന്നെ എന്താ കളവ് പറയുക, അതുപോലെ തന്നെ ഇല്ലാത്ത ആരോപണം പറയുക. പിന്നെ ഈ അങ്ങാടിയിലുണ്ടല്ലോ, അങ്ങാടി തോറ്റതിന് അമ്മയോട് പറഞ്ഞിട്ട് ഗുണ്ടായുസം കാണിക്കരുത്. കാണിച്ചു തരടാ, അന്നെ ഞാൻ അങ്ങനെ ആക്കോടാ, ഇങ്ങനെ ആക്കോടാ. ഇതൊക്കെ ഒരു മതപ്രബോധന വേദിയിൽ വെച്ച് പറയാൻ പറ്റും? ഹംദും സലാത്തും തുടങ്ങിയിട്ട് പറയാൻ പറ്റിയ വാക്കുകളാണ്. എന്താ അനസ് മൗലവി കൊച്ചിയിൽ വെച്ച് പറഞ്ഞറിയോ? കേട്ടോളി. ഞാൻ ഇത്രയും ശക്തമായിട്ടൊന്നും ഇത് പറഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെ. കാരണം അവരുടെ മാനം കാക്കൽ അവരുടെ ബാധ്യതയല്ലെങ്കിലും പല വിസ്തം വിഭാഗത്തിൻ്റെയും നേതാക്കളുടെ മാനം കാക്കുന്നത് ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് നിങ്ങളിൽ പല ആളുകളെയും മാനം നിൽക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ഞാൻ ഇത്രയും ശക്തമായിട്ടൊന്നും ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് കൊച്ചിയിൽ വന്ന് ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ ഹേറ്റ് ക്യാമ്പയിൻ ഒരുങ്ങുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരുത്തണ്ടത്തിരുത്താൻ ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്. ചിലപ്പോൾ ഈ ചോട്ട മൂല്യമാർക്ക് ചിലപ്പോൾ തിരിച്ചറിഞ്ഞോണമെന്നില്ല. ബഡാ മൗലവിമാരോട് ചോദിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞ് വിസ്ഡം വിഭാഗത്തിന്റെ പല നേതാക്കന്മാരെയും മാനം അനസ് മൗലവിന്റെ കയ്യിലുണ്ട്. അങ്ങനെ അനസ് മൗലവിയുടെ ഔദാര്യം കൊണ്ട് ജീവിക്കേണ്ട ഗതികേട് ഈ വിസ്ഡം വിഭാഗത്തിന്റെ സംഘടനയുടെ ഉള്ളിൽപ്പെട്ട ഒരു ഇന്ന് ജനിച്ചു വീണ പൈതലിന് പോലുമില്ല. മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ ഔദാര്യത്തിൽ ജീവിക്കേണ്ട ഗതികേട് ഈ വിസ്ഡം വിഭാഗത്തിന്റെ നേതാക്കന്മാർക്കെന്നല്ല, ഇന്ന് ജനിച്ചു വീണ പൈതലിന് പോലുമില്ല. മനസ്സിലായോ? നിങ്ങൾ ഔദാര്യം. നിങ്ങൾ ഇതിനപ്പുറം പറഞ്ഞിട്ടുണ്ട്, ഇതിനപ്പുറം ഇനിയും പറഞ്ഞോളി, ഒരു പ്രശ്നവും നിങ്ങൾക്കില്ല. നിങ്ങൾ എന്താ പറഞ്ഞു? 6 മാസം കൊണ്ട് വിസ്ഡം കമ്പനി പൂട്ടിപ്പോകുന്നല്ലേ? പൂട്ടിയോ? ഇന്നും നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നത് ഈ വിസ്ഡം വിഭാഗത്തിന്റെ ശബ്ദമാണ്. അതിന് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാവും. കൊച്ചിയിൽ വന്നിട്ട് നിങ്ങളുടെ വാദത്തെ തകർത്തു പോകുന്നതിന് ഇമ്മാരി പിന്നെ പോക്കിരിത്തരം കാണിച്ചിട്ട് കാര്യമില്ല. അതിന് മറുപടി എനിക്ക് പറയും. നിങ്ങൾക്ക് മറുപടി ഇല്ല എന്ന് മനസ്സിലായി നിങ്ങളുടെ മുഖാമുഖം കണ്ടപ്പോൾ. മനസ്സിലായില്ലേ? അതുകൊണ്ട് അതൊന്നും വേണ്ട അനസ് മൗലവി. ഒരു മനുഷ്യന്റെ ഞങ്ങളുടെ മാനം പടച്ച റബ്ബിന്റെ കയ്യിലാണ്, അള്ളാഹുവിന്റെ കയ്യിലാണ് ഞങ്ങളുടെ മാനമുള്ളത്, നിങ്ങളുടെ കയ്യിലല്ല. അള്ളാഹു ഞങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചാലേ ഈ ലോകത്ത് ഒരു പടപ്പ് ഉദ്ദേശിച്ചാലും അപകീർത്തിപ്പെടുകയുള്ളൂ ഇൻഷാ അള്ളാഹ്. നിങ്ങൾ എത്ര കാലം ഉരുണ്ട് പറഞ്ഞാലും എത്ര കാലം തൊള്ളിട്ട് പറഞ്ഞാലും ഈ വിസ്ഡം വിഭാഗത്ത് ഒരു തരിമ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കൂല. നിങ്ങൾ മനസ്സിലാക്കിക്കൂടി. ഇതൊക്കെ പറയുമ്പോഴേ നിങ്ങളെ മാനാ പോണത്, ഞങ്ങളെ മാനല്ല. ഇതൊന്നും ഒരു മതപ്രഭാഷണ വേദിയിൽ വെച്ചുകൊണ്ട് പറയാൻ പറ്റാത്ത ഗുണ്ടായിസങ്ങൾ പറയുന്നത്. ഖുർആനും സുന്നത്തും പറയും. അതല്ലാതെ ഈ രൂപത്തിലുള്ള ആളുകൾ, ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതുകൊണ്ട് ഞങ്ങളുടെ മാനം ഞങ്ങൾ നോക്കിക്കോളാം. മനസ്സിലായോ? അത്രയേ പറയുള്ളൂ. ഞങ്ങളുടെ മാനം പടച്ചറപ്പിന്റെ കയ്യിലാണ്. ഇരു ലോകത്തും അള്ളാഹുവിന്റെ മുമ്പിൽ മാനം കെടാതെ നോക്കാനാണ് ഞങ്ങൾ അധ്വാനിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പടച്ചറപ്പിന്റെ മുമ്പിൽ മാനം കെടാതെ വലാ തുഖ്സിനി യൗമ യബ്അസൂൻ, പടച്ചോനെ അള്ളാഹു നിന്റെ മുമ്പിൽ എത്തുമ്പോൾ
ഞങ്ങളെ മാനം കെടുത്തരുത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരങ്ങൾ. ഇത് നിങ്ങളല്ല, KNM അല്ല, KJV അല്ല, കേരളത്തിലെ മുഴുവൻ ആളുകളും ഞങ്ങളുടെ മാനം കെടുത്താൻ ഉദ്ദേശിച്ചാലും അങ്ങനെ കെടുന്ന മാനമല്ല മുസ്ലിം വിഭാഗത്തിൻ്റെത്. നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങൾക്ക് ആള് മാറിപ്പോയി അനസ് മൗലവി, നിങ്ങൾക്ക് ആള് മാറിപ്പോയി, മനസ്സിലായില്ലേ? അതുകൊണ്ട് അങ്ങനൊന്നും നിങ്ങൾ ഈ രൂപത്തിൽ കളിക്കണ്ട. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഇങ്ങനെ വാശിയും വക്കാണൊന്നും വേണ്ട. സത്യം സത്യമായി മനസ്സിലാക്കി ആ സത്യത്തിൻ്റെ കൂടെ നിൽക്കുക. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. വിശ്വാസികൾ നിങ്ങൾ പടച്ചവനെ പേടിച്ചോളി, സത്യസന്ധന്മാരെ കൂടെ നിന്നോളി. വകുല്ലുഹും ആതിഹി യൗമൽ ഖിയാമത്തി ഫർദാ. പടച്ചറബിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഓരോരുത്തരും ഒറ്റയായിട്ടാണ് വരിക. അവിടെ നേതാക്കന്മാരും സംഘടനയും സെക്രട്ടറിയും പ്രസിഡന്റും ഒന്നുണ്ടാകൂല. വകുല്ലുഹും ആതിഹി യൗമൽ ഖിയാമത്തി ഫർദാ. പടച്ചവന്റെ മുമ്പിൽ ഒറ്റക്കാണ്. അവിടെ സംഘടനാ പവർ കൊണ്ടും നാവിന്റെ ഊക്കുകൊണ്ടും അല്ലെങ്കിൽ മൈക്കിന്റെ സൗണ്ട് കൊണ്ടുമൊന്നും ആരെയും തോൽപ്പിക്കാൻ കഴിയില്ല. അള്ളാഹിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് മറുപടി പറയേണ്ടി വരും. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ. അള്ളാഹ് പറഞ്ഞതല്ലേ, മലക്കുകൾ പറയും നിങ്ങളവരെ പിടിച്ചു നിർത്തൂ, നിങ്ങളവരെ പിടിച്ചു നിർത്തൂ, എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ പടച്ചറബിന്റെ മുമ്പിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി കൊണ്ട് കൈകെട്ടിക്കൊണ്ട് മറുപടി പറയാൻ. അതിനാണ് സഹോദരന്മാർ ഇത്തരം പരിപാടികൾ. ഇതാരെയും ആക്രമിക്കാനോ ആരെയും വശലാക്കാനോ അല്ല. ഈ തൗഹീദിൽ നിന്ന് വിസ്തം വിഭാഗം ഏതായാലും തെറ്റിയിട്ടില്ല. അത് 100ക്ക് 102% ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ അഹ്ലുസുന്ന മുഴുവൻ തെറ്റിയെന്നർത്ഥം. ഞങ്ങളുടെ ഒരു വാദവും, ഈ വിസ്തം വിഭാഗം ഉന്നയിക്കുന്ന ഒരു വാദവും പോലും ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ സൂറത്തുൽ അൻആം അത് ദുർവ്യാഖ്യാനിച്ചെന്ന് കൃത്യമായി ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾ ആ സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്ത് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചു. ഈ ബുസ്താനിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് മഹാന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ പോലും നിങ്ങൾ കോട്ടിമാട്ടി ദുർവ്യാഖ്യാനിച്ച് വായിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് പറയൂ, അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും വിശദീകരിക്കാൻ സമയമില്ല, ഞാൻ കടക്കണില്ല. നിങ്ങൾ പറഞ്ഞ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ പേര് ഞങ്ങൾ പറഞ്ഞ വാദം അത് ഉള്ളതാണ്. അത് ഇബ്നു അബ്ബാസിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതേ സമയത്ത് നിങ്ങൾ പറഞ്ഞ വാദം അത് മഹാരഥന്മാരായ പണ്ഡിതന്മാർ തള്ളിക്കളയുകയും നിങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ പേരിൽ പച്ചയായി ദുർവ്യാഖ്യാനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ പിന്നീട് വിശദീകരിക്കാം. അപ്പം ഞങ്ങൾ ഒരിക്കലും ദുർവ്യാഖ്യാനിച്ചില്ല, ഞങ്ങൾക്ക് എൻ്റെ ആവശ്യമില്ല. ഉള്ളത് തന്നെ ഇവിടെ പറയാൻ സമയമില്ല, പിന്നെ ഇല്ലാത്ത പറയുന്നു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകെട്ടി മറുപടി പറയേണ്ടി വരും. ഇന്ന് പറഞ്ഞ വാദം നാളെ തിരുത്താൻ നിൽക്കണ്ട. അത് വിശ്വാസികളുടെ ശൈലിയല്ല. മഹാനായ ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിന് ബാധിക്കുന്ന ശിർറിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന വ്യക്തിയായിരുന്നു. ആ ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം, വിസ്തക്കാരെ അതുപോലെ തന്നെ KNMകാരെ മുഴുവൻ മനുഷ്യന്മാരെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളൂ. മുഴുവൻ മനുഷ്യന്മാരോടുമാണ് മഹാനായ ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്താ പറഞ്ഞത്? ഫഅലം, നീ മനസ്സിലാക്കണം, അന്നദ്ദലാലത ഹഖ്ഖദ്ദലാല, ശരിക്കുമുള്ള ദലാലത്ത്, ശരിക്കുമുള്ള വഴികേട് എന്ന് പറഞ്ഞാൽ അൻ തഅരിഫ മാ കുൻത തുൻകിറുഹു വ അൻ തുൻകിറ മാ കുൻത തഅരിഫുഹു. ഇന്ന് നീ അറിഞ്ഞ കാര്യം നാളെ നീ തിരുത്തി പറയാ. ഇന്ന് പറഞ്ഞ കാര്യം നാളെ തിരുത്തി പറയാ. ഇന്നലെ നീ തിരുത്തി പറഞ്ഞ കാര്യം ഇന്ന് സ്ഥാപിച്ചു പറയുക എന്ന് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞത് ഇന്ന് തെറ്റാന്ന് പറയാ, ഇന്ന് തെറ്റാന്ന് പറഞ്ഞത് നാളെ ശരിയാന്ന് പറയാ. ഇതാണ് ശരിക്കുള്ള ദലാലത്ത്. ഇത് വിസ്തക്കാർ പറഞ്ഞതല്ല. റസൂലുള്ളാഹിന്റെ പൊന്നാര സഹാബിയായ ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം, വയ്യാക വത്തലവ്വുൻ, നീ സൂക്ഷിക്കണം, നിറം മാറുന്നതിനെ സൂക്ഷിക്കണം. ഇന്ന് പറഞ്ഞ് നാളെ മാറ്റി പറയാ, അതിന് ആയത്ത് ഓതുക, ആയത്ത് മാറ്റുക, അങ്ങോട്ട് മാറ്റുക, ഇങ്ങോട്ട് മാറ്റുക. വയ്യാക വത്തലവ്വുൻ ഫഇന്ന ദീനല്ലാഹി വാഹിദുൻ, അള്ളാന്റെ ദീന് മാറൂല. ഇന്നും ഇന്നലെയും നാളെയും മറ്റന്നാളും ഇലാ യൗമിൽ ഖിയാമ ഒന്നാണ്, അതിന് മാറ്റമില്ല. അള്ളാഹുവിന്റെ ദീന് മാറുകയില്ല. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാചകം കാണാം, അദ്ദാഉൽ ഉളാൽ അത്തനഖുലു ഫിദ്ദീൻ. ഈ ഉമ്മത്തിനെ ബാധിക്കുന്ന ഏറ്റവും മാരകമായ രോഗം എന്താണ്? അത്തനഖുലു ഫിദ്ദീൻ, ദീൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഇന്ന് ശിർക്ക്, നാളെ തൗഹീദ്, നാളെ തൗഹീദ്, മറ്റന്നാൾ ശിർക്ക്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലെന്ന് മഹാന ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ ഒരു വാചകം പറഞ്ഞ്, മൻ തബസ്സക ബിസുന്നതി സബത
വമൻ തറക സുന്നത അക്സറ തനഖുൽ. ഒരു മനുഷ്യൻ സുന്നത്ത് സ്ഥിരപ്പെടുത്തി അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ അടിയുറച്ച് നിന്നാൽ ഓന് മാറ്റം ഉണ്ടാവില്ല, ഓനൊന്നും അവിടെ നിൽക്കും. ഇന്ന് തൗഹീദാണെങ്കിൽ അത് ഇലാ യൗമിൽ ഖിയാമത്ത് തൗഹീദാണ്. അതേസമയത്ത് സുന്നത്ത് വിട്ടാലോ തൗഹീദ് വിട്ടാലോ അവൻ മാറിക്കൊണ്ടേയിരിക്കും. അവൻ എവിടേക്കാണ് പോകുന്നതെന്നറിയില്ല. പിന്നെ കളവ്, ഭീഷണി, ഗുണ്ടായിസം ഇതൊക്കെ വേണ്ടി വരും. അതൊന്നും ആവശ്യമില്ല. ബഹുമാന അനസ് മൗലവിയോട് KNM നേതാക്കന്മാർ പറയുന്നു, ഈ രൂപത്തിലുള്ള കാര്യമാണോ നിങ്ങളുടെ പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്നത്? ഈ വിസ്തക്കാരുടെ മാനം ഞങ്ങൾ പോക്കും, ഇതൊക്കെ KNMന്റെ ഔദ്യോഗിക വാദമാണോ? എങ്കിലത് നിങ്ങൾ തുറന്നു പറയണം. KNM നേതാക്കന്മാരോട് ഞാൻ ചോദിക്കുന്നത്, അനസ് മൗലവി കൊച്ചിയിൽ പറഞ്ഞ വാദം അത് KNMന്റെ ഔദ്യോഗിക വാദമാണെങ്കിൽ അത് TPയും ഹുസൈൻ മടവൂരും അതുപോലെ തന്നെ ഹസീബ് മദനിയും ഒക്കെ തുറന്നു പറയണം. വിസ്തക്കാരെ മാനം കെടുത്താനാണ് ഞങ്ങളുടെ ഉദ്ദേശം. നിങ്ങളുടെ മാനം ഞങ്ങളുടെ കയ്യിലാണെന്ന് TPക്ക് അഭിപ്രായമുണ്ടോ? ഹസീബ് മദനിക്ക് അഭിപ്രായമുണ്ടോ? സലാഹുദ്ദീൻ മദനിക്ക് അഭിപ്രായമുണ്ടോ? ഹുസൈൻ മടവൂരിന് അഭിപ്രായമുണ്ടോ? അതുപോലെ തന്നെ BB അബ്ദുൽ ഹക്കിന് അഭിപ്രായമുണ്ടോ? ഉണ്ടെങ്കിൽ തുറന്നു പറയും. ഇല്ല സഹോദരന്മാരെ, ഇല്ല. അതൊക്കെ വൈകാരികമാണ്. അങ്ങനെ വൈകാരികമാവേണ്ട ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ ദീൻ ഒന്നാണ്. ആ ദീൻ നമ്മൾ പണ്ട് പറഞ്ഞതുണ്ട്, അത് മതി ഞങ്ങൾക്ക്, നമുക്കത് മതി സഹോദരന്മാർ. അതിലേക്ക് ഒരു മാറ്റവും മടവൂർ വിഭാഗം കൊണ്ടുവന്ന പിഴച്ച തൗഹീദ് സ്വീകരിക്കേണ്ട ഒരാവശ്യവും മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് പഴയ തൗഹീദിലേക്ക് മടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വിശ്വാസികൾ നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. മുസ്ലിമായിക്കൊണ്ടല്ല മരിക്കാൻ പാടില്ല, തൗഹീദുള്ളവരായിക്കൊണ്ട് ഏത് സമയത്തും പടച്ച റബ്ബേ എന്ന വിളിയല്ലാതെ അല്ലാഹു അല്ലാത്തവരിലേക്കുള്ള ഒരു തേട്ടവും സഹോദരന്മാർക്ക് പോകാൻ പാടില്ല. ജിന്നിനോടും മലക്കിനോടും അതുപോലെ തന്നെ ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരും കല്ലിനോടും മരത്തോടും ഒന്നും നമുക്ക് തേട്ടമില്ല. ആ തേട്ടമെല്ലാം ശിർക്ക് തന്നെയാണ്. പടച്ച റബ്ബിനു മാത്രം വിളിക്കുക. അല്ലാത്തവർ വിളിച്ച വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ, ഞാൻ ഉത്തരം നൽകാം. അത് ജിന്നിന് പറയാൻ കഴിയില്ല, മലക്കിന് പറയാൻ കഴിയില്ല, മുദീ ശൈഖിന് പറയാൻ കഴിയില്ല, ആർക്കും പറയാൻ കഴിയില്ല. അതാണ് വിശ്വാസികളുടെ ആദർശം, അതാണ് മുജാഹിദിൻ്റെ ആദർശം. അതിൽ ഉറച്ചു നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിൽ ഉറച്ചു നിൽക്കുക നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവിധ വഴികേടുകളിൽ നിന്നും അല്ലാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസൂയയിൽ നിന്നും അതുപോലെ തന്നെ അത്തരം കെണികളിൽ നിന്നും അല്ലാഹു ഈ പ്രസ്ഥാനത്തെയും നമ്മുടെ പണ്ഡിതന്മാരെയും നമ്മുടെ ആദർശത്തെയും കാത്തു സൂക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഹീദിൽ ഉറച്ചു നിൽക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് സ്വർഗ്ഗം കണ്ടുകൊണ്ട് ഈ ലോകത്തോട് ഇവിടെ പറയാനും അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിന് തൗഫീഖ് നൽകുമാറാവട്ടെ. എവിടെ വെച്ച് മരിച്ചാലും ഏത് സന്ദർഭത്തിൽ മരിച്ചാലും ഈമാനിലായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലായിക്കൊണ്ട് മരണപ്പെടുവാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇൽ മുസ്ലിമീൻ. കുറച്ച് വൈകാരികമായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളാരും ക്ഷമിക്കണം. ആരോടുള്ള ദേഷ്യം കൊണ്ടല്ല. അള്ളാഹു അതെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.